ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. നമ്മുടെ MTS തണ്ടർ ബാച്ചിൻ്റെ മിക്സഡ് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പഠിച്ച് നല്ല പ്രിപ്പറേഷൻസൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി നല്ലൊരു മാർക്ക് മേടിക്കാൻ എപ്പോഴും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇഡിയംസിലേക്ക് കിടക്കാം. ഇന്നത്തെ ഇഡിയംസ് എന്ന് പറഞ്ഞാൽ ഒരു 10 ഇഡിയംസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മനസ്സിലാക്കി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി മാത്രം എന്ത് ചെയ്യുക, എക്സാംസിന് അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡെയിലി 10 എണ്ണം വെച്ച് നിങ്ങൾ സ്വയമേ പഠിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഡെയിലി 10 ഇഡിയംസ്, സിനോണിയംസ്, ആൻറ്റോണിയംസ് ഇതെല്ലാം ചെയ്യണം. എങ്കിൽ മാത്രമേ ഇംഗ്ലീഷിൽ ഒരു പക്കാ സ്കോർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമ്മുടെ ക്ലാസ്സിലെ 10 ഇഡിയംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് വർക്ക് എഗെയിൻസ്റ്റ് ദ ക്ലോക്ക് എന്നുള്ളതാണ്. വർക്ക് എഗെയിൻസ്റ്റ് ദ ക്ലോക്ക്, ക്ലോക്കിനും എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആയിരിക്കും. നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ കിട്ടുന്ന സാധനം ജസ്റ്റ് ഒന്ന് മലയാളത്തിലേക്ക്, നമ്മുടെ സ്വന്തം ലാംഗ്വേജിലേക്ക് ഒന്ന് തർജ്ജിമ ചെയ്ത് നോക്കുമ്പോൾ എന്താ അവിടെ കിട്ടണമെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്ത് വേണം പഠിക്കാൻ. അപ്പോൾ വർക്ക് എഗെയിൻസ്റ്റ് ദ ക്ലോക്ക്, ക്ലോക്ക് ഓടുന്ന ഒരു ടൈം ഉണ്ടല്ലേ, അതിനും എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ ടൈം എന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ ടൈം എടുക്കാണ്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ എത്രക്കാലം സ്പീഡിൽ വർക്ക് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. അതുകൊണ്ടാണ് വർക്ക് എഗെയിൻസ്റ്റ് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഇൻ ഗ്രേറ്റ് ഹറി, സമയം ഓടുന്നതിനും അധികമായിട്ട് നമ്മൾ ഓടി വർക്ക് ചെയ്യുന്നു. വർക്ക് ഇൻ എ ഗ്രേറ്റ് ഹറി, പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഇഡിയമാണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത്, വർക്ക് ഇൻ ഗ്രേറ്റ് ഹറി ആണ് വർക്ക് എഗെയിൻസ്റ്റ് ദ ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വേർഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വർക്ക് എഗെയിൻസ്റ്റ് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഇൻ ഗ്രേറ്റ് ഹറി ആണ്. അത് കഴിഞ്ഞ് ആൽബട്രോസ് അറൗണ്ട് ദ നെക്ക്, ആൽബട്രോസ് എന്ന് പറഞ്ഞ ഒരു പക്ഷിയാണ്. അപ്പം നമ്മൾ ആലോചിക്കുകയാണ് എന്തെങ്കിലും ഒരു സാധനം ആൽബട്രോസിനെ വിട്ടോ, നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചോ. ഇനി എറൗണ്ട് ദ നെക്ക് എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കഴുത്തിൽ ചുറ്റിപ്പറ്റി കിടക്കുക അല്ലേ, എറൗണ്ട് ദ നെക്ക്, നിങ്ങളുടെ നെക്കിന് ചുറ്റുമായിട്ട് ഒരു സാധനം ഇങ്ങനെ മുറുകെ പിടിച്ച് കിടക്കുകയാണ്, ഒരു പാമ്പിനെ പോലെ അല്ലേ. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ എന്തായിരിക്കും അത്, നമ്മുടെ കഴുത്തിന് ചുറ്റും ഒരു അസ്വസ്ഥത ഉണ്ടാക്കി, നമ്മൾ ശ്വാസം വയ്ക്കുന്ന ആ ഒരു സമയമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ കിടക്കുമ്പോൾ അതെന്തായിട്ട് തോന്നും, ഒരു അന്നോയിങ് ആണ് അല്ലേ, ഒരു അന്നോയിങ് ബേർഡൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എന്തായിരിക്കും അത്, ശരിക്കും പറഞ്ഞാൽ ഒരു ബേർഡൻ ആണ്. ബേർഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു വെയിറ്റ് ഉള്ള പോലെ, ഒരു ഭാരമുള്ളതുപോലെ നമുക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. ഓക്കെ, അങ്ങനത്തെ സാധനം ഭയങ്കര വെയിറ്റ് ഇട്ട് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ കഴുത്തിൽ ചുറ്റിപ്പറ്റി കിടക്കുകയാണെന്നുള്ളൊരു മീനിങ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആൽബട്രോസ് അറൗണ്ട് ദ നെക്ക് എന്ന് പറഞ്ഞാൽ ആൻ അന്നോയിങ് ബേർഡൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാധനമായിട്ടാണ് പറയുന്നത്, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സാധനമായിട്ടാണ് പറയുന്നത്. ഇനി സാലഡ് ഡേയ്സ്, സാലഡ് ഡേയ്സ് എന്ന് ആലോചിക്കുമ്പോൾ എന്താ ആലോചിക്കേണ്ടേ, സാലഡ്, ആരാണ് സാലഡൊക്കെ കഴിക്കുന്നത്. നമ്മളിപ്പോൾ നോർമലി വിചാരിക്കുകയാണ്, നമ്മൾ ഒരു സ്ഥലത്തൊക്കെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല, നമ്മൾ യൂത്താണ്, അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല. കുക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എന്താ, ഒന്നീ ഫ്രൂട്ട്സ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഫ്രൂട്ട്സ് അല്ലാണ്ട് ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ വെജിറ്റബിൾസ് ഒക്കെ, കാരണം നമുക്ക് പ്രോട്ടീൻ ഇങ്ങനത്തെ വിറ്റാമിൻസ് ഒക്കെ വേണമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് കട്ട് ചെയ്ത് അതാണല്ലോ നമുക്ക് ആകെ അറിയുന്നുള്ളൊരു പണി. അപ്പോൾ അതെന്താണ്, സാലഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പം യൂത്ത്ഫുൾ ഇൻഎക്സ്പീരിയൻസ് ആയിട്ട് ആലോചിക്കണം. അതായത് നമുക്കിപ്പോൾ കുക്ക് ചെയ്യാനൊക്കെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും, യൂത്ത് പ്രായത്തിലാണ് ആയിരിക്കും അല്ലേ, യൂത്ത് ആയിരിക്കുമ്പോൾ. അപ്പോൾ യൂത്ത് ആയിരിക്കുമ്പോൾ നമ്മുടെ ഇൻഎക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് കുക്കിങ്ങിൽ എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, സലാഡ് അല്ലേ. അപ്പോൾ സലാഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് ഉദ്ദേശിക്കണം, യൂത്ത്ഫുൾ ഇൻഎക്സ്പീരിയൻസ്, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് നമ്മൾ യൂത്ത് ആയിരിക്കുമ്പോൾ ഒരു ഇൻഎക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യുന്നത്, കഴിക്കുന്നതെന്ന് ആലോചിക്കുക. ഇനി അത് കം റെയിൻ ഓർ ഷൈൻ, കം റെയിൻ ഓർ ഷൈൻ, റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, മഴ, ഷൈൻ എന്ന് പറഞ്ഞാൽ എന്താ, സൂര്യൻ എന്നുള്ളൊരു മീനിങ്. ഒന്നീ നമുക്ക് വെയിലായാലും മഴയായാലും നമുക്കെന്താ, നമുക്കൊന്നുമില്ല അല്ലേ, മഴയായാലും ശരി വെയിലായാലും ശരി നമുക്കൊന്നുമില്ല എന്നുള്ളൊരു മീനിങ്ങിലാണ് വരുന്നത്. നമ്മൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, ജോലിക്ക് പോവേണ്ടവർ ജോലിക്ക് പോവും, പഠിക്കാൻ പോകുന്നവർ പഠിക്കാൻ പോവും. അപ്പം വാട്ട് എവർ ഹാപ്പൻസ്, എന്തുണ്ടായാലും നമുക്ക് പോവേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആലോചിക്കുമ്പം കം റെയിൻ ഓർ ഷൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് എവർ ഹാപ്പൻസ് എന്ന് ആലോചിക്കുക, എന്ത് വേണോ ഉണ്ടായിക്കോട്ടെ. അടുത്തിനി എ ഡാർക്ക് ഹോഴ്സ്, എന്താ ഡാർക്ക് ഹോഴ്സിൻ്റെ മീനിങ്, ഒരു കറുത്ത കുതിര എന്നുള്ളൊരു മീനിങ് ആണ്. എപ്പോഴും ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച്, ഇങ്ങനെ കുതിരകളുടെ മത്സരം നടക്കുകയാണ്, ഓട്ട മത്സരം അങ്ങനെ നടക്കുകയാണ് അല്ലേ, ആ ഒരു റേസിങ്, ഹോഴ്സ് റേസിങ് നടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, കുതിരകളൊക്കെ ഓടുകയാണ്. അപ്പം നമ്മുടെ അട്രാക്ഷൻ എപ്പോഴും എവിടെയായിരിക്കും, ഒന്നീ ഗോൾഡൻ കളറിലായിരിക്കും, അല്ലെങ്കിൽ വൈറ്റ് കളർ പോകുമ്പോൾ ആയിരിക്കും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന, നല്ല ഭംഗി എന്നുള്ള രീതിയിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു വൈറ്റ് ഫിഗറിനെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ചിലപ്പോൾ ഗോൾഡൻ മറ്റ് കളറുള്ളതിനായിരിക്കും നമ്മൾ കൂടുതലും അട്രാക്റ്റീവായിട്ട് നമ്മുടെ ഐസ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു വിന്നിങ് പോയിന്റ് കടക്കാൻ വേണ്ടി ഒരു
ഡാർക്ക് ഹോഴ്സ്, ഒരു കറുത്ത കുതിര. നമ്മൾ അത്രയും നേരം നമ്മൾ കറുത്ത കുതിരയെ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ആ കറുത്ത കുതിര എന്ത് ചെയ്തു? ആ ബൗണ്ടറിയും കടന്ന് മാറിക്കഴിഞ്ഞു. അപ്പം നമ്മൾ വിചാരിക്കാത്ത ഒരു വിന്നറാണ് അതെന്ത് ചെയ്യുന്നത്? വിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിന്നർ. നമ്മൾ വെള്ളയെ നോക്കിയിരുന്നുകൊണ്ട് വെള്ള ജയിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ ആരാണ് ജയിക്കുന്നത്? ഒരു കറുത്ത ഒരു കുതിരയായിരിക്കും ജയിക്കുന്നത്. അതായത് കറുത്ത കാലാൽ എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ എന്ത് വിചാരിക്കുകയാണ്? അത് ജയിക്കും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? പഠിക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇതാണ് ലോജിക്ക് എന്ന് വിചാരിച്ചൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്? ചിന്തിക്കരുത്. ഓക്കെ. അപ്പോൾ ഡാർക്ക് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് വിന്നർ, നമ്മൾ വിചാരിക്കാത്ത ഒരു വിന്നർ എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുക. ഇനി അടുത്ത് ഓഫ് ദ ഫസ്റ്റ് വാട്ടർ. ഓഫ് ദ ഫസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വെള്ളം. എപ്പോഴും നമ്മൾ പറയത്തില്ല മഴയൊക്കെ പെയ്യുമ്പോൾ ആദ്യത്തെ വെള്ളം എന്തായിരിക്കും? എപ്പോഴും ശുദ്ധമായിട്ടുള്ളത് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ അതിന് എന്താ പറയുക? ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി. ആദ്യത്തെ വെള്ളം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ബെസ്റ്റ് ക്വാളിറ്റി ആണെന്ന് ആലോചിക്കുക. അപ്പോൾ എന്താണെന്ന് ആലോചിക്കുക? ബെസ്റ്റ് ക്വാളിറ്റി എന്ന് ആലോചിക്കുക. ഇനി അടുത്ത് ആസ് ദ ക്രോ ഫ്ലൈസ്. ആസ് ദ ക്രോ ഫ്ലൈസ്. ക്രോ ഫ്ലൈ ചെയ്ത് പോകുന്ന ആ ഒരു ഡയറക്ഷൻ എപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച്. നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാതെ ഒരു സാധനം എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കുന്നെങ്കിൽ അത് കട്ടെടുക്കാൻ അല്ലെങ്കിൽ അത് കഴിക്കാനായിട്ട് ആദ്യം എത്തുന്ന ആരായിരിക്കും? ഉറപ്പായിട്ടും പറന്നു വരുന്നത് ആരെ തന്നെയായിരിക്കും? കാക്ക തന്നെ ആയിരിക്കും അല്ലേ? അതെന്തുകൊണ്ടാണ്? ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ട്. നമ്മൾ നോക്കുമ്പോൾ അവിടെയൊന്നും കാക്കയില്ല, പക്ഷെ നമ്മൾ തിരികെ വരുമ്പോൾ എന്ത് ചെയ്യും? അതും തട്ടിപ്പറിച്ചുകൊണ്ട് ആര് പോയി കാണും? കാക്ക പൊക്കാണ്. കാരണം എന്താണ്? കാക്ക ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ടാണ് പറക്കുന്നതെന്ന് ആലോചിക്കുക. ഇത് ലോജിക്കല്ല, ഞാൻ പറയുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ ആസ് ദ ക്രോ ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ടസ്റ്റ് റൂട്ടാണെന്ന് ആലോചിക്കുക. എന്താണ്? ഷോർട്ടസ്റ്റ് റൂട്ടാണെന്ന് ആലോചിക്കുക. ഓക്കെ. അടുത്തിനി എന്താ? ടു ക്രൂക്ക് ആൻഡ് എൽബോ. ക്രൂക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈ ഒടിഞ്ഞു പോയെന്നുള്ളൊരു മീനിങ് ആണ്. എൽബോ ക്രൂക്കായി. ഇവിടെ വെച്ച് എന്ത് ചെയ്തു? ഒരു പൊട്ടൽ സംഭവിച്ചു. എങ്ങനെയാണ് പൊട്ടൽ സംഭവിക്കുക? നമ്മൾ ബോധത്തോടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റുമോ? ഇല്ല. നമ്മൾ എന്താണ്? കുടിച്ച് ലെക്കൊക്കെ കെട്ട് ഇങ്ങനെ എന്താണ് നോർമലി ആൾക്കാരൊക്കെ ഇങ്ങനെ കുടിച്ച് ലെക്ക് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആക്സിഡൻസ് പറ്റുന്നതല്ലേ? അല്ലെങ്കിൽ എന്ത് പറയുക? ഒരെവിടെയെങ്കിലും ചെന്ന് തട്ടി വീണു, കൈ ഒടിഞ്ഞു. എപ്പോഴാണ്? ഭയങ്കരമായിട്ട് കുടിച്ചിട്ട് ഇങ്ങനെ തേരാപ്പാര നടക്കുമ്പോൾ, ഒരു ബോധവും ഇല്ലാണ്ട് നടക്കുമ്പോൾ. അപ്പോൾ അതിനെന്താ പറയുക? ക്രൂക്ക് ആൻഡ് എൽബോ. ടു ഡ്രിങ്ക് എക്സസീവ്ലി. ടു ഡ്രിങ്ക് എക്സസീവ്ലി. ഒടിഞ്ഞു എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ. അപ്പം ടു ഡ്രിങ്ക് എക്സസീവ്ലി, ഒരുപാട് കുടിക്കുമ്പോൾ. എക്സസ് എന്ന് പറഞ്ഞാൽ ഒരുപാട്. നമ്മൾ കുടിക്കുന്നതിനും അധികമായി കുടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇങ്ങനെ തേരാപ്പാര നടക്കുന്നതിൻ്റെ ഇടയിൽ എവിടെ പോകും? വന്ന് വീഴും. എന്ത് പറ്റും? കൈയൊടിയും. ഓക്കെ. ആ ഒരു രീതിയിൽ ടു ക്രൂക്ക് ആൻഡ് എൽബോ പഠിക്കണം. ഓക്കെ ആണോ? ഓക്കെ. ഡൗൺ ഇൻ ദ മൗത്ത്. ഇനി എന്താ? ഡൗൺ ഇൻ ദ മൗത്ത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമ്മുടെ മൗത്തിൽ ഇങ്ങനെ വിങ്ങി നിൽക്കുക. ഡൗൺ ഇൻ, നമ്മുടെ വായിൽ നിന്ന് പുറത്ത് വരാണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കുക എന്ന് പറയത്തില്ലേ? നമുക്ക് എന്ത് പറയണമെന്നറിയാതെ നമ്മൾ ആകെ ഇങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, നമുക്ക് എന്ത് പറയണമെന്നറിയില്ല, എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നല്ല, ആകെ ഒരു സ്റ്റക്ക് ഓൺ പൊസിഷൻ എന്ന് നമ്മൾ പറയത്തില്ലേ? അപ്പോൾ ഡൗൺ ഇൻ ദ മൗത്ത്. നമുക്ക് എന്തോ പറയണമെന്നുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ പറയാറില്ലേ? അതെന്താ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സാഡ് ആയിട്ടിരിക്കുമ്പോൾ, ഭയങ്കരമായിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എന്തിങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു രീതി വരുന്നത് അല്ലേ? ഡൗൺ ഇൻ ദ മൗത്ത്. ഡൗൺ ഇൻ ദ മൗത്തും, വായിക്ക് അകത്ത് നമുക്കിങ്ങനെ നാക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ അതെന്താണ്? ടു ബി ഡിപ്രസ്ഡ്. ഒന്നീ സങ്കടം അല്ലെങ്കിൽ നമ്മൾ ആകെ ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്ന് ആലോചിക്കുക. ഓക്കെ. ഇനി അടുത്ത് ടീത്തിങ് പ്രോബ്ലംസ്. എന്താണ് ടീത്തിങ് പ്രോബ്ലംസ്? ടീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യമായി മുളച്ചു വരുന്ന പ്രോബ്ലംസ് അല്ലേ? ടീത്ത് മുളയ്ക്കുകയാണ് ചെയ്യുന്നത്. മുളയ്ക്കുന്ന പ്രോബ്ലംസ് നമ്മൾ പറയത്തില്ലേ? ആദ്യമേ ഈ വളർന്നു വരുന്ന പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് കളയണം. അതിനെന്ത് ചെയ്യുക? റിജക്റ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്? ബിഗിനിങ് പ്രോബ്ലംസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പ്രോസസ് ഓർ ആക്ടിവിറ്റി. ആദ്യമേ മുളച്ചു വരുന്ന പ്രശ്നങ്ങൾ, ടീത്തിങ് പ്രോബ്ലംസ്. ആദ്യമായിട്ട് വരുന്നത്, ഇപ്പം കുഞ്ഞുങ്ങൾക്കായാലും ആദ്യം വരുന്നത് പല്ലിൻ്റെ ആ ഒരു ഇതാണ്. അപ്പോൾ ആദ്യം വരുന്ന സാധനം എന്താണ്? ഒരു ടീത്തിങ് പ്രോബ്ലം ആണ് ശരിക്കും പറഞ്ഞാൽ. അതെന്ന് പറഞ്ഞാൽ ബിഗിനിങ്ങിൽ നടക്കാൻ പോകുന്ന ഒരു പ്രശ്നം, മുളച്ചു വരുന്ന ഒരു സാധനം. അതെന്താണ്? പ്രശ്നമാണെന്ന് തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് കളയണം അല്ലേ? അപ്പോൾ ആ ഒരു മീനിങ്ങിൽ ടീത്തിങ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പ്രോസസ് ഓർ ആക്ടിവിറ്റി എന്ന് മനസ്സിലാക്കുക. ഓക്കെ. പ്രോസസ് ഓർ ആക്ടിവിറ്റി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും 10 ഇഡിയംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്ത് എന്ത് ചെയ്യുക? ഇഡിയംസ് പഠിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത പോർഷനിലേക്ക് കടക്കാം. സിനോണിയംസ്. ഓക്കെ. അപ്പോൾ നമുക്കിനി 10 സിനോണിയംസ് ആണ് നോക്കേണ്ടത്. ഇതെല്ലാം ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ പഠിച്ചിട്ട് പോകണം. ഇനി ഒരു ടൈം ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കളയരുത് നിങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ പഠിച്ച് പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ. സിനോണിയംസ്. ബാർബാറിക്. എന്താണ് ബാർബാറിക് എന്ന് പറയുന്നത്?
നമ്മൾ നോർമലി പറയുന്നതെന്ന് പറഞ്ഞാൽ സേവേജ്ലി ക്രൂവൽ, ബ്രൂട്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഈ ആലോചിക്കുക ബാർബാറിക്. അപ്പൊ നമ്മൾ ഈ ഒരു ബാർ എന്ന് പറഞ്ഞൊരു വേർഡ് 2 പ്രാവശ്യം ബാർ അല്ലേ. അപ്പൊ നോർമലി ബാറിൽ പോകുന്നത് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ബാറിലൊക്കെ പോയി ആകെ എന്താണ് 2 പ്രാവശ്യം ബാർബാറിക് അല്ലേ, 2 പ്രാവശ്യം ബാറുണ്ട്. അപ്പൊ 2 പ്രാവശ്യമൊക്കെ ബാറിൽ പോയി കുടിച്ച് ലെക്ക് കെട്ട് വേണ്ടാത്ത സാധനമൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, മൊത്തത്തിൽ എന്ത് ചെയ്തു, ഒരു ക്രൂവലായിട്ട് ഒരു അനിമലിനെ പോലെയല്ലേ അവർ ബിഹേവ് ചെയ്യുന്നത്. പിന്നെ ഒരു ബ്രൂട്ടൽ രീതിയിലല്ലേ, അവർക്ക് അറിയത്തില്ല എന്താണ്, അവർ സ്ഥിരകാല ബോധം ഇല്ലാണ്ട് അവരാകെ കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണ്. അവർക്ക് എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു നോർമൽ കോമൺ സെൻസ് ഉണ്ടാകത്തില്ല ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് അല്ലേ. അപ്പം അങ്ങനെ ആലോചിക്കുക, ബാർബാറിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര അറഗൻ്റ് ആയിട്ടുള്ള, ക്രൂവൽ ആയിട്ടുള്ള, ബ്രൂട്ടൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ളവരാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ബ്രൂട്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ക്രൂഡ്, ക്രൂവൽ എന്നൊക്കെ ആലോചിക്കുക. ക്രൂഡ് ആയിട്ടുള്ള, അൺസിവിലൈസ്ഡ്, എപ്പോഴും ബാറിലൊക്കെ ചെന്ന് ഇങ്ങനെ ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നവർ. വല്ലപ്പോൾ ഇരിക്കുകയാണെങ്കിൽ ഓക്കെയാണ് അല്ലേ. അപ്പം എപ്പോഴും പോകുന്നവരെങ്ങനെയാണ്, ഒരു അൺസിവിലൈസ്ഡ് മാനറാണ് അല്ലേ. സിവിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ നല്ല ജെന്റിൽമാൻ ആയിട്ടുള്ള ബിഹേവിയർ. സിവിലൈസ്ഡ് നമ്മുടെ ഇന്ത്യൻ എന്ന ഒരു സ്ഥലത്ത് താമസിക്കണമെങ്കിൽ അതിൻ്റെതായ ചുറ്റുവട്ടം പാലിച്ച് ജീവിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സിവിലൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ അൺസിവിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒട്ടും എങ്ങനെയാണ് ഒരു സൊസൈറ്റി ജീവിക്കുക എന്ന് അറിയാത്ത ഒരു മനുഷ്യർ, അറിയത്തില്ല, കുടിച്ചിട്ടൊക്കെ വന്നിങ്ങനെ റോഡിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുക, റോഡിൽ കിടന്ന് ഉറങ്ങുക, അങ്ങനത്തെയൊക്കെ കുറേ വീട്ടിൽ വന്ന് തല്ലുണ്ടാക്കുക, അങ്ങനെയൊക്കെ പറയത്തില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ കാരണം എന്താ, അവർ ബാർബാറിക്, ബാറിൽ പോയിട്ട് ഭയങ്കരമായിട്ട് ക്രൂവലായി അനിമൽസിനെ പോലെ ചിന്തിക്കാൻ തുടങ്ങി. സേവേജ്ലി ക്രൂവൽ എന്നുള്ള രീതിയിലേക്ക് മാറി. ക്രൂഡാണ്, അൺസിവിലൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ വേർഡ് കൊളോസൽ. അപ്പോൾ കൊളോസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കേൾക്കുന്ന എന്താണ്, ഭയങ്കര വലിയ ബിൽഡിങ്സിനെയാണ് നമ്മൾ കൊളോസൽ ബിൽഡിങ്സ് എന്ന് പറയും. ഓക്കെ, കൊളോസൽ ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ നോർമലി വലിയ ഇനോമസ്, മാസീവ് ആയിട്ടുള്ള ഹ്യൂജ് ബിൽഡിങ്സിനെയാണ്. ഓക്കെ, ഭയങ്കരമായിട്ട് വലിയ രീതിയിൽ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ബിൽഡിങ്സിനെയാണ് കൊളോസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ആലോചിക്കുക, കൊളോസൽ, കുളം എന്ന് ആലോചിക്കുക. അപ്പോൾ കുളമൊക്കെ നോർമലി എങ്ങനെയായിരിക്കും, അവിടെ കുറച്ച് ഇനോർമസ് ആയിരിക്കും അല്ലേ, ഭയങ്കര വലുതെന്നുള്ളൊരു മീനിങ് ആണ്. കൊളോസൽ വലുതാണെന്ന്. ജൈജാൻറ്റിക് എന്ന് പറഞ്ഞാൽ നല്ല പൊക്കം കൂടി എന്നുള്ളൊരു മീനിങ് ആണല്ലേ. ജൈജാൻറ്റിക് വലിയ വലിപ്പവും നല്ല ഒത്ത ശരീരവും, ജൈജാൻറ്റിക് ബോഡി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു മീനിങ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, കൊളോസൽ എന്ന് പറഞ്ഞാൽ നോർമലി മാസീവ്, ഹ്യൂജ് ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾ കുളം എന്ന് ആലോചിക്കുക. അപ്പോൾ കുളം എന്താണ്, എപ്പോഴും വലുതാണ്, ഹ്യൂജ് ആണ്, മാസീവ് ആണ്, ജൈജാൻറ്റിക് ആണ്, ഇമ്മൻസ് ആയിട്ട് കുറേ വെള്ളത്തിന് അതിനെ ഒക്കുപ്പൈ ചെയ്യുന്നില്ലേ ആ ഒരു കുളം എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത്രയും വെള്ളം ഉള്ളപ്പോൾ അതെന്തായിരിക്കും, ഹ്യൂജ് ആയിരിക്കും, ഇമ്മൻസ് ആയിരിക്കും. ഓക്കെ, ഇമ്മൻസ് ആയിട്ടുള്ള വാട്ടർ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ച് ഇമ്മൻസ്, ഹ്യൂജ്, ഇനോർമസിൻ്റെ ഒക്കെ മീനിങ് എന്ത് തന്നെയാണ്, വലുതെന്നുള്ളൊരു മീനിങ് ആണ്. നമ്മൾ നോർമലി കേൾക്കുന്ന എന്തൊക്കെയാ, ഹ്യൂജ്, ബിഗ്, ആ ഒരു രീതിയിൽ നിന്ന് നിങ്ങൾ കുറച്ചും കൂടെ എന്ത് ചെയ്യുക, സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കിട്ടും, എനോർമസ് ആയിട്ടുള്ള, ജൈജാൻറ്റിക് ആയിട്ടുള്ള, കൊളോസൽ ആയിട്ടുള്ള ബിൽഡിങ്സ്. ഓക്കെ, ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ വരണം. ഇമ്മൻസ്, ഹ്യൂജ്, എനോർമസ്, ജൈജാൻറ്റിക്. ഓക്കെ, അടുത്ത് ഡ്യൂബിയസ് എന്ന് പറഞ്ഞ വേർഡാണ് കേട്ടോ. ഡ്യൂബിയസ് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ എന്നാണ്. ഡൗട്ട്, അതിൽ തന്നെ ഡ്യൂബിയസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡൗട്ട് അതിൽ ഒളിഞ്ഞു കിടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഡ്യൂബിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഭയങ്കര സംശയം തോന്നുന്ന കാര്യങ്ങൾ, ആ ഒരു രീതിക്ക് മീൻ ചെയ്യണം കേട്ടോ. അപ്പം ഡൗട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും എന്താണ്, നമ്മൾ പറയത്തില്ലേ സംതിങ് ഫിഷി എന്ന് പറയത്തില്ല, എന്തോ നീ മറച്ചു വെക്കുകയാണ്. അപ്പോൾ ഫിഷി ആയിട്ടുള്ള കാര്യം, എന്തോ ചീഞ്ഞ് നാറുന്നുണ്ടെന്നുള്ള രീതി. അപ്പോൾ ഫിഷസ് എല്ലാം ചീഞ്ഞ് നാറുന്നുണ്ട്, നീ എന്തോ എൻ്റെ അടുത്ത് പറയാതെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ആ ഒരു രീതിയിൽ ആലോചിക്കുക. അപ്പം ഡൗട്ട്ഫുൾ ആണ്, ഫിഷി ആണ്, അൺക്ലിയർ ആണ്, നമുക്ക് അറിയാത്തൊരു കാര്യമായിരിക്കുമല്ലോ എപ്പോഴും, നീ എന്തോ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു, അപ്പം നമുക്കത് ക്ലിയർ അല്ല, അൺക്ലിയർ ആണ്. അതുപോലെ അൺസേർട്ടൈൻ ആണ്, ഇവ എന്താണ് മറച്ചു വയ്ക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ ഡൗട്ട് തോന്നുന്ന കാര്യം എന്തായിരിക്കും, നമുക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും അല്ലേ. സെർട്ടൈൻ എന്ന് പറഞ്ഞാൽ അറിയുന്ന കാര്യങ്ങൾ, അൺസെർട്ടൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അറിയില്ല, ആ കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഒരു വിവരവും ഇല്ല എന്നുള്ള മീനിങ് ആണ്. അപ്പം ഡ്യൂബിയസ് എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ ആണ്. ഡൗട്ട് എന്ന് ആലോചിക്കുമ്പോൾ അവിടെ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട്. ഫിഷി ആണെന്ന് ആലോചിക്കുക, ഫിഷി ആണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കതൊന്നും മനസ്സിലാവാത്ത കാര്യമാണ്, അൺക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. അതെന്താണ്, അൺസെർട്ടൈൻ ആയിരിക്കും, നമുക്ക് ഒട്ടും അറിയാത്ത കാര്യങ്ങളായിരിക്കും. ഓക്കെ, അടുത്ത് സ്പൊറാഡിക്. അടുത്തെന്താ, സ്പൊറാഡിക് എന്ന് വെച്ചാൽ സ്പോർട്സ് എന്ന് ആലോചിക്കാം. സ്പോർട്സ് ഒക്കെ എന്താണ്, നമ്മളിപ്പം സ്പോറുകളെന്ന് പറഞ്ഞാൽ എന്താണ്, കുഞ്ഞു തരിശായ സാധനം, സ്പോർട്സ് എന്നാണ്. അതൊക്കെ എന്താണ്, ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കണേ അല്ലേ. നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ ടെസ്റ്റ് പാർട്ടിക്കിൾസ് പോലെയൊക്കെ സ്പോർട്സിനെ ആലോചിക്കണം. നമ്മളിങ്ങനെ
ഇങ്ങനെ ആലോചിക്കുമ്പോൾ സ്കാറ്റർ ചെയ്ത് കിടക്കുക, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഒറ്റയ്ക്ക് കിടക്കുക, അല്ലെങ്കിൽ ചിന്നി ചിതറി കിടക്കുക എന്ന് പറയത്തില്ലേ, സ്പോർട്സ് ഒക്കെ അങ്ങനെയല്ലേ, ചിന്നി ചിതറി ഇങ്ങനെ ഏതെങ്കിലും ഭാഗത്തൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുക, ഐസൊലേറ്റഡ് ആയി കിടക്കുക, ഇറഗുലർ ആയിട്ട് കിടക്കുക, ഇന്റർമിറ്റൻ്റ് ആയിട്ട് കിടക്കുക. ആ ഒരു മീനിങ് ആണ് ഇന്റർമിറ്റൻ്റ് എന്ന് വെച്ചാൽ വല്ലപ്പോരിക്ക് അവിടെ ഇവിടെ ആയിട്ട് കാണുന്നു. ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്ര ഇടവേളയ്ക്ക് ഈ ഒരു ഇറഗുലർ ഇന്റർവെല്ലിനാണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് കഴിക്കുന്നത്, ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ആലോചിക്കുമ്പോൾ സ്കാറ്റേർഡ്, ഐസൊലേറ്റഡ്, ഇറഗുലർ, ഇന്റർമിറ്റൻ്റ് ഒക്കെയാണ് എന്തോന്ന് പറയുന്നത്, സ്പൊറാഡിക് എന്ന് ആലോചിക്കുക. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ അവിടെ ഇവിടെ ചിന്നി ചെതറി കിടക്കുന്ന ഓരോ സാധനമാണെന്ന് ആലോചിക്കുക. സ്പൊറാഡിക് എന്ന് ആലോചിക്കുക. ഓക്കെ, സ്പോർ എന്നുള്ള മീനിങ്ങിൽ ആലോചിക്കുക. സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത്, എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന, ഐസൊലേറ്റഡ് ആയി കിടക്കുന്നത്, ഇറഗുലർ ആയിട്ട് നമുക്ക് കണ്ണിലൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഇറഗുലർ ആയിട്ട് കിടക്കുന്നത്. അത് കഴിഞ്ഞ് എന്താ, ഇന്റർമിറ്റൻ്റ് ആയിട്ട് കിടക്കുന്നത്. ഇന്റർമിറ്റൻ്റ് എന്ന് വെച്ചാൽ വല്ല ഇന്റർവെൽ അനുസരിച്ച് കിടക്കുന്ന, ഇന്റർമിറ്റൻ്റ്. ഓക്കെ, ഇന്റർമിറ്റൻ്റ് ആയിട്ട് കിടക്കുന്ന ആ ഒരു മീനിങ് ആലോചിക്കാൻ ശ്രമിക്കാം. ഇനി അടുത്ത് ട്രാൻസിയൻ്റ് ആയിട്ടുള്ളത്. എന്താണ് ട്രാൻസിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ട്രാൻസിയൻ്റ് എന്ന് ആലോചിക്കുമ്പോൾ ട്രാൻസ്ഫർ കിട്ടുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ ഫ്ലീറ്റിംഗ് ആയിട്ടുള്ള, ലാസ്റ്റിംഗ് ഫോർ ഷോർട്ട് ടൈം. ട്രാൻസിയൻ്റ് എന്ന് പറയുമ്പം ട്രാൻസ്ഫർ കിട്ടുന്ന കാര്യങ്ങൾ, ട്രാൻസിയൻ്റ് അല്ലെങ്കിൽ വല്ലപ്പോ ഒരിക്കൽ എന്നുള്ള മീനിങ്. എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ടെമ്പററി, നമുക്കത് പെർമനൻ്റ് അല്ല, ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഫ്ലീറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, ലാസ്റ്റിംഗ് ഫോർ ഷോർട്ട് ടൈമാണ്, കുറച്ച് നാളത്തേക്ക് മാത്രമേ ലാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ട്രാൻസിയൻ്റ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പം ട്രാൻസിയൻ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി, വല്ലപ്പോൾ ഒരിക്കൽ കാണുന്ന എന്ന് വെച്ചാൽ ടെമ്പററി ആണ്, കുറച്ച് നേരത്തേക്കുള്ളതാണ്. ഫ്ലീറ്റിംഗ് എന്ന് പറയാം, ഫ്ലീറ്റിംഗ് കുറച്ച് നാളത്തേക്കുള്ളതാണ്, ലാസ്റ്റിംഗ് ഫോർ ഷോർട്ട് ടൈം ആണ്. ഓക്കെ, ആ ഒരു രീതിക്ക് പഠിക്കുക. ഇനി അടുത്ത് പെർപെച്വൽ. നമ്മൾ പറഞ്ഞു ട്രാൻസിയൻ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ കിട്ടുക. നമുക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത് ചിലപ്പോൾ ഒരുപാട് നാളത്തേക്ക് ആയിരിക്കത്തില്ല, കുറച്ച് എന്ത് ചെയ്യുക, ടെമ്പററി ആണെന്ന് ആലോചിക്കുക. അതുപോലെ പെർപെച്വൽ എന്ന് പറയുമ്പോൾ എന്തെന്ന് ആലോചിക്കുക, പെർമനൻ്റ് എന്ന് ആലോചിക്കുക. ട്രാൻസിയൻ്റ് നമ്മൾ പറഞ്ഞു ഒന്ന് എന്ത് ചെയ്യുക, ടി വെച്ചിട്ട് ടെമ്പററി എന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ട്രാൻസ്ഫർ കിട്ടുന്നു. ട്രാൻസ്ഫർ എന്താണ്, ടെമ്പററി മൂവ്മെൻ്റ് ആണ് അല്ലേ. അതുപോലെ പെർപെച്വൽ എന്ന് പറയുമ്പോൾ പെർമനൻ്റ്, അത് തന്നെ പെറ്റ് ചെയ്യുന്നതൊക്കെ എന്ന് ആലോചിക്കുക. പെർപെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, എപ്പോഴും നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഒരാളെ പെറ്റ് ചെയ്യുകയാണ് അല്ലേ. നമ്മൾ എപ്പോഴും ഒരു ഡോഗിനെ ആയാലും നമ്മൾ പെർമനൻ്റ്ലി ചെയ്യുന്നതാണോ, അല്ലെ കുറച്ച് നാളത്തേക്ക് ചെയ്യുന്നതല്ല. പെർപെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പെർമനൻ്റ്ലി ചെയ്യുന്ന കാര്യം, അതായത് കോൺസ്റ്റൻ്റ്ലി ചെയ്യുന്ന കാര്യം, എന്നും ചെയ്യുന്ന കാര്യം, പെർമനൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം, ലാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ശരിക്കും ഇവർ തമ്മിൽ എന്താണ്, ഒരു ആന്റോണിയം ബന്ധമാണ് കേട്ടോ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ്. ഇത് ടെമ്പററി ആണെങ്കിൽ ഇതെന്താണ്, പെർമനൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ വേർഡ്സും അങ്ങനെ തന്നെയാണ്. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, പെർമനൻ്റ് ആണ്, ലാസ്റ്റിംഗ് ആണ്, എറ്റേണൽ ആണ്. എന്താണ് എറ്റേണൽ ലവ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. എറ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് നമ്മുടെ ജീവിതം തീരുന്നവരെ, അല്ലെങ്കിൽ ആ ഒരു എത്ര ലൈഫ് ഉണ്ടോ അത്രയും ലൈഫ് വരെ എറ്റേണൽ ആയിട്ട് നടക്കുന്ന കാര്യം. ഓക്കെ, ഹെവൻലി ഫീലുള്ള ഭയങ്കരമായിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെയാണ് എറ്റേണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എറ്റേണൽ, കോൺസ്റ്റന്റ്, പെർമനന്റ്, ലാസ്റ്റിംഗ്. ഓക്കെ, അതൊക്കെ എന്താണ്, എന്നും നിലനിൽക്കുന്ന, എത്ര നാൾ വേണോ നിലനിൽക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത് റെപ്രിമെൻഡ് എന്ന് പറഞ്ഞാൽ റെബ്യൂക്ക് ചെയ്യുക, റിപ്രോച്ച് ചെയ്യുക, കണ്ടംനേഷൻ ചെയ്യുക, ഡിസപ്രൂവ് ചെയ്യുക. റെപ്പർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക എന്നാണ്, ഡിസപ്രൂവ് ചെയ്യുക. എന്ന് എന്ത് ചെയ്യുക, നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയുക. ആ ഒരു മീനിങ് ആണ് കേട്ടോ റെപ്രിമെൻഡ് എന്ന് പറഞ്ഞാൽ. റിബ്യൂക്ക് ചെയ്യുക, റിപ്രോച്ച് ചെയ്യുക. അപ്രോച്ച് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആണ് റിപ്രോച്ച് ചെയ്യുക, റീപ്രോച്ച് ചെയ്യുക. അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോവുക. റിപ്രോച്ച് ചെയ്യുക നമുക്ക് വേണ്ട, നീ ഇങ്ങോട്ട് വരണ്ട. ഡിസപ്രൂവ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. കണ്ടംനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിനും ഒരു മുഖവില കൊടുക്കാതെ കണ്ടം ചെയ്യുക, ഒരു പുച്ഛത്തോടെ നമ്മൾ കാണുക. എന്ത് പറഞ്ഞാലും എന്തോ ആയിക്കോ എന്നുള്ള രീതിയിൽ ഒരു പുച്ഛം കാണിക്കുക എന്നുള്ള മീനിങ് ആണ് കണ്ടംനേഷന് വരുന്നത് കേട്ടോ. അപ്പം റെപ്രിമെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നാളത്തേക്ക് എന്ത് ചെയ്യുക, റെബ്യൂക്ക് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, ഡിസപ്രൂവ് ചെയ്യുക, റിപ്രോച്ച് ചെയ്യുക, കണ്ടം ചെയ്യുക എന്നുള്ള മീനിങ്ങിലേക്ക് അത് എത്തണം കേട്ടോ. അപ്പോൾ റെപ്രിമെൻഡ് അങ്ങനെ ഒരു രീതിയിൽ തന്നെ ചിന്തിക്കുക. ഈ ഇത്രയും വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ എക്സാംസിന് ചോദിക്കുന്നതാണ്. ഡിസപ്രൂവ് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യാണ്ട് അയാൾ എന്ത് ചെയ്യുക, മൊത്തത്തിൽ അങ്ങ് അടിച്ചമർത്തുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. റെപ്രി. ഓക്കെ, അടുത്ത
അടുത്തെന്താണ്? അബ്സ്റ്റെയിൻ ആണ്. അബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സ്റ്റെയിൻ ഏകദേശം ഒരു മീനിങ് ആണ്. റെസിസ്റ്റ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കണം, സ്റ്റെയിൻ ആണ്, സ്റ്റെയിൻ അല്ലേ? സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കറ അല്ലേ? അബ്സ്റ്റെയിൻ, അബ്സ്റ്റെയിൻ, അബ്സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ കറയായി, അബ് സ്റ്റെയിനായി, സ്റ്റെയിനായി. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഷർട്ടിൽ കറയായ നമ്മൾ എന്ത് ചെയ്യുക? കഴുകി കളഞ്ഞിട്ടും പോകണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അവോയ്ഡ് ചെയ്യണം അല്ലേ? നമുക്ക് വേണ്ട, ഇനി അതിനെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഒന്നി എന്ത് ചെയ്യുക? റീഫ്രെയിൻ ചെയ്യുക, അതിനെ വേണ്ടെന്ന് വയ്ക്കുക. റെസിസ്റ്റ് ചെയ്യുക, ഇനി അത് ഉപയോഗിക്കാണ്ടിരിക്കുക. റീസ്ട്രെയിൻ ചെയ്യുക, അത് ഉപയോഗിക്കാതെ നമുക്ക് എന്താണ് ഇഷ്ടപ്പെട്ടാലും നമ്മളിപ്പോൾ കറയായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമോ? ഓക്കെ, സോറി. ഓക്കെ, റീസ്ട്രെയിൻ ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക. ഓക്കെ, റീസ്ട്രെയിൻ ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, റെസിസ്റ്റ് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, വേണ്ടെന്ന് വെക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഷർട്ട് ഉപേക്ഷിക്കുക. നമുക്ക് അതേ ചെയ്യാൻ വഴിയുള്ളൂ. നമുക്കൊരു അത്യാവശ്യമായ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ആ സ്റ്റെയിനുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ആ ഒരു ഡ്രസ്സ് ഇട്ട് നമുക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ്ലി റീഫ്രെയിൻ ചെയ്ത് ഉപയോഗിക്കണം അല്ലേ? നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളയുക, റിജക്റ്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ് വരുന്നത്. വേണ്ടാന്ന് വെക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത് ഗള്ളിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഗള്ളിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗള്ളിബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഗള്ളിബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്രെഡുലസ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് ക്രെഡുലസ് എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രെഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ക്രെഡുലസിൽ എന്തുണ്ട്? ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് ആലോചിക്കുക. ക്രെഡുലസ് എന്ന് ആലോചിക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ആലോചിക്കുക. അപ്പോൾ നമുക്ക് ഒരു ക്രെഡിറ്റ് കാർഡൊക്കെ ഉള്ളവരെ നമുക്ക് എന്തുകൊണ്ടും വിശ്വസിക്കാമല്ലോ അല്ലേ? അങ്ങനെ ആലോചിക്കുക. ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവരെന്താ, നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ലല്ലോ. ക്രെഡിറ്റ് കാർഡൊക്കെ ഉള്ളതുകൊണ്ട് അവരെന്തെങ്കിലും ചെയ്ത് ഉപയോഗിച്ചോളും എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ ട്രസ്റ്റബിൾ ആണ് അല്ലേ ക്രെഡുലസ് എന്ന് പറഞ്ഞാൽ? അങ്ങനെയല്ല, എന്നാലും ഞാൻ പറയുകയാണ് കേട്ടോ. ക്രെഡുലസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡൊക്കെ ഉള്ളവരാകുമ്പോൾ അത്യാവശ്യം എന്താണ്, പൈസയൊക്കെ ഉണ്ടായിരിക്കും. അവരെന്തായാലും ഒരു ഇഷ്യൂ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ പൈസയെങ്കിലും ഉപയോഗിക്കുമല്ലോ എന്നുള്ള രീതിയിൽ ആലോചിച്ച് അവരെന്താണ്, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടാണ് എന്നുള്ള രീതിയിൽ കാണുക ക്രെഡുലസ്. അപ്പോൾ എന്താണ്? വിശ്വാസമായിട്ടുള്ള ആൾക്കാർ, ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ഓവർ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ. ഡിസീവബിൾ ആയിട്ടുള്ള, ഫൂളിഷ്, അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർ ട്രസ്റ്റ്. നമ്മളിപ്പോൾ ഓവർ ട്രസ്റ്റ് ചെയ്താലും എന്ത് പറ്റും? നമ്മൾ പറ്റിക്കപ്പെടും അല്ലേ? നമ്മളെ ഫൂളിഷ് ആക്കി കളയും. നമ്മൾ അത്രത്തോളം നമ്മൾ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുക, നമ്മൾ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കുക എന്ന് പറയത്തില്ലേ, ആ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ എന്താണ്, ഈസിലി ഫൂളിഷബിൾ ആണ്. നമ്മൾ എന്താ, ക്രെഡിറ്റ് കാർഡ് ഉള്ളവനാണ് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാമെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മളെന്താണ്, ഫൂളിഷ് ആണ് അല്ലേ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ക്രെഡിറ്റ് കാർഡ് അവൻ പൈസ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം നമ്മളൊരു ഫൂളിഷാണ്, നമ്മൾ വിശ്വസിക്കുന്നു, അത്ര അധികമായിട്ട് വിശ്വസിക്കുകയാണ്, ഓവർ ട്രസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഗള്ളിബിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഓവറായിട്ട് വിശ്വസിക്കുന്നു, പക്ഷെ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഫൂളിഷ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരു ഡിസീവബിൾ, എപ്പോൾ വേണം നമ്മളെ വഞ്ചിക്കപ്പെടാം അല്ലേ? നമ്മൾ ഓവറായിട്ട് ഒരാളെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് നമ്മളെ വഞ്ചിക്കാൻ എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം ഡിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വഞ്ചിക്കാൻ എളുപ്പമായിട്ടുള്ള ആൾക്കാർ. ഭയങ്കരമായിട്ട് നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളെ ചതിക്കാൻ ഈസി ആണെന്നുള്ള മീനിങ് ആണ്. ഡിസീവബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഗള്ളിബിൾ എന്ന് പറഞ്ഞാൽ എത്ര ഗള്ളി എന്ന് പറയുമ്പം കള്ളം പറയണേന്ന് ആലോചിക്കുക. അപ്പം കള്ളം പറഞ്ഞാലും നമുക്ക് എന്തില്ല, അത് മനസ്സിലാവത്തില്ല. നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നു അല്ലേ? ഗള്ളിബിൾ ആണ്, പക്ഷേ നമ്മളെന്താണ്, ഓവർ ട്രസ്റ്റ്ഫുൾ ആയതുകൊണ്ട് നമുക്ക് എന്തില്ല, കള്ളമായിട്ട് ഫീൽ ചെയ്യില്ല. ആ ഒരു രീതിയിൽ ആലോചിക്കുക. ഗള്ളിബിൾ ആണ്, ക്രെഡുലസ് ആണ്, ഓവർ ട്രസ്റ്റ്ഫുൾ ആണ്, ഡിസീവബിൾ ആണ്, ഫൂളിഷ് ആണെന്ന് ആലോചിക്കാം. ഓക്കെ, ഇനി അടുത്ത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള അതെന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് പ്രൊഫസർ എന്ന് ആലോചിക്കുക. പ്രൊഫിഷ്യൻ്റ് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, പ്രൊഫഷണലി അവർ വെൽ സെറ്റിൽഡ് ആണെന്ന് ആലോചിക്കുക. അപ്പോൾ എന്താണ്, അവരെന്തായിരിക്കും? സ്കിൽഡ് ആയിരിക്കും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് അധിക സ്കില്ലുള്ളവരായിരിക്കും. അവർ എക്സ്പേർട്ട് ആയിരിക്കും, എല്ലാ കാര്യത്തിലും ഭയങ്കര എക്സ്പേർട്ട് ആയിരിക്കും. അഡപ്റ്റ് ആയിരിക്കും. ഈ വേർഡും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്ത്. ഈ കണ്ടോ, ഡെപ്തിൽ നോളജ് ഉള്ളവർ, ആ ഡെപ്തിൽ നോളജ് ഉള്ളവരൊക്കെ എന്തായിരിക്കും? ഭയങ്കരമായിട്ടും ബ്രില്യൻ്റ് അല്ലെങ്കിൽ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണെന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ പ്രൊഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രില്യൻ്റ് ആണ്, ഭയങ്കര ഐഡിയോളജിക്കലാണ്, അത് കഴിഞ്ഞ് എക്സ്പേർട്ടാണ്, സ്കിൽഡാണ്, പല കഴിവുള്ളവരാണ്, അഡപ്റ്റാണ്, എഫക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ച് പോവുക കേട്ടോ. ഈ ഒരു രീതിയിൽ പഠിച്ചു പോവാം.
ഇനി അടുത്ത് ആൻറ്റോണിയം ആണ് പറയുന്നത് കേട്ടോ. ആൻറ്റോണിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് വേർഡ്സ്, വിപരീത പദം എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ആൻറ്റോണിയംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻറ്റോണിയംസിൽ ഫസ്റ്റ് എന്ന് പറയുന്ന സൺ ഡ്രൈ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിയം ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് വേർഡ് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ എന്താണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്? ആദ്യത്തെ വേർഡ് എടുക്കുകയാണ് ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ പല പല വിവിധ തരത്തിലുള്ള ഡൈവേഴ്സി. നമ്മുടെ ഇന്ത്യ ഈസ് എ ഡൈവേഴ്സിഫൈഡ് കൺട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? പല തരത്തിലുള്ള റിലീജിയൻ ഉണ്ട്, പല തരത്തിലുള്ള ലാംഗ്വേജസ് ഉണ്ട്, പല തരത്തിലുള്ള ഫെസ്റ്റിവൽസ് ഉണ്ട്. ഡൈവേഴ്സിഫൈ ആണ്, എന്നാൽ പല വിവിധ തരത്തിലുള്ള എന്നുള്ള മീനിങ് ആണ് ഡൈവേഴ്സിന് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ സൺഡ്രൈ. അപ്പോൾ നമുക്ക് എന്താണ് സൺഡ്രൈയുടെ മീനിങ് അറിയണം അല്ലേ? എന്താണ് സൺഡ്രൈ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താണ് സൺഡ്രൈ എന്ന് ആലോചിക്കുമ്പോൾ സൺഡേ എന്ന് നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ സൺഡേ എന്ന് ഫീൽ ചെയ്യത്തില്ലേ? അപ്പോൾ സൺഡേ എന്ന് ആലോചിക്കുമ്പോൾ സൺഡേ ആലോചിക്കുക. അപ്പം നമ്മൾ സൺഡേ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആകെ വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. അന്ന് നമുക്ക് അത്യാവശ്യം വർക്കിനൊക്കെ പോകുന്നവരാണെങ്കിൽ അത്യാവശ്യം വീട്ടിൽ നിൽക്കാൻ പറ്റുന്ന ദിവസമാണ്. അന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യുവാടാ? നമ്മൾ അന്ന് പറ്റുമെങ്കിൽ നമ്മൾ പള്ളിയിൽ പോവും, പറ്റുമെങ്കിൽ നമ്മൾ കോവിലിൽ പോവും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തുണിയൊക്കെ ഉണ്ടെങ്കിൽ തുണി അന്ന് നനച്ചിടും, എന്തെങ്കിലും കുക്ക് ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ അന്ന് കുക്ക് ചെയ്യും, കിടന്ന് ഉറങ്ങണമെന്ന് തോന്നണമെങ്കിൽ ഉറങ്ങും. അത് കഴിഞ്ഞ് ഏതെങ്കിലും സ്ഥലത്തിൽ ഫ്രണ്ടിനെ കാണാൻ പോകണമെങ്കിൽ ഫ്രണ്ടിനെ കാണാൻ പോകും, കളിക്കാൻ പോകണമെങ്കിൽ കളിക്കാൻ പോകും. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പം സൺഡേ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? സൺഡേ എന്ന് ആലോചിക്കുക, ഭയങ്കര വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് അല്ലേ? പല പല കാര്യങ്ങളാണ്, ഒരുപാട് കാര്യമുണ്ട്. അതെല്ലാം നമ്മൾ ഒറ്റ ദിവസത്തിൽ ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തിൽ അതിനെന്തെന്ന് പറയാം? നമുക്ക് ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ സിനോണിയമാണ് ചോദിച്ചെങ്കിൽ എന്ത് വന്നേനെ? ഡൈവേഴ്സ് വന്നേനെ. ഇതിൻ്റെ സിനോണിയമാണ് ചോദിച്ചെങ്കിൽ എന്ത് വന്നേനേടാ? ഡൈവേഴ്സ് വന്നേനെ. കറക്റ്റ് മീനിങ് എന്താണ്? സൺഡ്രൈയുടെ കറക്റ്റ് മീനിങ് ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള കാര്യങ്ങൾ, പല പല വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ. ഓക്കെ, ന്യൂമറസ് ആയിട്ടുള്ള പർപ്പസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത് സ്കാൻഡി എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ എന്താണ്? ഹാൻഡി എന്ന് ആലോചിക്കണം. സ്കാൻഡി എന്ന് പറഞ്ഞാൽ ഹാൻഡി. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള കാര്യമുണ്ട്. ഇതെന്താണ്? നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങളേ ഉള്ളൂ. സ്കാൻഡി, ഹാൻഡി. ഓക്കെ, സ്കാൻഡി, ഹാൻഡി. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ എന്താണ്? കുറച്ച് കാര്യങ്ങൾ, വളരെ ലിറ്റിലായിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് ഫ്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള മീനിങ് ആണ്. കുറച്ചെന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ എന്താ വരിക? സ്കാൻഡി എന്ന് പറഞ്ഞാൽ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ, മിനിമൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് വളരെ കുറച്ച് കാര്യം ചെയ്യാവുള്ളൂ. അപ്പോൾ സ്കാൻഡി എന്ന് ആലോചിക്കുമ്പോൾ ഹാൻഡി ആലോചിക്കുക. ഹാൻഡി എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന എന്താ? മിനിമം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, മിനിമൽ എന്ന് ആലോചിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ആലോചിക്കുക? ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ? ലിമിറ്റഡ്, ഒരു കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ, ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യം. പിന്നെ മോർ ഓവർ എന്തും കൂടെ പഠിക്കണം? മിയാഗ്രേ, മെർജല്ല, മിയാഗ്രേ എന്ന് ആലോചിച്ച് പഠിക്കാം. മിയാഗ്രേ അതും എന്താണ്? സ്കാൻഡിയുടെ ഒരു സിനോണിയമാണ്. ഇത് ഇത്ര എന്താണ്? സിനോണിയമാണ് കേട്ടോ. സ്കാൻഡിയുടെ സിനോണിയമാണ് മിയാഗ്രേ, മിനിമൽ, ഹാൻഡി, ലിമിറ്റഡ്. മിയാഗ്രേ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഹാൻഡി ആയിട്ടുള്ള, വളരെ ലിറ്റിൽ എന്നുള്ളൊരു മീനിങ് ആണ്, കുറച്ചെന്നുള്ള മീനിങ് ആണ് കേട്ടോ. മിനിമൈസിങ് ആയിട്ടുള്ള, ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനാണ് മിയാഗ്രേ എന്ന് പറയണം. ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് എന്ത് വരും? അബണ്ടൻ്റ് ആയിട്ടുള്ള, ഒരുപാടുള്ളത്. അതായത് എന്താണ്? സൺഡ്രൈ. അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അബണ്ടൻ്റ് അല്ലെങ്കിൽ എന്തും പറയാം നമുക്ക്? ആമ്പിൾ എന്ന് പറയാം. ആമ്പിൾ അല്ലേ? ആമ്പിൾ എന്ന് ആലോചിക്കുമ്പോൾ ആപ്പിൾ എന്ന് ആലോചിക്കുക. ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാടുണ്ട് അല്ലേ? ഒരു മരത്തിൽ എത്ര ആപ്പിൾ കായ്ക്കും? ഒരുപാട് കായ്ക്കും. അപ്പോൾ അതെന്താണ്? അബണ്ടൻസിന് തുല്യമാണ് അല്ലേ? ഒരുപാട്. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാടെന്നുള്ള മീനിങ് ആണ്. ഏറെക്കുറെ. അബണ്ടൻസ് ആണ്, പൈസയുടെ അബണ്ടൻസ് ആണ് എന്നുള്ള മീനിങ്ങിൽ നമ്മൾ പറയുന്നില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൺഡ്രൈയുടെ കറക്റ്റ് മീനിങ് എന്താണ്? ഒന്നി ഡൈവേഴ്സ് ആണ്, പലതരത്തിലുള്ള കാര്യങ്ങൾ, അബണ്ടൻ്റ് ആണ്, ആമ്പിൾ ആണ്, ആ ഒരു മീനിങ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തോ വരും? സ്കാൻഡി ആണ്, കുറച്ചേ ഉള്ളൂ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. സ്കാൻഡി ആണ്, ലിമിറ്റഡ് ആണ്, മിനിമൽ ആണെന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഏതും പ്രൊഫ്യൂസും എന്ത് തന്നെയാണ്? അബണ്ടൻ്റ് ആയിട്ടുള്ള ഫ്യൂസുകൾ, ഒരുപാട് ഫ്യൂസുകൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ? നമ്മൾ വീടെടുത്ത് നോക്കിയാണ് ഫ്യൂസ് അവിടെ നിന്ന് കണക്ട് ചെയ്യുന്നു, ഇവിടെ നിന്ന് കണക്ട് ചെയ്യുന്നു, പല ഡയറക്ഷനിൽ നിന്ന് ഫ്യൂസുകൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഒരുപാട് അബണ്ടൻ്റ് ആയിട്ടുള്ള വയേഴ്സ്. അതും എന്ത് തന്നെയാണ് മീനിങ് ചെയ്യുന്നത്? നമ്മുടെ സൺഡ്രൈ എന്ന് തന്നെയാണ് മീനിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ആണ്, ഫ്യൂസുകൾ കൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അബണ്ടൻ്റ് ആയിട്ട് വയർ കണക്ഷൻസ് ഉള്ള വീട്,
പ്രൊഫ്യൂസ് ആണെന്ന് ആലോചിക്കുക. ഓക്കെ, പ്രൊഫ്യൂസ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ആ ഒരു രീതിക്ക് തന്നെ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ സൺഡ്രയുടെ സിനോണിയമാണ് ചോദിച്ചതെങ്കിൽ, സൺഡ്രയുടെ സിനോണിയംസ് ആണ് ചോദിച്ചതെങ്കിൽ ഏതൊക്കെയാണ്? ഡൈവേഴ്സ്, പ്രൊഫ്യൂസ്, ആംബിൾ. ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണ്? അബണ്ടൻസ്, ഒരുപാട്. അബണ്ടൻസ്, ഒരുപാട് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ആംബിൾ ആയിട്ടുള്ള, ലിബറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിട്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ നമ്മൾ എന്ത് പറയണം? ഇതിൻ്റെ ആൻറ്റോണിയം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻറ്റോണിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം നമുക്ക്? സ്കാൻഡി ആണല്ലേ, സ്കാൻഡി ആണ് ആൻറ്റോണിയം. സ്കാൻഡി ആണ് ആൻറ്റോണിയം. അതെന്ത് പറഞ്ഞാൽ ഹാൻഡി എന്നുള്ള മീനിങ് ആണ്, കുറച്ച്, മിനിമം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അത് അത്രയും വേർഡ് മനസ്സിലായല്ലോ. ഈ ഒരു രീതിക്ക് നമുക്ക് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് അത്ര ടൈം എടുത്തത്. ആ ഒരു രീതിക്ക് ഇത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പോവുക. അപ്പോൾ ഫസ്റ്റ് എന്താണ് നമുക്ക് ബൈഗോട്ട് എന്താണെന്ന് അറിയണം അല്ലേ? ബൈഗോട്ട് എന്താണെന്ന് അറിയണം. എന്താണ് ബൈഗോട്ട് എന്ന് പറഞ്ഞാൽ? ബൈഗോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാധനത്തിൽ അധികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാര്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഒരു കാര്യത്തിനുള്ള അധികമായ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ അധിനിവേശം എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഭയങ്കരമായിട്ടും അതിനെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഇപ്പം റിലീജിയസിന് എഗെയിൻസ്റ്റ് ആയിട്ട് തോന്നുന്നെങ്കിൽ റിലീജിയസിനെ മൊത്തത്തിൽ അങ്ങ് എന്ത് ചെയ്യുക, അടിച്ചമർത്തുക നോക്കത്തില്ലേ? ഇപ്പം ഗേ, അതുപോലെ ഇങ്ങനത്തെ സെക്ഷലി ആയിട്ടുള്ള ബാക്കി പീപ്പിൾസ് ഉണ്ടല്ലോ, നമ്മുടെ ലെസ്ബിയൻസ്, അവരെയൊക്കെ എന്താണ് എഗെയിൻസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഹോമോഫോബി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പായിട്ട് അവരെ തിരിക്കത്തില്ലേ? അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് തരാം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ വെറുക്കുന്നുണ്ടെങ്കിൽ അതിലങ്ങ് കംപ്ലീറ്റ്ലി അവരെന്ത് ചെയ്യുകയാണ്, വെറുക്കുകയാണ്. റിലീജിയന് ഇഷ്ടമല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അവരെന്ത് ചെയ്യുകയാണ്, റിലീജിയൻ അങ്ങ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈഗോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ബൈഗോട്ട് എന്ന് പറയുന്നത് കേട്ടോ. അതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ പറയത്തില്ലേ ഈ കറുത്ത വർഗ്ഗക്കാരടുത്ത് പ്രത്യേകം എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, റേസിസ്റ്റ് എന്ന് നമ്മൾ പറയത്തില്ലേ, അതെല്ലാം ഏതിലാണ് വരുന്നത്? ബൈഗോട്ടിലാണ് വരുന്നത്. അപ്പം ഹോമോഫോബിയൻസ്, റിലീജിയൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവർ, അതുപോലെ തന്നെ റേസിസ്റ്റുകൾ, സെക്സിസ്റ്റുകൾ, ഇതെല്ലാം ഏതിലാണ് വരുന്നത്? നമ്മൾ ബൈഗോട്ടായിട്ടാണ് വരുന്നത്. എന്തിനെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട്, കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുക, ഒരു സംഭവം, ഒരു കോൺസെപ്റ്റിന് എഗെയിൻസ്റ്റ് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നവരെയാണ് ബൈഗോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ബൈഗോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ റേസിസ്റ്റ് നമ്മൾ പറഞ്ഞു, അതെന്താണ്? സിനോണിയംസ് ആണ് കേട്ടോ. സിനോണിയംസ് ആണ്. അത് കഴിഞ്ഞ് ഇൻടോളറൻറ്റ്, ഒന്നിനെയും ടോളറേറ്റ് ചെയ്യാത്ത ആൾക്കാർ, എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ അതിന് എഗെയിൻസ്റ്റ്, അപ്പോൾ അതെന്താണ്? ഇൻടോളറൻ്റ് ആണ്, സഹിക്കാൻ പറ്റാത്തവർ. ഇത് നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കും, ഇവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തായാലും സംസാരിക്കും. അങ്ങനത്തെ ആൾക്കാരെയാണ് ഇൻടോളറൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതും എന്താണ്? ബൈഗോട്ടിൻ്റെ സിനോണിയമാണ്. ഇനി അടുത്ത് എക്സ്ട്രീമിസ്റ്റുകൾ എന്തിന് എഗെയിൻസ്റ്റ് ആയിരുന്നുടാ? നമ്മുടെ മോഡറേറ്റ് ചിന്താഗതിക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു അല്ലേ എക്സ്ട്രീമിസ്റ്റുകൾ. അവരും എന്താണ്? എന്തോ ഒരു കാര്യത്തിന് എഗെയിൻസ്റ്റ് ആണ്. എന്തിൻ്റെ കാര്യത്തിനാണ് എന്ന് വെച്ചാൽ പീസ്ഫുൾ ആയിട്ട് ഒരു കാര്യവും നടക്കണ്ട, വാറില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്ക് മാറി മോഡറേറ്റ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നവരാണ് എക്സ്ട്രീമിസ്റ്റുകൾ അല്ലേ. നമ്മുടെ മോഡറേറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നവരാണ് എക്സ്ട്രീമിസ്റ്റ്. അപ്പോൾ അവരും എന്താണ്? എന്തോ ഒരു കാര്യത്തിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പം ബൈഗോട്ട് എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവരെന്താണ്? എക്സ്ട്രീമിസ്റ്റുകളായിരിക്കും, ഇൻടോളറൻ്റ് ആയിരിക്കും, റേസിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ഏത് മാത്രമേ ഉള്ളൂ ആൻറ്റോണിയമായിട്ട് നമുക്ക്? അതിൻ്റെ ആൻറ്റോണിയം എന്ത് വരണോടാ? ലിബറൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയേണ്ടത്? ലിബറൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്രീഡം ഉള്ളവർ, ഭയങ്കരമായിട്ടും എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നവർ, എല്ലാത്തിനെയും ഒരുപോലെ കാണും, സെക്യുലർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നവർ അല്ലേ. സെക്യുലറായിട്ട്, ലിബറലായിട്ട് എല്ലാ കാര്യത്തിനും ഞാൻ ഇങ്ങനെ കാണത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്നവർ, ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ഭയങ്കര മിതവാദികളായിട്ട് ഭയങ്കര രീതിയിൽ എല്ലാം സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നവരെയാണ് നമ്മൾ ലിബറൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇതിൻ്റെ ഓപ്പോസിറ്റ്സ്, ബൈഗോട്ടിൻ്റെ ഓപ്പോസിറ്റ് അതായത് ആൻറ്റോണിയം എന്ന് പറയുന്നത് ലിബറലാണ്. ഓക്കെ, ആ ഒരു പോയിന്റ് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തയിലേക്ക് കടക്കാം. എലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലൂഡ് ചെയ്യുക അല്ലേ. എലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ആവുക എന്ന് വെച്ചാൽ എക്സ്ക്ലൂഡ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്കേപ്പ് ആവുക. എസ്കേപ്പ്. എലൂസീവ്, എലൂഷൻ എന്നൊക്കെ പറയുമ്പം എലി എന്നൊക്കെ ആലോചിക്കുക. എലൂസീവ്, എലി എന്ത് ചെയ്തു? പെട്ടെന്ന് രക്ഷപ്പെട്ട് കളഞ്ഞല്ലേ, എസ്കേപ്പായി.
നമ്മൾ ടോം ആൻഡ് ജെറിയിലെ ജെറി എന്താണ്, എലിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എസ്കേപ്പ് ആയെന്ന് വിചാരിക്കുക. എന്തായെന്ന് വിചാരിക്കുക, എസ്കേപ്പ് ആയെന്ന് വിചാരിക്കുക. ഓക്കെ, എസ്കേപ്പ് ആയി, പെട്ടെന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് എലൂസീവിൻ്റെ മീനിങ്, എസ്കേപ്പ് ആവുക, ഇവേഡ് ആവുക, ഇവാഡ് ആവുക, എലൂസീവ് ആവുക, ആ ഒരു മീനിങ് ആണ്. രക്ഷപ്പെടുക എന്നുള്ള, പെട്ടെന്ന് ഓടി ഒളിക്കുക എന്നുള്ള, ഹിഡൻ ആവുക എന്നുള്ള മീനിങ് ആണ്. മാഞ്ഞു പോവുക, ആ ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ മീനിങ് വരുന്ന വേറെ ഏതെങ്കിലും വേർഡ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല, വേറെ ഒക്കെ നോക്കാം നമുക്ക്. എക്സ്പ്ലോസീവ്, എന്താണ് എക്സ്പ്ലോസ് ചെയ്യുന്നത്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന കാര്യങ്ങൾ അല്ലേ, ഇത് ഓടി ഒളിക്കുന്ന കാര്യങ്ങൾ. ഇതൊന്നും എന്താണ് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള. എലൂസീവ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള, ഭയങ്കര എസ്കേപ്പ് ആവാൻ പറ്റുന്ന, ഇവേഡ് ആവുന്ന കാര്യങ്ങളെയാണ് പറയുന്നത്. എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൊട്ടിത്തെറിക്കുന്ന കാര്യങ്ങൾ, ഫ്ലെയിമബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, പെട്ടെന്ന് തീ കത്തിപ്പിടിച്ച് അതെന്ത് ചെയ്യും, ബേസ്റ്റ് ആവുന്ന കാര്യങ്ങളെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്, എക്സ്പ്ലോസീവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് അഫോർഡബിൾ പ്രൈസിലാണ് അല്ലേ, അത് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടായി, അഫോർഡബിൾ പ്രൈസ് ആണെന്നുള്ളത്. നമുക്ക് പറ്റുന്ന പ്രൈസ് ആണെന്നുള്ള മീനിങ്. ഇനി അടുത്ത് ഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സെർട്ടൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, സെർട്ടൈൻ ആയിട്ടുള്ള, നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഫിക്സഡ് ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യങ്ങളെയാണ്, ഫിക്സഡ് ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെഫിനിറ്റ് എന്ന് പറയുന്നത് അല്ലേ, ഡെഫിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എലൂസീവിൻ്റെ, എലൂസീവ് എന്ന് പറഞ്ഞാൽ ഓടി ഒളിക്കുക, ഒന്നിൽ നിന്നും ഇങ്ങനെ ഫിക്സഡ് ആയിട്ട് നിൽക്കാതെ അൺസ്റ്റേബിൾ ആയിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഏത് വരുവാണ് നമുക്ക്, ഡെഫിനിറ്റ് അല്ലേ വരിക. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയുള്ള കാര്യങ്ങൾ, എന്തായാലും അവിടെ തന്നെ കാണും, ഡെഫിനിറ്റ് ആയിട്ടും കാണും എന്ന് പറയുന്ന, ഭയങ്കര ക്ലിയർഫുൾ ആയിട്ടുള്ള, ഭയങ്കരമായിട്ടും എന്താണ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഡെഫിനിറ്റ് എന്ന് പറയുന്നത്. അതേസമയം എലൂസീവ് എന്താണ്, നെഗറ്റീവാണ് അല്ലേ, എലൂസീവ് ഓടി ഒളിക്കുക, ഒളിഞ്ഞിരിക്കുക, ഹിഡൻ ആയിരിക്കുക എന്നുള്ള മീനിങ് ആണ്. എന്തെങ്കിലും ഒരു സഹായത്തിന് വിളിച്ചാൽ ഇല്ല, അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സണെയാണ് നമ്മൾ എലൂസീവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താണ്, ഹാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാസ്റ്റ് ഫാസ്റ്റ് എന്ന് ആലോചിക്കുക, ഹാസ്റ്റ് ഫാസ്റ്റ് എന്ന് ആലോചിക്കുക, ഹറിയാണ് കേട്ടോ, ഹറി, പെട്ടെന്ന്, പെട്ടെന്ന്, ഫാസ്റ്റ്, ഹറി, ഹാസ്റ്റ്, ഹാസ്റ്റ്. ഹാസ്റ്റിൻ്റെ മീനിങ് എന്താണ്, ഫാസ്റ്റ് എന്നുള്ള മീനിങ് ആണ്, ഹാസ്റ്റ്, ഫാസ്റ്റ്, ഹറി. ഓക്കെ, ആ ഒരു രീതിക്ക് ആലോചിക്കുക. അപ്പോൾ എലൂസീവിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്, എലൂസീവിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്, ഡെഫിനിറ്റ് ആണ് കേട്ടോ, ഡെഫിനിറ്റ് ആണ്. എൻറ്റോണിയം എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആണ്. ഇനി അടുത്ത് വെർബോസിറ്റി, നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. വെർബോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വെർബുകൾ വാരി ഉപയോഗിക്കാൻ പറ്റുന്ന ആൾ, വെർബോസിറ്റി അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കരമായിട്ടും ടോക്കറ്റീവ് ആയിട്ടുള്ള ആളുകൾ, ഭയങ്കരമായിട്ടും ടോക്കറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, ഒരുപാട് സംസാരിക്കാൻ കഴിവുള്ളവരെയാണ് നമ്മൾ വെർബോസിറ്റി. വെർബുകൾ അറിയാൽ ഒരുപാട് ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ട് അല്ലേ, നമുക്ക് പല പല കാര്യങ്ങൾ, ഡൂയിങ് വേർബ്സ് എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കാൻ അറിയുന്നത് ആരായിരിക്കും, നന്നായിട്ട് സംസാരിക്കുന്നവരാണ്. അപ്പോൾ വെർബോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആൾക്കാർ, ടോക്കറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, ടോക്കറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, ടോക്കറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് എന്ത് വരുവാണ് നമുക്ക്, വെഞ്ചൻസിൻ്റെ മീനിങ് എന്താ, വെഞ്ചൻസിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നിന്ന് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ വേർഡിൻ്റെ മീനിങ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. വെഞ്ചൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, വെഞ്ചൻസ്, വെഞ്ചൻസ് ഇങ്ങനെ വായിച്ച് വായിച്ച് എന്ത് വരും, അത് റിവെഞ്ച് അല്ലേ, വെഞ്ചൻസ്, വെഞ്ചൻസ്, റിവെഞ്ച് എന്നുള്ളൊരു മീനിങ് ആണ്, റിവെഞ്ച്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഒരു റിവെഞ്ച് ആണ്, ഭയങ്കരമായിട്ടും ശത്രുത കാണിക്കുക, ഒരു കാര്യത്തിനെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിവെഞ്ച് ചെയ്യണം, നമുക്ക് എങ്ങനെയെങ്കിലും അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ള ഒരു വെഞ്ചൻസ്, ആ ഒരു വെഞ്ചിങ് ഉണ്ടല്ലോ, ഭയങ്കര ആ ഒരു രീതിക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യം കൊണ്ട് നമ്മളങ്ങ് എങ്ങനെയെങ്കിലും അതിനൊന്ന് എക്സ്പ്ലോഡ് ചെയ്താൽ മതിയെന്ന് ആലോചിക്കുന്നവർ, എങ്ങനെയെങ്കിലും റിവെഞ്ച് എടുത്താൽ മതിയെന്ന് ആലോചിക്കുന്നവരാണ് വെഞ്ചൻസ്, വെഞ്ച്, വെഞ്ച് ആയിരിക്കുക. വെഞ്ചിൻ്റെ മീനിങ് എന്ത് തന്നെയാണ്, ദേഷ്യം, ഭയങ്കരമായിട്ടും ക്രൂവലായിട്ട് ബിഹേവ് ചെയ്യുന്നതിനെയാണ് വെഞ്ചൻസ്, വെഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. അവെഞ്ച് ചെയ്യുക, അവെഞ്ച് ചെയ്യുക, റിവെഞ്ച് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു മീനിങ്. ഓക്കെ, ഇനി അടുത്ത് സക്സിങ്ക്റ്റ്നെസ്, സക്സിങ്ക്റ്റ്നെസ്. അപ്പോൾ എന്താണ് സക്സിങ്ക്റ്റ്നെസ്, സക്സ് ചെയ്യുക, സക്സ്. അപ്പോൾ എന്താണ്, അത് ഒരു കുറച്ച് ഷോർട്ടൺ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, ചുരുക്കി പറയുക എന്നുള്ള മീനിങ് ആണ് എന്തിന് വരുന്നത്, സക്സിങ്ക്റ്റ്നെസ്സിന് പറഞ്ഞാൽ സമ്മറി ആയിട്ട് പറയുക, സമ്മറി ആയിട്ട് പറയുക, അല്ലെങ്കിൽ കൺസൈസ് ആയിട്ട് പറയുക, സൈസ് കുറച്ച് പറയുക, കൺസൈസ് ആയിട്ട്, കുഞ്ഞായിട്ട്, ഷോർട്ടൺ ആയിട്ട് പറയുക. വെർബോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര ടോക്കറ്റീവായിട്ട് ലെങ്ത് ഒക്കെ കൂട്ടി ഭയങ്കരമായിട്ട് ഒരു സ്പീച്ച് തന്നെ നടത്താനുള്ള ശേഷിയുള്ളവർ, ഭയങ്കരമായിട്ട് സ്പീച്ച് ഓറിയൻറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന ഒറേറ്റേഴ്സിനെയാണ് വെർബോസിറ്റി ഉള്ളവരെന്ന് നമ്മൾ പറയുന്നത്, ഒറേറ്റിംഗ് ആയിട്ടുള്ളവരെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ സക്സിങ്ക്റ്റ്നെസ് എന്ന് പറയുന്നത്, സക്സിങ്ക്റ്റ്നെസ്. അപ്പോൾ അതെന്താണ് ശരിക്കും പറഞ്ഞാൽ സമ്മറി ബേസ്ഡ് ആയിട്ട്, കുറച്ച് കാര്യം ഉണ്ടെങ്കിൽ ആ കുറച്ച് കാര്യം മാത്രമേ പറയത്തുള്ളൂ,
ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യം ഉണ്ടെങ്കിൽ ആ സമ്മറി മാത്രം പറയുന്ന, ആ കൺസൈസ് ഐഡിയ, കുറച്ച് ഷോർട്ട് പോയിന്റ്സ് മാത്രം പറയുന്നവരാണ് സക്സിങ്ക്റ്റ്നെസ് നമ്മൾ പറയുന്നത് കേട്ടോ. സക്സിങ്ക്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ കോമ്പാക്റ്റ് ആയിട്ട് ഷോർട്ടായിട്ട് പറയുന്നവർ. കോമ്പാക്റ്റ് എന്ന് പറയത്തില്ലേ, കോമ്പാക്റ്റ്, ഒരു കോമ്പാക്റ്റ് പാക്ക് ആണെന്ന് പറയുന്നില്ലേ, കോമ്പാക്റ്റ് ബോക്സ്. കോമ്പാക്റ്റ് ആണ്, ഷോർട്ടൺ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സക്സിങ്ക്റ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഗാരുലസും എന്ത് തന്നെയാണ്, വെർബോസിറ്റിക്ക് തുല്യമായിട്ടുള്ള അർത്ഥമാണ് കേട്ടോ. വെർബോസിറ്റിക്ക് തുല്യമായിട്ടുള്ള അർത്ഥമാണ് ഗാരുലസ്. അപ്പോൾ വെർബോസിറ്റി എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, ഭയങ്കരമായിട്ട് സ്പീച്ച് നടത്തുക, ടോക്കറ്റീവ് ആണ്, ഒറേറ്റർ ആണ്. ഗാരുലസ് ആണ് ഭയങ്കര ലെങ്തൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, ഭയങ്കരമായിട്ട് ബ്രോഡായിട്ട് പറയുക. ആ ഒരു മീനിങ് ആണ് കേട്ടോ, ആ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, സക്സിങ്ക്റ്റ്നെസ് എന്ന് പറയുന്നത് സമ്മറിയാണ്, കൺസൈസ് ആണ്, കോമ്പാക്റ്റ് ആണ്, ഷോർട്ട് ആണ്. ഗാരുലസ് ഓക്കെ, ഗാരുലസ് ഓക്കെ. ആ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനി അടുത്ത് കാൻഡുവർ എന്ന് പറഞ്ഞാൽ എന്താണ്, റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. കാൻഡുവർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഫ്രാങ്ക് ആയിട്ട്, ഓണസ്റ്റ് ആയിട്ട്, നമ്മൾ ഓണസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് കാൻഡോർ എന്ന് പറഞ്ഞാൽ. കാൻഡിഡ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, കാൻഡിഡ് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ, നമ്മൾ റിയൽ ആയിട്ടുള്ള, നമ്മൾ എങ്ങനെയാണോ റിയൽ ആയിട്ട് നിൽക്കുന്നത്. കാൻഡിഡ് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ നമ്മൾ കാണാതെ പെട്ടെന്ന് ഫോട്ടോ എടുക്കുക, കാൻഡിഡ് ആയിട്ട് എടുക്കുക. അപ്പോൾ കാൻഡിഡ് ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ ആയിട്ടുള്ളതാണ് എടുക്കുന്നത് അല്ലേ, ഒന്നും ആർട്ടിഫിഷ്യൽ അല്ല. ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്നെങ്കിലും കാൻഡിഡിൻ്റെ മീനിങ് എന്താണ്, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ലിക്കിനെയാണ് കാൻഡിഡ് ഫോട്ടോസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ കാൻഡിഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ, ഒരു ഇമാജിനേറ്റീവ് അല്ലെങ്കിൽ ഫ്രാങ്ക് ആയിട്ടുള്ള, ഒരു ഓപ്പൺനെസ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ്, ഫ്രാങ്ക് ആയിട്ടുള്ള, ഓപ്പൺ ആയിട്ടുള്ള, നമ്മൾ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതായിട്ട് പറഞ്ഞാൽ ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാൻഡുവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാൻഡുവർ എന്ന് പറഞ്ഞാൽ കാൻഡിഡ് എന്ന് ആലോചിക്കുക. കാൻഡിഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ള, റിയൽ റിയാക്ഷൻ ആണ്, റിയൽ ആയിട്ടുള്ള, ഫ്രാങ്ക് ആയിട്ടുള്ള, ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാൻഡുവർ എന്ന് പറയുന്നത്. അപ്പോൾ വെർബോസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, സക്സിങ്ക്റ്റ്നെസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോർട്ടൺ ചെയ്ത് സംസാരിക്കുക, കുറച്ച് ലെങ്ത് കുറച്ച് സംസാരിക്കുക, കോമ്പാക്റ്റ് ആയിട്ട് സംസാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് അറിയാമല്ലോ. സക്സിങ്ക്റ്റ്നെസ് ആണ്, വെർബോസിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് സക്സിങ്ക്റ്റ്നെസ്. എലൂസീവിൻ്റെ ഓപ്പോസിറ്റീവ് ആണ് എന്ത്, എലൂസീവിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡെഫിനിറ്റ്. ഓക്കെ, ഇനി അടുത്ത് കാപ്രീഷ്യസ്. അടുത്ത വേർഡാണ് കാപ്രീഷ്യസ്. എന്താണ് കാപ്രീഷ്യസ്? ആൻറ്റോണിംസിൽ കാപ്രീഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന കാര്യം, ചേഞ്ചബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. കാപ്രീഷ്യസ് എന്നൊക്കെ ആലോചിക്കുക, കാപ്പി അല്ലേ, കാപ്പി. അപ്പോൾ നമുക്ക് ഇന്നൊരു കാപ്പി കുടിക്കണമെങ്കിൽ നാളെ വേറൊരു കാപ്പി കുടിക്കുന്നു. അപ്പോൾ കാപ്രീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ, ചേഞ്ചബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. കാപ്രീഷ്യസ്, കാപ്പി എന്ന് ആലോചിക്കുക. കാപ്രീഷ്യസ് എന്ന് ആലോചിക്കുമ്പോൾ കാപ്പി ആലോചിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കാപ്പി കുടിക്കാൻ തോന്നിയാൽ നാളെ വേറൊരു സ്ഥലത്ത് പോയി കാപ്പി കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ ചേഞ്ചബിൾ ആണ്, ഭയങ്കര ചേഞ്ചബിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളെയാണ് കാപ്രീഷ്യസ് എന്ന് പറയുന്നത്. ഇൻകോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇൻകോൺസ്റ്റൻ്റ് ആയിട്ടുള്ള, കോൺസ്റ്റൻ്റ് അല്ലാത്ത, ടെമ്പററി എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ. ഇൻകോൺസ്റ്റൻ്റ് ആയിട്ടുള്ള, അൺസ്റ്റേബിൾ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാപ്രീഷ്യസ് എന്ന് പറഞ്ഞാൽ. കാപ്പി കുടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഓരോ ദിവസം ഓരോ റെസ്റ്റോറൻറ്റിൽ പോകും. ഇവിടുത്തെ കൊള്ളത്തില്ല, അടുത്തയിൽ പോവാം, പല വെറൈറ്റീസ് ട്രൈ ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ എന്താണത്, ചേഞ്ചബിൾ ആയിട്ടുള്ള കാര്യമാണ്, ഇൻകോൺസ്റ്റൻ്റ് ആണ്. എന്നും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതല്ല, ഇൻകോൺസ്റ്റൻ്റ് ആണ്, അൺസ്റ്റേബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും എന്ത് തന്നെ വരുവാടാ, അൺസ്റ്റേബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ അർത്ഥം സ്റ്റേബിൾ ആണ് എന്ന്. നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റേബിൾ എന്ന് പറയുന്നത്. അപ്പം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ്. കാപ്രീഷ്യസ് എന്ന് പറഞ്ഞാൽ ചേഞ്ചബിൾ ആയിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റേബിൾ ആണ്. ഈ ഫിക്കിളിൻ്റെ മീനിങ്ങും എന്ത് തന്നെയാണ്, ചേഞ്ചബിൾ എന്നുള്ള മീനിങ് ആണ്. ഫിക്കിൾ ചെയ്യുക, നമ്മൾ പറഞ്ഞില്ലേ, ഫിക്കിൾ എന്ന് ആലോചിക്കുമ്പോൾ പിക്കിളും. കാപ്രീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാപ്പി നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഫിക്കിൾ എന്ന് ആലോചിക്കുമ്പോൾ പിക്കിൾ എന്ന് ആലോചിക്കുക. പിക്കിളും നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് മാങ്ങാച്ചാർ കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് നാരങ്ങ അച്ചാറായിരിക്കും നാളെ കഴിക്കാൻ തോന്നുന്നത്, അത് കഴിഞ്ഞ് മുളകച്ചാർ കഴിക്കുന്നു. അപ്പം എന്താണ്, പിക്കിള് ചേഞ്ചബിൾ ആണ്, നമുക്ക് ഒന്നിൽ നിന്ന് ചാടിക്കളിക്കാൻ തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പം കാപ്രീഷ്യസ്, ഫിക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരേ മീനിങ് ആണ്. എന്താണ്, ചേഞ്ചബിൾ ആയിട്ടുള്ള, അൺസ്റ്റേബിൾ ആയിട്ടുള്ള, ഇൻകോൺസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. വാരിയബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, വാരിയബിൾ XYZ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. വാരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വേരിയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ, വേരിയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, വേരിയിങ് ആയിട്ടുള്ള കാര്യം.
ഇനി ആർബിട്രറി. എന്താണ് ആർബിട്രറി? നമ്മുടെ റാൻഡം ചോയ്സ് വെച്ചിട്ട് ആർബിട്രറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളൊരു കാര്യം ചെയ്യുക. റാൻഡം ചോയ്സ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ സെലക്ട് ചെയ്യുക. ബേസ്ഡ് ഓൺ റാൻഡം ചോയ്സ്. നമ്മൾ ഇന്ന് ഇത് കഴിക്കാം. അതും ശരിക്കും പറഞ്ഞാൽ കാപ്രീഷ്യസിൻ്റെയൊക്കെ ഏകദേശം ഒരു സിനോണിമായിട്ട് തന്നെയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമനുസരിച്ച് റാൻഡം ചോയ്സ് അനുസരിച്ച് നമ്മൾ കഴിക്കുകയാണ്. ഓക്കെ, റാൻഡം ചോയ്സ് അതും എന്ത് തന്നെയാണ് മീനിങ് ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇപ്പം എന്താണ് ഒരു വെറൈറ്റി ഓഫ് ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ നാളെ നമുക്ക് വേറെ വെറൈറ്റി ഓഫ് ഐറ്റംസ് കഴിക്കാൻ തോന്നും. അപ്പോൾ അതെന്താണ്? നമ്മൾ റാൻഡം ചോയ്സ് എടുക്കും. ഇന്ന് ഈ കടയിൽ പോവാം, അല്ലെങ്കിൽ നാളെ ഈ കടയിൽ പോവാം. അപ്പോൾ അതെന്താണ്? ഒരുപാട് കടകൾ ഉള്ളതിൽ അതിലൊരു റാൻഡം ഒന്ന് നമ്മൾ ചൂസ് ചെയ്യും. എന്നിട്ട് അവിടെ പോയി എന്ത് ചെയ്യും? ഫുഡ് ഓർഡർ ചെയ്യും അല്ലേ? അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളൊരു സാധനം റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്നു. അതായത് അതിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്? അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർബിട്രറി എന്ന് പറഞ്ഞാലും ചേഞ്ചിങ് ആണ്. റാൻഡം ചോയ്സ് അനുസരിച്ച്, നമ്മുടെ ചോയ്സ് അനുസരിച്ച് എന്ത് കഴിക്കാൻ പോകണമെന്നുള്ള ചോയ്സ് അനുസരിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു കട സെലക്ട് ചെയ്യുന്നു. ആ ഒരു മീനിങ് ആണ്. അപ്പോൾ ഇത്രയും വേർഡ്സിൻ്റെ മീനിങ്ങിൽ ഏതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് ചോദിച്ചാൽ സ്റ്റേബിൾ ആണ്. കാപ്രീഷ്യസിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റേബിൾ ആണ്. ആ ഒരു രീതിക്ക് പഠിക്കുക. ഇനി അടുത്ത് എന്താണ്? സാക്രഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് സാക്രഡ്? നമ്മൾ പുണ്യമായിട്ടുള്ള കാര്യം അല്ലേ? ഭയങ്കരമായിട്ട് നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന സാക്രഡ് എന്ന് പറയില്ലേ? സാക്രഡ് ട്രീസ്, സാക്രഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. മറ്റേ നമ്മളെന്താണ് ദൈവത്തിന് കൊടുക്കുന്ന സാധനമാണ്, സാക്രഡ് ആയിട്ടുള്ള സാധനമാണ്. സാക്രഡ് ടെമ്പിൾ, സാക്രഡ് മോങ്സ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തിൽ. അപ്പോൾ എന്താണ്? ഭയങ്കരമായിട്ട് പുണ്യമായിട്ടുള്ള കാര്യങ്ങൾ. അതിനെന്താ പറയുക? ഹോളി പരമായിട്ടുള്ള നമ്മൾ പറഞ്ഞില്ലേ ഹോളി ബൈബിൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നമുക്ക് ഭയങ്കരമായിട്ടും വിശ്വാസമുള്ള, നമ്മൾ ഭയങ്കരമായിട്ടും റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള, വർഷിപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സാക്രഡ് എന്ന് പറയുന്നത്. ഓക്കെ, വർഷിപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. വർഷിപ്പ്, ഹോളി, പ്രൊഫൈൻ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഈ സെയിം മീനിങ്. പ്രൊഫൈൻ അല്ല, പ്രൊഫ്യൂസ് എന്നുള്ള രീതിക്കാണ് കേട്ടോ. പ്രൊഫ്യൂസ് അത് നമ്മൾ പറഞ്ഞു അബണ്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നേരത്തെയും പറഞ്ഞു. പ്രൊഫ്യൂസ് എന്ന് പറഞ്ഞാൽ അബണ്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്രൊഫെയിൻ എന്ന് പറഞ്ഞാൽ എന്ന് പറയണം? പ്രൊഫെയിൻ ആണ്. ഫെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഫൈനിൻ്റെ അർത്ഥം എന്താ ശരിക്കും പറഞ്ഞാൽ? ഈ പറയുന്ന ഫെയിനിൻ്റെ അർത്ഥം പ്രിറ്റൻഡ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. നമ്മൾ കള്ളം നടിച്ച് നിൽക്കുകയാണ്. ഫൈൻ ആണെന്ന് പറയുക, പ്രിറ്റൻഡ് ചെയ്യുക അല്ലേ? ഫൈൻ എന്ന് പറയുക, പ്രിറ്റൻഡ് ചെയ്യുക. നമ്മൾ അതിനെന്ത് ചെയ്യുകയാണ്? അങ്ങനെയാണെന്ന് പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിക്കുകയാണ്. അതുപോലെയാണ് പ്രൊഫൈൻ. ഞാൻ പ്രോയാണ്, ഫൈൻ ആണ്, ഞാൻ ഫൈൻ ആണെന്നുള്ള മീനിങ്ങിലേക്ക് ആലോചിക്കുമ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ? സാക്രഡ് ആണെന്ന് വിചാരിക്കും, ഒരു റിലീജിയസ് ആണെന്ന് വിചാരിക്കും. പക്ഷെ അവരെന്താണ് ശരിക്കും പറഞ്ഞാൽ? റിലീജിയസിന് എഗെയിൻസ്റ്റ് ആണ്. ഫൈൻ എന്ന് പ്രിറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെന്താണ്? നമുക്ക് എന്ത് പറയാം? നോൺ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, നമുക്ക് എന്ത് പറയാം? നോൺ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയാം. അൺഗോഡ്ലി ആയിട്ടുള്ള ആൾക്കാരെയാണ് അൺഗോഡ്ലി. നമുക്ക് ദൈവത്തിനെയൊക്കെ എന്ത് ചെയ്യുന്നത്? നിന്ദിക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് എന്ത് പറയുന്നത്? പ്രൊഫൈൻ എന്ന് പറയുന്നത് കേട്ടോ. പ്രൊഫൈൻ എന്ന് പറയുന്നത്, പ്രൊഫൈൻ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് അൺഗോഡ്ലി ആയിട്ടുള്ള ആൾക്കാരെയാണ് പ്രൊഫൈൻ എന്ന് പറയുന്നത്. നാരോ എന്ന് പറഞ്ഞാൽ നാരോ ചിന്താഗതി എന്ന് പറഞ്ഞാൽ നാരോ മൈൻഡഡ് പീപ്പിൾ, ഭയങ്കര ബ്രോഡായിട്ടല്ല അവർ ചിന്തിക്കുന്നത്. അവർ ഇടുങ്ങിയ ചിന്താഗതി ഉള്ളവരെയാണ് നാരോ എന്നുള്ള മീനിങ്ങിൽ. നാരോ ഇടത്, കുറച്ച് കുഞ്ഞു വഴി എന്നുള്ള മീനിങ് ആണ് നാരോയ്ക്ക് വരുന്നത്. നാരോ എസ്കേപ്പ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഒരു തലതാരിടയ്ക്ക് ഒരു നാരോ എസ്കേപ്പ് വഴി അവരെന്ത് ചെയ്തു? രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന കുഞ്ഞു വഴി എന്നുള്ള മീനിങ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സേക്രഡ് എന്ന് പറഞ്ഞാൽ പുണ്യമായിട്ടുള്ള, ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള, വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാർ, വർഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ശരിക്കും പറഞ്ഞാൽ? അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് പ്രൊഫൈൻ ആണ്. ഫെയിൻ എന്ന് ഭയങ്കരമായിട്ട് പ്രിറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും പറഞ്ഞാൽ? അൺഗോഡ്ലി, ദൈവനിന്ദ ഉള്ളവരെ, ദൈവത്തിനെ നിന്ദിക്കുന്ന അല്ലെങ്കിൽ റിലീജിയസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് ആക്ട് ചെയ്യുന്നവർ, കൂടെ നിന്നിട്ട് ഇതാണെന്ന് എന്ത് ചെയ്യും? പ്രിറ്റൻഡ് ചെയ്തിട്ട് എന്താണ്? അൺഗോഡ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് നമ്മൾ സേക്രഡ് പ്രൊഫൈൻ ആണ് അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. ആ ഒരു മീനിങ് ആലോചിച്ച് വെക്കുക. ഇനി അടുത്ത സിനോണിയം അടുത്ത ആന്റോണിയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സെന്റൻസ് ബേസിലും നിങ്ങൾക്ക് ആന്റോണിയംസ് വരാറുണ്ട്. അപ്പോൾ ഇതെന്താണ്? ദ ഷോ വാസ് എ ഫിയാസ്കോ, വൺ ആക്ടർ ഫോർഗോട്ട് ഹിസ് ലൈൻസ് അനദർ ഫെൽ ഓഫ് ദ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താണ്? ഷോ വാസ് എ ഫിയാസ്കോ. എന്താണ് ഫിയാസ്കോ എന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ? നമുക്ക് ഫിയാസ്കോ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഫിയാസ്കോ അറിയാത്തവരാണെങ്കിൽ സെന്റൻസ് മൊത്തം വായിക്കണം. ഷോ എന്തായിരുന്നു? ഒരു ഷോ നടക്കുകയാണ്. ആ ഷോ എന്തായിരുന്നു? വൺ ആക്ടർ എന്ത് ചെയ്തു? ലയൺസ് ഫോർഗോട്ട് ചെയ്തു. ലയൺസ് എന്ത് ചെയ്തു? മറന്നുപോയി അല്ലേ? അവർ പറയേണ്ട ഡ്രാമയോ എന്തെങ്കിലും ഒരു ഷോ ആണ് നടക്കുന്നതെങ്കിൽ പറയേണ്ട ഡയലോഗ് എന്ത് ചെയ്തു? ഡയലോഗ് മറന്നുപോയി. ആൻഡ് അനദർ, മറ്റൊരു ആക്ടർ എന്ത് ചെയ്തു? ഫെൽ ഓഫ് ദ സ്റ്റേജ്. ഫെൽ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? വീണുപോയി അല്ലേ? സ്റ്റേജിൽ നിന്ന്
വീണുപോയി, സ്റ്റേജിൽ വീണുപോയി എന്നുള്ളൊരു മീനിങ് ആണ് ഫെൽ ഓഫിന് വരുന്നത്, വീണു. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ ഷോ എന്തായിരിക്കും? ഒരാൾ എന്ത് ചെയ്തു? ലയൺസ് ഫോർഗോട്ട് ചെയ്തു, മറ്റേ ആൾ എന്ത് സംഭവിച്ചു? സ്റ്റേജിൽ വീഴുകയും ചെയ്തു. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചു? ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടില്ലേ? എല്ലാവരുടെ മുമ്പിൽ എന്ത് പറ്റി? ആ ഒരു ഷോ എന്ത് സംഭവിച്ചു? നമുക്ക് നോക്കാം. റിനൗൺസ് വൺസ് ത്രോൺ. ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ത്രോണിൽ നിന്ന് റിനൗൺസ് ആയി. അതിൻ്റെ അർത്ഥം എന്താ? റിനൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറങ്ങി എന്ന് വെച്ചാൽ ആ ത്രോൺ വിട്ട് റിനൗൺസ് ചെയ്തു, വേണ്ടെന്ന് വെച്ച് ഇറങ്ങി എന്നുള്ള മീനിങ് ആണ്. ത്രോണിൽ നിന്ന് വേണ്ടെന്ന് വെച്ചപ്പോൾ ഒരു പ്രിൻസ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ആ ത്രോൺ വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങി എന്നുള്ള മീനിങ് ആണ് ഇതിന് പറഞ്ഞത്. അപ്പോൾ ഇതല്ല അല്ലേ ഫിയാസ്കോയുടെ അർത്ഥം, അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ. ഇനി അടുത്ത് ആൻ അബണ്ടൻസ് ഓഫ് വാല്യുബിൾ പൊസഷൻസ് ഓർ മണി. അതാണോ? മണിയെ കുറിച്ചിട്ട് വല്ലതും ഇവിടെ സംസാരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മണി, വാല്യുബിൾ പൊസിഷനിലേക്ക് മണിയെ കുറിച്ചാണോ പറയുന്നത്? അതുമല്ല. ഇനി അടുത്ത കംപ്ലീറ്റ് ഫെയിലുവർ എസ്പെഷ്യലി എ ഹ്യൂമിലിയേറ്റിംഗ് വൺ. അപ്പം ഫിയാസ്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു 2 ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, അവർ രണ്ടുപേരും എന്തൊക്കെയോ മണ്ടത്തനം ചെയ്ത് മൊത്തം ഷോയെ കൊളോ ആക്കി. അതാണ് ശരിക്കും സെൻറ്റൻസ് വായിച്ചാൽ നമുക്ക് കിട്ടുന്ന അർത്ഥം. അപ്പം നമ്മൾ നോക്കുമ്പോൾ എ കംപ്ലീറ്റ് ഫെയിലുവർ എസ്പെഷ്യലി എ ഹ്യൂമിലിയേറ്റിംഗ് വൺ. ഹ്യൂമിലിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നാണം കെടുക. ഓക്കെ, നമ്മൾ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്തു? മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഹ്യൂമിലിയേറ്റ് ആയെന്ന് പറഞ്ഞാൽ നമ്മൾ നാണം കെട്ടു എന്നുള്ള മീനിങ് ആണ് ഹ്യൂമിലിയേറ്റ്. ഒരു ഹ്യൂമാനിറ്റി ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തു? അവർ പരിഹസിച്ചു എന്ന മീനിങ് ആണ് ഹ്യൂമിലിയേറ്റിങ്ങിന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്? അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ അതല്ലേ സംഭവിച്ചത്. ഫിയാസ്കോയുടെ ശരിക്കും സിനോണിയം ചോദിച്ചിരുന്നെങ്കിൽ ഏത് തന്നെയായിരുന്നു ആൻസർ? എ കംപ്ലീറ്റ് ഫെയിലുവർ എസ്പെഷ്യലി എ ഹ്യൂമിലിയേറ്റ്. നാണം കെട്ടു എന്നുള്ള മീനിങ് ആണ് ഈ ഒരു സെൻറ്റൻസ് പറയുന്നത്. അപ്പോൾ അതെന്താണ്? സിനോണിയമാണ്. പക്ഷെ നമ്മളത് ചോദിച്ചെന്താ? ആൻറ്റോണിയം അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? അടുത്തതും കൂടെ വായിക്കണം. ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ആൻ എയിം ഓർ പർപ്പസ്. ഒന്ന് ഫെയിലുവർ എന്നാണ് ഇതിൻ്റെ മീനിങ്. ഫിയാസ്കോയുടെ മീനിങ് എന്താണ്? തോൽവി, ഫെയിൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ത് വരും ഇവിടെ? നമുക്ക് അതിൻ്റെ ആൻസർ എന്ത് വരും? സക്സസ് എന്നല്ലേ വരേണ്ടത്. ഫെയിലുവർ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരണം? സക്സസ് വരണം. ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ആൻ എയിം ഓർ പർപ്പസ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഇതെന്താണ്? സക്സസ്ഫുൾ എന്നുള്ളൊരു മീനിങ് ആണ് ഫിയാസ്കോയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അച്ചീവ്മെന്റ്, സക്സസ്, ആ ഒരു മീനിങ്ങിൽ കേട്ടോ. ആ ഒരു കാര്യം ആലോചിക്കുക. ഇങ്ങനെയാണ് സെൻറ്റൻസ് വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്ത് വി ഷുഡ് ഡിസെക്രേറ്റ് അവർ നാഷണൽ ഫ്ലാഗ്. എപ്പോഴും ഡി എന്ന് പറഞ്ഞൊരു വേർഡ് വന്നാൽ തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കണം. നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ എന്തോ ചെയ്യണമെന്നാണ് ഈ വേർഡ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡിസെക്രേറ്റ് എന്ന് പറയുമ്പോൾ ഡി എന്നുള്ള കാര്യം ഇപ്പം ഡിസഡ്വാൻറ്റേജിലെ ഡി വന്നു അല്ലേ? ഡിസഡ്വാൻറ്റേജ്, ഡിമിനിഷ്, ചെറുതായി. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഡിയിൽ തുടങ്ങുന്ന ഏകദേശം കുറേ ഡിലേ ആയെന്ന് പറഞ്ഞാൽ താമസിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ഡിയിൽ തുടങ്ങുന്ന വേർഡ്സ് ഒക്കെ ഏകദേശം എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഒരു നെഗറ്റീവ് സെൻസ് ആണ്. അപ്പോൾ ഈ ഡിസെക്രേറ്റ് അവർ നാഷണൽ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും പറയുന്നത്? ഡിസ്റെസ്പെക്റ്റ് ചെയ്തു എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, ഡിസ്റെസ്പെക്റ്റ് ചെയ്തു എന്നായിരിക്കും പറയുന്നത്. അതായിരിക്കും അതിൻ്റെ മീനിങ് അവിടെ ഉദ്ദേശിക്കുന്നത്. വി ഷുഡ് ഡിസെക്രേറ്റ് അവർ നാഷണൽ ഫ്ലാഗ്. അതാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്? തിരുത്താൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ മീനിങ്ങിലേക്ക് നമ്മൾ എത്തണം. ഇവിടെ നിന്ദിച്ചു എന്നുള്ള രീതിയിലാണ് പറയണം, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരണം? ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രേഷൻ. നമ്മൾ ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക, മിക്സ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. മിക്സപ്പ് ചെയ്യുക, ജോയിൻ ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി അടുത്ത് സാങ്ക്ടിഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സാങ്ക്ടിഫൈ ചെയ്യുക, ഭയങ്കര സെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാങ്ക്ടിഫൈ ചെയ്യുക എന്നുള്ള മീനിങ് എന്താണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്? സാങ്ക്ടിഫൈ എന്ന് പറഞ്ഞാൽ അതാണ് കറക്റ്റ്. എന്തെന്ന് പറയണ? റെസ്പെക്റ്റ് ആയിട്ട് ചെയ്യുക, സാങ്ക്ടിഫൈ ആയിട്ട് ചെയ്യുക, റെസ്പെക്ട്ഫുള്ളോടെ, ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്തിട്ട്, ഭയങ്കരമായിട്ട് നമ്മൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ, പ്രൗഡ് ഫീൽ ചെയ്യുന്ന രീതിയിൽ അതിനെ കാണുന്ന എന്നുള്ള മീനിങ് ആണ് ഇതിന് വരുന്നത്, നമ്മുടെ സാങ്ക്ടിഫൈന് വരുന്നത്. ഓക്കെ, സാങ്ക്ടിഫൈ എന്ന് പറഞ്ഞാൽ ആ ഒരു മീനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. ഓക്കെ, സാങ്ക്ടിഫൈന് വരുന്നത്. വയലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വയലേറ്റ് അഗെയിൻസ്റ്റ് ദ ലോ എന്നൊക്കെ പറഞ്ഞ് എഗെയിൻസ്റ്റ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അതുമല്ല, ഇൻ്റഗ്രേറ്റും അല്ല. ഇനി അടുത്തെന്താണ്? ഡാമേജ് ആണോ? ഡാമേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? നശിപ്പിക്കുക. അപ്പോൾ ഇതിലെല്ലാം ഒരു മീനിങ് അല്ലേ? വയലേറ്റ് ചെയ്യുക, ഡാമേജ് ചെയ്യുക, ഡിസെക്രേറ്റ് ചെയ്യുക, ഡിസ്റെസ്പെക്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരേ മീനിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും? സാങ്ക്ടിഫൈ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക, പ്രൗഡ് ഫീൽ തോന്നുക എന്നുള്ള മീനിങ് ആണ് അതിന് വരുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ സാങ്ക്ടിഫൈ ആണ്. ഇനി അടുത്ത് ദ പ്ലോട്ട് ഓഫ് ദ നോവൽ ഈസ് വെരി ഡൾ ആണ് നമ്മുടെ
സെൻറ്റൻസ് അല്ലേ. ഡള്ളാണ് നമുക്ക് നോക്കേണ്ട വേർഡ്. ഡള്ളാണ്. ഡള്ളായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഫേസ് ഡള്ളായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കരമായിട്ടും മോശം, ഇങ്ങനെ എന്താ ഭയങ്കരമായിട്ട് വാടി ഒരുമാതിരി എന്താ കളറൊന്നും ഇല്ലാണ്ട് ആകെ ഒരു എന്താ വിത്തൗട്ട് ഒരു ബ്യൂട്ടി ആയിട്ട് ഇരിക്കുന്നതിനെയാണ് ഡള്ളായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ. ഡസ്കി ആയിട്ടിരിക്കുക, ഡള്ളായിട്ടിരിക്കുക എന്നുവെച്ചാൽ ഭംഗി ഇല്ലാണ്ടിരിക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരുവാടാ? ചാമിങ് അല്ലേ. പ്രിൻസ് ചാമിങ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഭയങ്കരമായിട്ടും കാണാൻ സുന്ദരനാണ്, ചാമിങ് ആണ് ആള് എന്നുള്ള രീതി പറയത്തില്ലേ. ചാമിങ് ആണ്, ഭയങ്കര കാണാൻ നല്ല ലുക്കാണ് എന്നുള്ള മീനിങ് ആണ് ചാമിങ്ങിന് വരുന്നത് കേട്ടോ. അപ്പം ഡള്ളെന്ന് പറഞ്ഞാൽ ഒട്ടും എന്താണ് ആകെ വാടിക്കുഴഞ്ഞ് ആകെ ടയേർഡായിട്ട് എക്സോസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലാണ് ഡൾനെസ്സിന് വരുന്നത്. ഡള്ളാണ്, ആ കളറ് ഡള്ളാണ്, ഡിമ്മാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിക്ക്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും? ചാമിങ് വരും. നല്ല സുന്ദരനാണ്, ഭയങ്കര കാണാൻ എന്താണ് ഭയങ്കര ലുക്കാണ്, ഭയങ്കര ഹാൻസം ആണെന്നുള്ള മീനിങ് ആണ് ചാമിങ്ങിന് വരുന്നത്. ഓക്കെ, ദ പ്ലോട്ട് ഓഫ് ദ നോവൽ ഈസ് വെരി ഡൾ എന്ന് പറയുമ്പോൾ അതാണ് മീനിങ്. ഡള്ളിൻ്റെ ഓപ്പോസിറ്റ് ചാമിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡൈവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഡൈവേർട്ട് ചെയ്ത് വിടുക. ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതിനിങ്ങനെ കാര്യത്തിന് ഡൈവേർട്ട് ചെയ്യുക, ഡയറക്ഷൻസ് തിരിച്ചു വിടുക. ഡൈവേർട്ട് ചെയ്ത് വിടുക, ആ ഒരു മീനിങ് ആണ് വരുന്നത്. ഇനി അതേസമയം റിവെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിവെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ്? ഫാസിനേറ്റിംഗ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഫാസിനേറ്റിംഗ് ഇൻട്രസ്റ്റിംഗ്, നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന കാര്യങ്ങൾ, ഭയങ്കരമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെയാണ് ഫാസിനേറ്റിംഗ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. റിവെറ്റ്. ഓക്കെ, റിവെറ്റിംഗ് എന്ന് പറഞ്ഞാൽ റിവർ എന്ന് ആലോചിക്കുക. അപ്പോൾ എന്താണ്? ഫാസിനേറ്റിംഗ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിവറിൻ്റെയൊക്കെ കരയിൽ ചെന്നൊക്കെ നിൽക്കാൻ നമുക്ക് ഒരു ആശ്വാസം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കംഫോർട്ട് ഫീൽ ചെയ്യും, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യും എന്നൊക്കെ ആലോചിച്ച് റിവെറ്റിംഗ് എന്ന് പറയുമ്പോൾ ഫാസിനേറ്റിംഗ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ആലോചിക്കുക. ഓക്കെ, റിവെറ്റിംഗ് എന്ന് ആലോചിക്കുക. അപ്പോൾ ഫാസിനേറ്റിംഗ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്ലോഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലോ ചെയ്യുക. പ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഉഴുതുമറിക്കുക അല്ലേ. പ്ലോഡിങ് അല്ലെങ്കിൽ ലോഡിങ് ആയിട്ടൊക്കെ ഉള്ള വർക്ക് എന്താണ്? ഭയങ്കരമായിട്ടും ലെബോറിയസ് ആയിട്ടുള്ള ലേബറുകൾ ചേർന്ന് ചെയ്യുന്ന വർക്കായിട്ട്, ലെബോറിയസ് ആയിട്ട് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, ഭയങ്കരമായിട്ടും നമുക്ക് എന്താണ് പ്ലോ ചെയ്തൊക്കെ വരാൻ എന്ത് സമയം, ലോഡിങ് സമയമൊക്കെ എന്താണ് ഭയങ്കര സ്ലോ ആണ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ പ്ലോഡിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ് സ്ലോ ആയിട്ട്. ഈ ലോഡിങ് ഒക്കെ ചെയ്യുമ്പം അവർ വർക്ക് എത്ര സ്പീഡായിട്ട് നിന്നാലും അതെന്തായിട്ടേ നടക്കുകയുള്ളൂ, സ്ലോ ആയിട്ടേ നടക്കുകയുള്ളൂ. അത് ഓരോന്നിനെയും കയറ്റി എത്ര എനർജി കൊടുത്താലും ആ ഒരു സ്ലോ പ്രോസസ്സാണ്. സ്ലോ ആൻഡ് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പ്ലോഡിങ് എന്ന് പറയുന്നത് കേട്ടോ. പ്ലോഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ആ കാര്യവും മനസ്സിലായല്ലോ. പ്ലോഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബറിയസ് ആയിട്ടുള്ള സ്ലോ ആയിട്ടുള്ള കാര്യം, ഭയങ്കര എനർജിയിൽ ചെയ്താൽ പോലും സ്ലോ ആയിട്ടും ഭയങ്കര ഹാർഡ് വർക്കിംഗ് കൊടുക്കേണ്ട കാര്യങ്ങളെയാണ് പ്ലോഡിങ് എന്ന് പറയുന്നത്. റിവെറ്റിംഗ് പറഞ്ഞു, റിവറിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫാസിനേഷൻ, വാവ് നമുക്ക് അവിടെ പോയി ഒരു ഫോട്ടോ എടുക്കാം എന്നൊക്കെ തോന്നണമെന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ, ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇവിടെ നമുക്ക് എന്താ ചോദിച്ചത്? ഡള്ളിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചത്. അതെന്താണ്? ചാമിങ് ആണ്. ഓക്കെ, ഇനി അടുത്ത് ഹിസ് ഫാദർ വാസ് ക്വൈറ്റ് ഗ്രംബി എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും മുഖമൊക്കെ ഇങ്ങനെ വലിച്ചു കയറ്റി വെച്ച് ഭയങ്കരമായിട്ട്. അവളുടെ അച്ഛൻ എന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ അച്ഛൻ എപ്പോഴും എന്താണ്? ഭയങ്കര ദേഷ്യപ്പെട്ട് ഒരു കർക്കശക്കാരനെ പോലെ ഇരിക്കുന്നു, എന്ത് പറഞ്ഞാലും മൂളൽ മാത്രമേ ഉള്ളൂ, ആ ഒരു രീതിയിൽ ഗ്രംബി ആയിട്ടിരിക്കുക എന്ന് പറയത്തില്ല, ഭയങ്കരമായിട്ട് ഔട്ട് ഓഫ് മൂഡായിട്ട് എപ്പോഴും ഒരു മുഖത്ത് ഭയങ്കര ദേഷ്യമൊക്കെ വെച്ചിരിക്കുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അറഗൻ ഫേസോടെ ഇരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഗ്രംബി എന്ന് പറയുന്നത്. ഒട്ടും ചിരിയൊന്നും ഇല്ലാണ്ട് ഏത് സമയം നല്ല ദേഷ്യം മസിലൊക്കെ പിടിച്ചിരിക്കുന്ന അങ്ങനെയുള്ളവരെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരുവാടാ? അമ്മയബിൾ. അതിൻ്റെ അർത്ഥം എന്താ? ഫ്രണ്ട്ലി ആയിട്ടുള്ള. ഇതെന്താണ്? നോൺ ഫ്രണ്ട്ലി ആണ്, എപ്പോൾ വന്നാലും നമ്മൾ ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം അമ്മയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ. എന്ത് കാര്യം വന്നില്ല അങ്ങനത്തെ ഫ്രണ്ട്ലി അച്ഛന്മാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അമ്മയബിൾ. അച്ഛന്മാരല്ല, നോർമലി ഈ സെൻസ് നോക്കുകയാണെങ്കിൽ ഗ്രംബിയുടെ ഓപ്പോസിറ്റ് എന്ത് വരണം? അമ്മയബിൾ വരണം. ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ആരുമായിട്ടും എങ്ങനെ വേണം ജോളി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നവരെയാണ് അമ്മയബിൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അത്രയും കാര്യം മനസ്സിലായോ? അപ്പോൾ അത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അടുത്ത് ടെനബിൾ എന്ന് പറഞ്ഞൊരു വേർഡ്, ഭയങ്കരമായിട്ടും ടെനേറ്റീവ് ആയിട്ടുള്ള, എപ്പോഴും നമ്മൾ ഇങ്ങനെ വലിഞ്ഞു മുറിഞ്ഞ് കിടക്കുന്ന ആ ഒരു മീനിങ് ആണ് കേട്ടോ ടെനബിൾ എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, ടെനബിൾ ആയിട്ടുള്ള മീനിങ് ഭയങ്കര ഡിഫെൻഡബിൾ ആയിട്ടുള്ള, നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന, വെച്ചാൽ നമ്മളതിന് യോഗ്യനായിട്ടിട്ട് ആ ഒരു ബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന, എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നാൽ നമുക്ക് ആ ഒരു രീതിയിലേക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ടെനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ.
ടെനബിൾ ഡിഫെൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിഫെൻഡിങ് ആയിട്ടുള്ള ആർഗ്യൂയിങ് ആയിട്ടുള്ള കാര്യം. അതായത് നിങ്ങളിപ്പോൾ ആലോചിക്കുകയാണ്, നിങ്ങൾക്ക് ടെണ്ണാണ് ടെനബിൾ എന്നാണ് പറയണത്. 10 ഏബിൾ ആണ്, നിങ്ങൾക്ക് 10ൽ 10 മേടിക്കാൻ നിങ്ങൾ ഏബിൾ ആണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ 10ൽ 10 വാങ്ങിയാൽ നമ്മൾ എന്താണ്, നമുക്ക് കിട്ടിയ മാർക്കാണോ എന്നൊക്കെ എല്ലാവരും സംശയിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിഫെൻഡ് ചെയ്യും, നമ്മൾ ആർഗ്യൂ ചെയ്യും. ഇത് എൻ്റെ മാർക്കാണ്, 10ൽ 10 ഞാൻ വാങ്ങിച്ചു, ടെനബിൾ ആണ്. ഏബിൾ, ടെനബിൾ എനിക്കതിന് ഏബിൾ ആണ്, ഞാനത് വാങ്ങിക്കാൻ എനിക്ക് യോഗ്യരാണ്, എനിക്ക് പറ്റും. ഡിഫെൻഡ് ചെയ്യും, നിങ്ങൾ ആർഗ്യൂ ചെയ്യും. ആ ഒരു മീനിങ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത് വരുന്നത് കേട്ടോ, ടെനബിളിന് വരുന്നത്. ബിലീവബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അതിനെ മാറ്റി തീർക്കുന്നത്, ബിലീവബിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ആ ഒരു രീതിക്ക് അറിയാം. എഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലേ, എഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന എഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത് എന്താണ്, ഇമ്പീഡ് എന്നുള്ള മീനിങ് ആണ്. എന്താണ് ഇമ്പീഡ് എന്ന് പറഞ്ഞ ഒരു മീനിങ്, ഇമ്പീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ള, ഇമ്പിഡിമെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് തടസ്സപ്പെടുത്തുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ, ഇമ്പീഡ് ചെയ്യുക. ഇംപെഡിമെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക, ഒരു കാര്യത്തിന് മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുക. ഓക്കെ, ആ ഒരു മീനിങ് ആണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ സിനോണിയം പറഞ്ഞു, എൻറ്റോണിയം പറഞ്ഞു, അടുത്ത വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി അടുത്ത്, എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ സീരീസ് ഓഫ് റിയൽ ഓർ ഫിക്ഷണൽ ഇവൻറ്റ്സ് ടേക്ക് പ്ലേസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ, ഒരു സീരീസ് പോലെ ഉണ്ടാവുന്ന കാര്യങ്ങളെ നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്, ഫിക്ഷണൽ ഇവൻറ്റ് അല്ലെങ്കിൽ സീരീസുകളെ നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്, ജേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമലി ബുക്കിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ, ബുക്കിൻ്റെ ജേണൽസ് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ഡോക്യുമെൻ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ റിപ്പോർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ജേണൽസ്. നമ്മൾ നോർമലി പ്രോജക്ട്സിനൊക്കെ സഹായിക്കുന്ന ജേണൽസ്. അപ്പം അതാണ് ജേണലിൻ്റെ മീനിങ്. അപ്പോൾ എന്താണ്, ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ സീരീസ് ഓഫ് റിയൽ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഫിക്ഷണൽ ഇവൻറ്റ്സ് എക്യൂസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈമിലാണോ അത് നടക്കുന്നത്, അല്ല, ഇടയ്ക്കിടയ്ക്ക് ജേണൽസ് ഉണ്ടാവും അല്ലേ, ഡെയിലി ജേണൽസ് ഉണ്ട്, വീക്ക്ലി ജേണൽസ് ഉണ്ട്, ആ ഒരു മീനിങ് ആണ് വരുന്നത്. ഇനി അടുത്ത് പ്രോലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊലോഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, അത് പ്രൊലോഗുകൾ നമ്മൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് അല്ലേ, ബിഗിനിങ് ഓഫ് സംതിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. പ്രൊലോഗ് എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ഓഫ് സംതിങ് ആണ്, ഇൻട്രൊഡക്ടറി സ്പീച്ച് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. പ്രൊലോഗ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ടറി സ്പീച്ച്, ഒരു കാര്യം തുടക്കം കുറിക്കുന്നത് പ്രൊലോഗ് വെച്ചിട്ടാണ്. ലോകത്തിനോട് പ്രോ ആയിട്ട് നിന്ന് സംസാരിക്കാൻ പറ്റുന്നത് എന്താണ്, ഇൻട്രൊഡക്ടറി സ്പീച്ച് പറയുന്നവർക്ക് പെട്ടെന്ന് പറഞ്ഞ് അല്ലേ, ഇൻട്രൊഡക്ഷൻ പറയാൻ ഒരിത്തിരി നല്ല ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഇൻട്രോ പറയണമെങ്കിൽ ആൾ എന്തായിരിക്കണം, പ്രോ ആയിരിക്കണം അല്ലേ, ഇങ്ങനെ ലോകത്തിനോട് ഇടപെടാൻ പ്രോ ആയിരിക്കണം. പ്രൊലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻട്രൊഡക്ടറി സ്പീച്ച് കൊടുക്കുന്ന ആളെയാണ് പ്രൊലോഗ് എന്ന് പറയുന്നത്, ഇൻട്രൊഡക്ടറി സ്പീച്ച് കൊടുക്കുന്നത്. ഇനി അടുത്ത എപ്പിലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പിക് എന്നുള്ള രീതിയിൽ അവസാനം കൺക്ലൂഡിങ് ആയിട്ട് പറയുന്നത്, കൺക്ലൂഡിങ് സ്പീച്ചിനെയാണ് എപ്പിലോഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ജേണൽ എന്ന് പറഞ്ഞാൽ ബുക്ക് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എന്താ ബാക്കിയുള്ളൂ നമുക്ക്, സാഗ അല്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ, ട്വിലൈറ്റ് സാഗ, അവെഞ്ചേഴ്സിൻ്റെ സാഗ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ സീരീസ് ഇറങ്ങുമ്പോൾ നമ്മൾ സാഗാസ് ആയിട്ടാണ് പറയുന്നത്. സാഗ എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ റെപ്പറ്റീഷൻ, സീരീസ് എന്നുള്ള മീനിങ് ആണ് സാഗയ്ക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, സാഗയായിരിക്കും കേട്ടോ. സാഗ സീരീസ്, ട്വിലൈറ്റ് സാഗ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അവെഞ്ചേഴ്സിൻ്റെ സാഗ പറയാറുണ്ട്. അങ്ങനെ എല്ലാം ഇറങ്ങിയ റെപ്പറ്റീഷൻസ് ഫിലിംസിനെയും നമ്മൾ എന്തായിട്ടാണ്, സാഗയായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത്, കോസിങ് ഗ്രേറ്റ് ഡാമേജ് ഓർ സഫറിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഗ്രേറ്റ് ഡാമേജ് അല്ലെങ്കിൽ സഫറിങ് ഉണ്ടാക്കുക, നമുക്ക് എന്താണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് പറയാം, നമുക്ക് കാറ്റാസ്ട്രോഫിക് എന്ന് പറയാം. കാറ്റാസ്ട്രോഫിക്. എന്തുകൊണ്ടാണ് കാറ്റാസ്ട്രോഫിക് എന്ന് ആലോചിക്കുക, കാറ്റ് നമ്മൾ എന്താണ്, കാറ്റ് ഒരു സ്ട്രോ അല്ലേ, കാറ്റ് സ്ട്രോയെ തേടി ഇങ്ങനെ പോകുന്ന വഴിക്ക് എന്ത് ചെയ്തു, ഒരു കാറ്റിന് സ്ട്രോയിനോട് ഒരു ഇഷ്ടം തോന്നി, പെട്ടെന്ന് സ്ട്രോ എടുക്കാൻ പോണ വഴിയിൽ എന്ത് ചെയ്തു, ഭയങ്കര എല്ലാ സാധനത്തിനെയും മറിച്ചിട്ട് എല്ലാം തകിടം മറിച്ചാണ് പോകുന്നത്. അപ്പോൾ അതെന്താണ് ശരിക്കും പറഞ്ഞാൽ, അങ്ങനെ ആലോചിക്കുക, കാറ്റ് ഒരു സ്ട്രോ തപ്പി പോയപ്പോൾ എന്ത് ചെയ്തു, ഗ്രേറ്റ് ഡാമേജും സഫറിങ്ങും ഉണ്ടാക്കി. ആളുകൾ പോണ വഴിയിൽ എന്ത് ചെയ്യാണ്, ഈ ചപ്പും ചവറും അതോ ഒരു ചപ്പിൽ കിടക്കുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്തു, തപ്പി പോയി അവസാനം എന്ത് സംഭവിച്ചു, അവിടെ അത്രയും ഒരു ഡാമേജ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ വഴി നടക്കാൻ പറ്റാത്ത രീതിയിൽ സഫറിങ്സ് ഉണ്ടാക്കി വെക്കുകയാണ്. അങ്ങനെയാണ് കാറ്റാസ്ട്രോഫിക് എന്ന് ആലോചിക്കുക. ഓക്കെ, കാറ്റ് സ്ട്രോ തേടി പോയപ്പോൾ ഭയങ്കര ഡാമേജ് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, കാറ്റാസ്ട്രോഫിക് ആയിട്ട് ആലോചിക്കുക. ഇനി ഇമ്പീരിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇംപീരിയസ്, ഭയങ്കര അറഗൻ്റ് ആയിട്ടുള്ള, പിരി ഇളവി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കരമായിട്ടും
പെരുത്ത് നിൽക്കുകയാണെന്നുള്ള മീനിങ് ഉണ്ട്. പെരുത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ പിരി ഇളവി നിൽക്കുകയാണെന്നൊക്കെ ആലോചിക്കുമ്പോൾ അറഗൻ്റ് ആണ്, ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ്, ഭയങ്കര എല്ലാവരെയും അടക്കി വരിച്ച് ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ട് ദേഷ്യവും കലിയും തുള്ളിയൊക്കെ നടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപീരിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇംപീരിയസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് പറയും? അറഗൻ്റ് ആയിട്ടുള്ള ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇംപീരിയസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത് സ്പാസ്മോഡിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പാസ്മോഡിക് ഭയങ്കരമായിട്ടും ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതിൽ സ്പാസ്മോഡിക്കിൽ സ്പാ മാത്രം എടുക്കണം. സ്പാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ഇൻ്റർവെല്ലിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം, ഒരു സഡൻ ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വല്ലപ്പോൾ ഒരിക്കൽ ഭയങ്കര അൺസർട്ടൈൻ ആയിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് സ്പാസ്മോഡിക് എന്ന് പറയുന്നത്. അപ്പം സ്പാ ചെയ്യാൻ നമ്മൾ എപ്പോഴൊക്കെ പോകും? വല്ലപ്പോൾ ഒരിക്കലൊക്കെ ചെയ്യാൻ വേണ്ടി പോകും അല്ലേ? മുടിയൊക്കെ സ്പാ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കൊക്കെ പോകും. അപ്പോൾ അതെന്താണ്? ഇടവേള അനുസരിച്ച് ഇൻ്റർവെല്ലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് സ്പാസ്മോഡിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർവെല്ലി ചെയ്യുന്ന കാര്യങ്ങളെയാണ് സ്പാസ്മോഡിക് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം ആലോചിക്കുക. ഇനി അടുത്ത് കാറ്റാസ്ട്രോഫിക് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത് ഗ്രേറ്റ് ഡാമേജ് ഉണ്ടാക്കുക. ഇനി അടുത്ത് ഗ്രിഗേറിയസ്. എന്താണ് ഗ്രിഗേറിയസ് എന്ന് പറയുന്നത്? ഗ്രിഗേറിയസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തോടെ നമ്മുടെ ബേർഡ്സ് ഒക്കെ പറക്കുക, ഒരു ഗ്രൂപ്പായിട്ടല്ലേ പറക്കുക. പക്ഷികൾ പോകുന്നതാണെങ്കിലും, ഇപ്പോൾ താറാവൊക്കെ പോകുന്നതായാലും, അല്ലെങ്കിൽ ഒരു പറ്റം ഫിഷസ് പോകുന്നതാണെങ്കിലും, ഇതെല്ലാം എന്തായിരിക്കും? ഒരു ഗ്രൂപ്പ് ഓഫ് ആയിട്ടാണ് പോകുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രിഗേറിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടത്തോടെ, ഗ്രൂപ്പ് ഓഫ് എന്താണ്? ഒരു ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞാൽ. ഫിഷിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ബേർഡ്സിൻ്റെ ഒരു കൂട്ടത്തോടെ, ഒരു പറ്റം കൂട്ടമായിട്ട് പറക്കുന്നതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്? നമ്മൾ ഗ്രിഗേറിയസ് എന്ന് പറയുന്നത് കേട്ടോ, ഗ്രിഗേറിയസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു മീനിങ് ആണ്. അപ്പോൾ ഇവിടുത്തെ അർത്ഥം കാറ്റാസ്ട്രോഫ് ആണെന്ന് ആലോചിക്കുക. ഓക്കെ, ഇനി അടുത്ത് an eating disorder in which individuals engage in repetitive cycles of binge eating alternating with self-induced vomiting or starvation. അപ്പോൾ എന്താണ്? ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ്. കേട്ടിട്ടുണ്ടായിരിക്കും, ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുമ്പോഴേ കേട്ടിട്ടുണ്ടായിരിക്കും. എന്ത് ചെയ്യും? ഫുഡ് കഴിച്ചിട്ട് എന്ത് ചെയ്യും? ഇവർ ഛർദ്ദിച്ച് കളയും അല്ലേ? ഫുഡ് കഴിച്ചിട്ട് അവരെന്ത് ചെയ്യും? ആൾട്ടർനേറ്റീവ് ഇൻ്റർവെല്ലിൽ അവർ ഫുഡും കഴിക്കും, വാരി വലിച്ച് ബിഞ്ച് ഈറ്റിംഗ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. എന്തും ചെയ്യും അവർ? വൊമിറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാർവേഷൻ എന്ന് വെച്ചാൽ ആ പട്ടിണി കിടക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യും? വൊമിറ്റ് ചെയ്ത് കളയുകയോ ചെയ്യും. എന്നുവെച്ചാൽ ഫുഡ് കഴിച്ച രീതി ഇല്ലാണ്ട് എന്ത് ചെയ്യും? വൊമിറ്റ് ചെയ്ത് കളയുകയും കൂടെ ചെയ്യും. ആ ഒരു മീനിങ്ങിനെയാണ് നമ്മൾ എന്താ ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആയിട്ടാണ് പറയുന്നത്. അതിനെ എന്തെന്ന് പറയുന്നത്? ബുലീമിയ എന്ന് പറയുന്നത് കേട്ടോ, ബുലീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മീനിങ് പഠിച്ചു വയ്ക്കുക. വൊമിറ്റിംഗ് അതായത് ഫുഡ് ഇൻ്റർവെല്ലിൽ കഴിച്ചുകൊണ്ടിരിക്കുക, അധികമായിട്ട് ഫുഡ് ഇൻടേക്കും ചെയ്യും, പക്ഷേ ഫുഡ് എത്തുന്നതിന് മുമ്പ് അതിനെന്ത് ചെയ്യും? വൊമിറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. ആ ഒരു മീനിങ് ആണ് ബുലീമിയയ്ക്ക് വരുന്നത്. അനീമിയ എന്താണെന്ന് അറിയാമല്ലോ, അയണിൻ്റെ ഡെഫിഷ്യൻസി ആണ് അല്ലേ? അയൺ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നതാണ് അനീമിയ എന്ന് പറയുന്നത്. ക്രോണോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഓർഡറിൽ നമ്മൾ എഴുതുകയാണ്, ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതുകയാണ്. ഒരു ടൈപ്പ് ഓഫ് ഇവൻറ്റ്സ് നടന്നതിൻ്റെ ആ ഒരു ഡേറ്റിനനുസരിച്ച് അക്കോർഡിംഗ് ആയിട്ട് നമ്മൾ എഴുതി പോണതിനാണ് ക്രോണോളജി എന്ന് പറയുന്നത്. ഇനി അടുത്ത് ടീറ്റോ ടാലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടീറ്റോ ടാലർ. അപ്പോൾ എന്താണ് ടീറ്റോ ടാലർ എന്ന് പറയുമ്പോൾ വൺ ഹൂ ഡസൻ ഡ്രിങ്ക് ആൽക്കഹോൾ കഴിക്കാത്തവരെയാണ് ടീറ്റോ ടാലർ എന്ന് പറയുന്നത് കേട്ടോ. ആൽക്കഹോൾ കുടിക്കാത്തവരെയാണ് എന്തെന്ന് പറയുന്നത്? വൺ ഹൂ ഡസൻ ഡ്രിങ്ക് ആൽക്കഹോൾ ആണ് ശരിക്കും പറഞ്ഞത് ടീറ്റോ ടാലർ എന്ന് പറയുന്നത് കേട്ടോ. ടീറ്റോ ടാലർ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? വൺ ഹൂ ഡസൻ ഡ്രിങ്ക് ആൽക്കഹോൾ ആണ്. ഓക്കെ, ആ ഒരു കാര്യം ആലോചിക്കുക. വൺ ഹൂ ഡസൻ ഡ്രിങ്ക് ആൽക്കഹോൾ, ടീറ്റോ. ഓക്കെ, അടുത്ത് എ ഗ്രൂപ്പ് ഓഫ് ഗേൾസിനെ പറയുന്ന പേരെന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസിനെ പറയുന്ന പേരാണ് ബെവി എന്ന് പറയാം. ബീവി എന്ന് നമുക്ക് ആലോചിക്കാം. ബീവി അല്ലേ? ഗേൾസ് ആണ് എന്തായിട്ട് മാറുന്ന? ബീവി ആയിട്ട് മാറുന്ന. ബീവി ഹിന്ദിയിലൊക്കെ ബീവി എന്ന് പറഞ്ഞാൽ ഭാര്യയായിട്ട് മാറുന്നത് അല്ലേ? അപ്പോൾ ഗേൾസ് എന്തായിട്ട് മാറും? ഭാര്യയായിട്ട് മാറുമെന്ന് ആലോചിച്ച് ബിവി ആണെന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ബെവി എന്ന് ആലോചിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ ബെവിയാണ്. അങ്ങനെയാണെങ്കിൽ കോവേ എന്ന് പറഞ്ഞാൽ എന്താണ്? കോവേ എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് അല്ലെങ്കിൽ കിഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ബെബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് ഗ്രൂപ്പ് ഓഫ് ഗേൾസ് അല്ലെങ്കിൽ പീപ്പിളിനെയാണ് പറയുന്നത് കേട്ടോ. ഗേൾസ് അല്ലെങ്കിൽ പീപ്പിളിനെയാണ് ബെബി എന്ന് പറയുന്നത്. കോവേ എന്ന് പറഞ്ഞാൽ എന്താണ്? കോവേ എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് അല്ലെങ്കിൽ കിഡ്സിനെയാണ്. ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ്, യങ് ബേർഡ്സ് ആണ്. എ ഗ്രൂപ്പ് ഓഫ് യങ് ബേർഡ്സ്,
കുഞ്ഞു പക്ഷികളുണ്ടല്ലോ, ജനിച്ച് വളർന്ന എന്ന് വെച്ചാൽ അപ്പം ഗ്രോൺ ആയി തുടങ്ങുന്ന ബേർഡ്സ് അല്ലെങ്കിൽ കിഡ്സ്. എന്താ കിഡ്സ് എന്ന് പറയാൻ? കുഞ്ഞ്. അപ്പോൾ കുഞ്ഞു ബേർഡ്സ് അല്ലെങ്കിൽ നമ്മുടെ കിഡ്സിൻ്റെ ആ ഒരു ഗ്രൂപ്പിനെ പറയുന്നതാണ് കോവേ എന്ന് പറയുന്നത്. കോവേ. ഓക്കെ, കോവേ. ഇനി അടുത്ത് ഫ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലീറ്റ് എന്തിൻ്റെയാണ്? ഗ്രൂപ്പ് ഓഫ് ഷിപ്പാണ് കേട്ടോ. ഷിപ്പിൻ്റെ ഗ്രൂപ്പിനെയാണ് ഫ്ലീറ്റ് എന്ന് പറയുന്നത്. ഫ്ലീറ്റ്. ഓക്കെ, ഫ്ലീറ്റ്. അപ്പോൾ ഫ്ലൈറ്റ് മുകളിൽ കൂടെ പോകണത്, ഫ്ലീറ്റ് താഴെ കൂടെ പോകണം. അതായത് ആരാണ്? ഷിപ്പ് എന്ന് ആലോചിക്കുക. ഫ്ലൈറ്റ് മുകളിൽ കൂടെ, ഫ്ലീറ്റ് താഴെ കൂടെ. ഫ്ലീറ്റ് എന്താണ്? ഷിപ്പിൻ്റെ കൂട്ടത്തിനെയാണ് നമ്മൾ ഫ്ലീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഷിപ്പിൻ്റെ കൂട്ടം. ഫ്ലോക്ക് എന്തിൻ്റെ ഗ്രൂപ്പിനെയാണ് പറയുന്നത്? ഫ്ലോക്ക് എന്ന് ഒരുപാട് ഗ്രൂപ്പിനെ പറയാറുണ്ട് കേട്ടോ. ഫ്രോക്കൊക്കെ ഉണ്ടാക്കുന്ന എന്തുകൊണ്ടാണ്? ഫ്രോക്ക് എന്നൊക്കെ ആലോചിച്ച് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഷീപ്പിൻ്റെയൊക്കെ ഊളൊക്കെ കൊണ്ടാണ് അല്ലേ? ഷീപ്പിൻ്റെ ഗ്രൂപ്പിനെ പറയും നമ്മൾ, ഗോട്ടിൻ്റെ ഗ്രൂപ്പിനെ പറയും, അതുപോലെ ബേർഡ്സിൻ്റെ ഗ്രൂപ്പിനെയും പറയും. ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് പോകണമെന്ന് പറയും കേട്ടോ. ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ഒന്ന് ബേർഡ്സ് എന്ന് പറയും, മോർ കോമൺലി ബേർഡ്സ് എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് പറയാം, നമുക്ക് ഫ്ലോക്കൊക്കെ ഉണ്ടാക്കാം. ഫ്ലോക്ക് ഉണ്ടാക്കുന്ന എന്തിൽ നിന്നാണ്? ഷീപ്പിൻ്റെ ഊളിൽ നിന്നാണെന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് ആലോചിക്കുക? ഗോട്ട് എന്ന് ആലോചിക്കുക. ഓക്കെ, ഇത്രയും കാര്യം അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഗ്രൂപ്പ് ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ ബെവിയാണ്. കോവേ എന്ന് പറഞ്ഞാൽ യങ് ബേർഡ്സ് അല്ലെങ്കിൽ കിഡ്സ് ആണ്. ഫ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് മുകളിൽ കൂടെ, ഫ്ലീറ്റ് താഴെ കൂടെ. അതായത് ഷിപ്പിൻ്റെ ഗ്രൂപ്പിനെയാണ് ഫ്ലീറ്റ് എന്ന് പറയുന്നത്. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നീ ബേർഡ്സ് ആയിരിക്കും, ഷീപ്പായിരിക്കും, അല്ലെങ്കിൽ ഗോട്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അടുത്തതിലേക്ക് കടക്കാം. ഇനി അടുത്തത് ക്വാളിറ്റി ഓഫ് ബീയിങ് ഓണസ്റ്റ് ആൻഡ് ഹാവിങ് സ്ട്രോങ് മോറൽ പ്രിൻസിപ്പിൾസ്. ഒരു കാര്യത്തിനോട് ഭയങ്കരമായിട്ട് നമുക്ക് എന്താണ്? മോറലി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയേണ്ടത്? ഓക്കെ, ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ഓണസ്റ്റ് ആൻഡ് ഹാവിങ് സ്ട്രോങ് മോറൽ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇൻസറ്റയബിലിറ്റി എന്ന് പറയുമ്പോൾ സാറ്റിസ്ഫൈയിങ്ങിൻ്റെ പകുതിയാണ് കിടക്കുന്നത്. അതായത് ഇൻസറ്റയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒട്ടും സാറ്റിസ്ഫൈ ചെയ്ത അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് ഇൻസറ്റയബിലിറ്റി എന്ന് പറയുന്നത്. ഒട്ടും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, ആ കാര്യങ്ങളെയാണ് സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതെന്താണ്? ഇൻസറ്റയബിലിറ്റി എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നമുക്ക് ഒട്ടും സാറ്റിസ്ഫൈ ആവാത്ത കാര്യങ്ങൾ. ഇനി അടുത്ത് ഇൻസിഡുവസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസിഡുവസ് എന്ന് വെച്ചാൽ ഗ്രാജുവലി കോസിങ് ഹാമാണ് ഇൻസിഡുവസ്നെസ്. അതുപോലെ നമ്മൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് അവസാനം അത് എന്തായി മാറും? ഭയങ്കര റിവെഞ്ച് ആയിട്ട് മാറും അല്ലേ? നമ്മൾ എന്തായി ഭയങ്കര പെട്ടെന്ന് ഒരു ഔട്ട് ബേസ്റ്റ് ആയിട്ട് അത് മാറും. നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ ഉള്ളത് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരും പ്രശ്നം. പക്ഷെ നമ്മൾ ഈ ഉള്ളിൽ ഒളിപ്പിച്ച് വയ്ക്കുമ്പോൾ അത് ഇൻസൈഡായി അതെന്തായി മാറും? ഒരു വലിയ കണ്ണിങ് ആയിട്ട് തോന്നും, ഭയങ്കര പ്രശ്നമായിട്ട് തോന്നും. കണ്ണിങ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അതിനെ ഇടാൻ വേണ്ടി കണക്കിന് നമ്മൾ അതിനെ മറ്റൊരാളെ രീതിയിൽ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ റിവെഞ്ച്ഫുൾ ആയിട്ട് തോന്നും. ഗ്രാജുവലി കോസിങ് ഹാമാണ് കേട്ടോ. ഗ്രാജുവലി കോസിങ് ഹാമാണ്. മറ്റൊരാൾക്ക് എന്ത് ചെയ്യാണ്? ഹാം കാസ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഒരാളെ ഹാംഫുൾ ആയിട്ട് ത്രെറ്റൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും ഒളിപ്പിച്ച് അയാളുടെ സീക്രട്ടൊക്കെ റിവീൽ ചെയ്ത് ഞാൻ ഇപ്പോൾ സീക്രട്ട് റിവീൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇൻസൈഡിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച് നമ്മൾ ഒരു റിവെഞ്ച് കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസിഡുവസ്നെസ്. ഇൻസൈഡിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭയങ്കര റിവെഞ്ച്ഫുൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കണ്ണിങ് ആണ് അത്. കണ്ണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കരമായിട്ട് ക്രൂക്കഡ് ആയിട്ടുള്ള, ഭയങ്കര അറഗൻ്റ് ആയിട്ട് എപ്പോൾ വേണോ മറ്റൊരാളെ തകർക്കാം എന്നുള്ള ലക്ഷ്യത്തോടെ നടക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഗ്രാജുവലി കാസിങ് ഹാം. ഓക്കെ, ഇനി അടുത്ത് കണ്ടീജുവസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര അഡ്ജസ്റ്റന്റ്. കോണ്ടിനെന്റ് അല്ലെങ്കിൽ കണ്ടമായിട്ട് തിരിക്കുക. ഒരു കോണ്ടിനെന്റ് അപ്പുറം ഇപ്പുറം, കോണ്ടിജുവസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഒരു ബോർഡറിന് അപ്പുറവും ഇപ്പുറം. ഓക്കെ, ഒരു സെയിം ബോർഡർ കീപ്പ് ചെയ്യുന്നത്. കണ്ടമായി തിരിച്ചു, ഈ കണ്ടം നിന്ന് മറ്റൊരു കണ്ടമായിട്ട് അതിനെ തിരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു സെയിം ബോർഡർ അല്ലെങ്കിൽ ഒരു സാധനം സെയിം ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സാധനമെങ്കിലും അവർക്ക് എന്തുണ്ട്? സെയിം ആയിട്ടുണ്ട്. ഇപ്പം നെയ്ബറിങ് കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബോർഡറെങ്കിലും സെയിം ആയിട്ടുണ്ട്. അപ്പോൾ സെയിം ബൗണ്ടറി കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന, ഒരു കോമൺ ബോർഡറിൽ തന്നെ നിൽക്കുന്ന, സെയിം ബോർഡർ അല്ലെങ്കിൽ കോമൺ ബോർഡർ എന്ന് നമുക്ക് പറയാം. കോമൺ ബോർഡറിൽ ഒരു അതിര് വരുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോണ്ടിനെൻറ്റിന് അപ്പുറവും ഇപ്പുറവുമായിട്ട് നിൽക്കുന്ന എന്നുള്ളൊരു മീനിങ്ങിലാണ് സെയിം ബോർഡർ അല്ലെങ്കിൽ കോമൺ ഇതിൽ നമുക്ക് എന്ത് പറയാം? അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്.
അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സാധനങ്ങളെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? കണ്ടീജുവസ് എന്ന് പറയുന്നത്. കോണ്ടിജുവസ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, കോണ്ടിജുവസ് എന്ന് പറഞ്ഞാൽ സെയിം ബോർഡറിൽ അല്ലെങ്കിൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളെയാണ് കോണ്ടിജുവസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ അർത്ഥം ഇതൊന്നും വരില്ല. ഇൻസറ്റേബിലിറ്റി എന്ന് പറഞ്ഞാൽ അൺസാറ്റിസ്ഫൈ ചെയ്യുക, ഇൻസിഡുവസ്നെസ് എന്ന് പറഞ്ഞാൽ കണ്ണിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, കോണ്ടിജുവസ് എന്ന് പറഞ്ഞാൽ സെയിം ബോർഡർ കീപ്പ് ചെയ്യുക. ഇവിടെ എന്താണ് വന്നത്? സ്ട്രോങ് മോറൽ പ്രിൻസിപ്പിൾ ഉള്ള ആൾക്കാർ. അപ്പോൾ എന്ത് പറയാം നമുക്ക്? എന്തെന്ന് പറയാം നമുക്ക്? ഇൻറ്റഗ്രിറ്റി ഉള്ളവരെന്ന് പറയാം അല്ലേ? ഇൻറ്റഗ്രിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇൻറ്റഗ്രേഷൻ, ഭയങ്കരമായിട്ടും കൂടിച്ചേർന്ന് എല്ലാ മോറൽ പ്രിൻസിപ്പിളോടെയും ബിഹേവ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരെ, ലിബറലായിട്ട് ബിഹേവ് ചെയ്യുന്ന, നല്ല രീതിക്ക് പെരുമാറാൻ അറിയുന്നവരാണ് ഇൻറ്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത്, ഇൻറ്റഗ്രിറ്റി പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഓണസ്റ്റ് ആൻഡ് സ്ട്രോങ് മോറൽ പ്രിൻസിപ്പിൾ ഉള്ളവരെ നമുക്ക് ഇൻറ്റഗ്രിറ്റി ഉള്ളവരെന്ന് പറയാം. ഇൻറ്റഗ്രിറ്റി. ഓക്കെ, അത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്ത് വൺ ഹൂ സ്പീക്സ് ലെസ്. കുറച്ച് കാര്യം മാത്രം പറയുന്ന ആൾക്കാർ എന്ത് പറയണം? വൺ ഹൂ സ്പീക്സ് ലെസ്, കുറച്ച് കാര്യമേ പറയത്തുള്ളൂ. അതിനെന്താ പറയുക നമ്മൾ? റെറ്റിസെന്റ്, സൈലന്റ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെറ്റിസെന്റ് എന്ന് പറയുന്നത്. സൈലന്റ് ആയിട്ടുള്ള. അപ്പോൾ സ്പീക്സ് ലെസ്, ഒരു കാര്യം പറയാണ്ട് ഒതുങ്ങിക്കൂടി ഇരിക്കുന്നവരെന്തായിരിക്കും? സൈലന്റ് ആയിരിക്കും അല്ലേ? സൈലന്റ് ആണ്. അപ്പം റെറ്റിസെന്റ് എന്നാണ് എന്ത് പറയുന്നത്? സൈലന്റ് എന്നുള്ളൊരു മീനിങ് വരുന്നത്. അപ്പം റാറ്റ് എന്താണ്? ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? റെറ്റിസെന്റ്. റാറ്റ് എന്ന് ആലോചിക്കുക. റാറ്റ് എന്താണ്? അതിൻ്റെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. സൈലന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് അറ്റാക്ക് ചെയ്യുന്നത് അല്ലേ? നമ്മളൊന്നും കാണാത്ത രീതിയിൽ വന്ന് എന്ത് ചെയ്യും? നമ്മുടെ തുണിയൊക്കെ കറണ്ട് തിന്നും, നമ്മുടെ ഫുഡൊക്കെ മോശം. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ സൈലന്റ് ആയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അപ്പം റെറ്റിസെന്റ് എന്ന് പറയുമ്പോൾ സൈലന്റ് ആണെന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ സ്പീക്സ് ലെസ്, കുറച്ച് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ എന്ന് ആലോചിക്കുക. ഇനി അടുത്ത് ഹിപ്പോക്രൈറ്റ്. എന്താണ് ഹിപ്പോക്രൈറ്റ്? ഭയങ്കരമായിട്ടും എന്ത് ചെയ്തു? സ്വന്തം എന്താണ് ആദർശങ്ങളെ പറ്റി എന്താണ് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുന്ന ആൾക്കാർ. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള, ഞാനാണ് ശരി എന്ന് സ്വയമേ വിശ്വസിക്കുന്ന ആ ഒരു രീതിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ഞാനാണ് പെർഫെക്റ്റ് എന്ന് കരുതി ജീവിക്കുന്ന ആൾക്കാരെയാണ് ഹിപ്പോക്രൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അവർ സ്വന്തമായിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ പറച്ചിലൂടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. അവർ ശരിക്കും അതെന്ത് ചെയ്യുന്നില്ല? അക്സെപ്റ്റ് ചെയ്യാണ്ടാണ് ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ പറയുന്ന ഒന്നും ചെയ്യുന്ന ആക്ഷൻസ് ഡിഫറൻറ്റും ആയിട്ടുള്ളവരെയാണ് ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ? ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് മീസോഗൈനിസ്റ്റ്. മീസോഗൈനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീസോ എന്ന് പറഞ്ഞാൽ വേണ്ട, ഇഷ്ടമല്ല. മീസോ എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല എന്നുള്ള മീനിങ് ആണ്. നോട്ട് ലൈക്കബിൾ എന്നുള്ള മീനിങ് ആണ്. നോട്ട് ലൈക്കിങ്. ഗൈനിസ്റ്റ്. ഗൈന എന്ന് പറഞ്ഞാൽ എന്താണെടാ? നമ്മൾ ഗൈനിക് എന്ന് പറഞ്ഞാൽ ഗൈനക്കോളജി എന്നൊക്കെ പറയുന്ന ആർക്കുള്ളതാണ്? ഫീമെയിൽസിനുള്ളതാണ് അല്ലേ? അതായത് വിമൺസിന് എഗെയിൻസ്റ്റ് ആണ്. ഇവരെന്താണ്? വിമൺസിന് എഗെയിൻസ്റ്റ് ആണ്. അഗെയിൻസ്റ്റ് വിമൺ ആണ്. ഗൈനിക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക, വിമൺ എന്ന് ആലോചിക്കുക. മീസോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടമല്ല. അപ്പോൾ വിമൺസിനെ ഇഷ്ടമില്ലാത്തവരെയാണ് മീസോ ഗൈനിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആണുങ്ങളെ ഇഷ്ടമില്ലാത്തവർ എന്ത് പറയും? മിസാൻഡ്രി എന്ന് പറയും കേട്ടോ. മിസാൻഡ്രി എന്ന് പറഞ്ഞാൽ മെയിലിനെ ഇഷ്ടമല്ലാത്തവർ. മെയിലിനെ ഇഷ്ടമല്ല. ഓക്കെ, മെയിലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളവരെയാണ് മിസാൻഡ്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഒബ്സലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സൊലീറ്റ്. ഇനി അതെന്ത് ചെയ്യുന്നില്ല? യൂസ് ചെയ്യുന്നില്ല. ഒബ്സലീറ്റ് ആണ്. എന്ന് വെച്ചാൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഔട്ട്ഡേറ്റഡ് സാധനമൊക്കെ എന്ത് ചെയ്തു? ഔട്ട്ഡേറ്റഡ് ആയി. ഇനി അത് ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല. ആ ഒരു മീനിങ്. ഒബ്സലീറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഒബ്സലീറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തോ വരും? ഇതിൻ്റെ ആൻസറാണ് ഓൺ ഹൂ സ്പീക്സ് ലെസ് റെറ്റിസെൻറ്റ്. റാറ്റിനെ പോലെ പതുങ്ങിയിരുന്ന് പറയുന്ന ആൾക്കാരെയാണ് റെറ്റിസെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ലാക്ക് ഓഫ് നോളജ് ഓർ അവെയർനെസ്. ലാക്ക് ഓഫ് നോളജ് അല്ലെങ്കിൽ അവെയർനെസ് നമുക്ക് എന്ത് പറയാം? ഒരു നോളജും ഇല്ല, ഒരു കാര്യത്തിനെ പറ്റി ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെസ് സയൻസ് എന്ന് പറയുന്നത് കേട്ടോ. നെസ് സയൻസ്. ഒരു സയൻസ്, നോ സയൻസ് എന്ന് ആലോചിക്കുക. സയൻസ് ഒന്നും അറിയത്തില്ല. നോ സയൻസ്, നെസ് സയൻസ് എന്ന് ആലോചിക്കുക. അപ്പോൾ എന്താണ്? ഒന്നും അറിയാത്ത ആൾ, ഒരു നോളജും ഇല്ലാത്ത ആളെയാണ് നെസ് സയൻസ് എന്ന് പറയുന്നത്. നേ എന്നാലോചിക്കുക. എനിക്കറിയില്ല. അത് തന്നെയാണ് ലാക്ക് ഓഫ് നോളജ് അല്ലെങ്കിൽ അവയർനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒമിനി സയൻസ് എന്തായിരിക്കും ഇവിടെ? ഒമിനി എന്ന് പറഞ്ഞ വേർഡ് തന്നെ എന്താണ്? യൂണിവേഴ്സലി എല്ലാം അറിയാം. അല്ലെങ്കിൽ എല്ലാത്തിനും പോസിറ്റീവ് മീനിങ് ആണ് കേട്ടോ. അത് ഒമിനി എന്ന് പറഞ്ഞൊരു വേർഡ് എന്ത് വന്നാലും അതിൻ്റെ അർത്ഥം അത് പോസിറ്റീവ് വേർഡാണ്. ഒമിനി പൊട്ടൻ്റ് എന്ന് പറഞ്ഞൊരു വേർഡുണ്ട്. ഒമിനി പൊട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ. പൊട്ടൻ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ. ഒമിനി പൊട്ടൻ്റ് യൂണിവേഴ്സലി ഭയങ്കരമായിട്ട് ശക്തനായിട്ടുള്ളവർ. ഒമിനി പൊട്ടൻ്റ്. ഓക്കെ, ആ ഒരു മീനിങ്ങിലാണ്. ഒമിനി സയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ സയൻസിൻ്റെ എല്ലാ ഭാഗങ്ങളും അറിയാം. ഒമിനിയാണ്, അതായത് യൂണിവേഴ്സലി ഉള്ള എല്ലാ കാര്യങ്ങളെ പറ്റി വിവരമുള്ള ആളെയാണ്
എന്താന്ന് പറയണത്? ഫുൾ ഓഫ് നോളജ് ആണ് നമ്മൾ ഒമിനിസെൻസ് എന്ന് പറയണം. നോ സയൻസ്, ഒന്നും അറിയാത്തവളെ ആണ് നമ്മൾ എന്ത് പറയണം? സയൻസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് നോളജ് ഉള്ളവരെന്ന് പറയുന്ന. ഇനി അടുത്ത് എന്താണ് നമുക്ക് പറയേണ്ട? ഇൻസിപ്പിയൻറ്റ്. ഇൻസിപ്പിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാക്കിംഗ് വിസ്ഡം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ലാക്കിംഗ് വിസ്ഡം, ബുദ്ധി ഇല്ലാത്ത എന്നുള്ള മീനിങ് ആണ്. ബുദ്ധി ഇല്ലാത്തത്. ഇവിടെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ നോളജ് ആൻഡ് അവയർനെസ്, ഒരു കാര്യത്തിനെ പറ്റി അവയർനെസ് പോലും ഇല്ല. അതായത് സയൻസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എടുത്താൽ അത് എന്താണെന്ന് പോലും അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ളവരെയാണ് ശരിക്കും പറഞ്ഞാൽ സയൻസ് എന്നാണ് പറയണത്. ഇൻസിപ്പിയൻ്റ് എന്ന് പറഞ്ഞാൽ ലാക്കിംഗ് വിസ്ഡം, ബുദ്ധിയില്ല, ആ ഒരു രീതിയിലാണ്. വിസ്ഡം, എങ്ങനെ ആ ബുദ്ധിയെ പ്രയോഗിക്കണമെന്ന് അറിയാത്ത ആൾക്കാർ, ലാക്കിംഗ് വിസ്ഡം. ഓക്കെ, ലാക്കിംഗ് വിസ്ഡം, എല്ലാം അറിയാം പക്ഷെ എന്താണ്? വിസ്ഡം കുറച്ച് കുറവാണ്, ബുദ്ധിയെ ഉപയോഗിക്കാൻ കുറച്ച് കുറവാണെന്നുള്ള മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പറയാനാണെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ ഇടയ്ക്ക് നടന്ന റിലവൻ്റ് ഫാക്റ്റുകൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, റിലവൻ്റ് ആയിട്ട് ഈ ഇടയ്ക്ക് നടന്ന കാര്യങ്ങളെയാണ് റിലവൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് എ ലിസ്റ്റ് ഓഫ് ഓൾ ദ വേൾഡ് യൂസ്ഡ് ഇൻ എ പർട്ടിക്കുലർ ലാംഗ്വേജ് ഓർ സബ്ജക്റ്റ് ഓർ എ ഡിക്ഷണറി. ഡിക്ഷണറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആലോചിക്കുക, ലിസ്റ്റ് ഓഫ് ഓൾ ദ വേർഡ്സ് ആണ്, വേർഡ്സിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഡിക്ഷണറിയിൽ ഉപയോഗിക്കുന്ന എല്ലാ വേർഡ്സും. അപ്പം ഡിക്ഷണറി എന്ന് കേൾക്കുമ്പോഴേ ഫസ്റ്റ് വേർഡ് എന്തായിരിക്കും? ലെക്സി എന്നുള്ളൊരു മീനിങ് ആയിരിക്കും അല്ലേ? ലെക്സി. ഡിക്ഷണറി എന്ന് കേട്ടാൽ എന്താലോചിക്കുക? ലെക്സിയാണ്. ലെക്സി പേന കൊണ്ടാണ് ഡിക്ഷണറി ഒക്കെ എഴുതണേന്ന് ആലോചിക്കുക. അപ്പോൾ ലെക്സി എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി എന്ന് ആലോചിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? വേർഡ്സിൻ്റെ കാര്യമാണ് ചോദിച്ചത്. ലെക്സിക്കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെക്സിക്കോൺ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ലെക്സിക്കോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ടിവിറ്റി, ഗ്രാഫിയാണ്. ആ ഗ്രാഫ് എഴുതുന്ന രീതിയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഡിക്ഷണറി എഴുതുന്ന ആക്ടിവിറ്റിയെ പറയുന്ന പേരാണ് ലെക്സിക്കോഗ്രാഫി എന്ന്. ആ ഡിക്ഷണറി എഴുതാൻ എടുക്കുന്ന ആക്ടിവിറ്റിയെ പറയുന്നതാണ് ലെക്സിക്കോഗ്രാഫി എന്ന്. ലെക്സിക്കോഗ്രാഫർ ആരാണ്? ഗ്രാഫർ, ഫോട്ടോഗ്രാഫർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലെക്സിക്കോഗ്രാഫർ എന്ന്. ലെക്സി എന്ന് പറഞ്ഞാൽ തന്നെ ഡിക്ഷണറിയെ പറ്റിയിട്ടുള്ള ആൾ. അപ്പം ഡിക്ഷണറിയൊക്കെ ഉണ്ടാക്കുന്ന ആളെ പറയുന്ന പേരാണ് ലെക്സിക്കോഗ്രാഫർ. വൺ ഹൂ കമ്പൈൽസ് ഡിക്ഷണറി ഓർ എന്താണ്? വൺ ഹൂ റൈറ്റ് അപ്പ് ഡ്രോ ഡിക്ഷണറി എന്നുള്ള മീനിങ്ങിൽ ചെയ്യുന്ന ആൾ, അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളിനെ പറയുന്ന പേരാണ് ഗ്രാഫർ. ഫോട്ടോഗ്രാഫർ പോലെ ലെക്സിക്കോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി ഉണ്ടാക്കുന്ന ആൾ. ലെക്സിക്കോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാഫി എന്ന് പറഞ്ഞാൽ എഴുത്ത്, ആ ഒരു ആക്ടിവിറ്റിയെ പറയുന്നതാണ്, ആ എഴുതുന്ന ആക്ടിവിറ്റിയെ പറയുന്നതാണ് ലെക്സിക്കോഗ്രാഫി. കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർട്ടോഗ്രാഫർ അപ്പോൾ ഒരു ആളാണ്, എന്തോ ഉണ്ടാക്കുന്ന ആളാണ്. കാർട്ട് എന്താണ്? മാപ്പുകളാണ് കേട്ടോ. മാപ്പ് ഉണ്ടാക്കുന്ന ആൾ, മാപ്സ്. അപ്പോൾ കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ വൺ ഹൂ പ്രിപ്പയർ അല്ലെങ്കിൽ ഡ്രോസ് മാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർട്ടോഗ്രാഫർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരുവാ? ലെക്സിക്കോൺ. ലെക്സിക്കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ്സ് ആണ്. അതാണ് അവിടുത്തെ മീനിങ്. നിങ്ങൾ മനസ്സിലായി? ലിസ്റ്റ് ഓഫ് ഓൾ വേർഡ്സ് യൂസ്ഡ് ഇൻ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ലെക്സിക്കോൺ. അതാണ് പറഞ്ഞാൽ ലെക്സി എന്ന് പറഞ്ഞാലേ ഡിക്ഷണറി. അപ്പോൾ ലെക്സിക്കോൺ എന്ന് പറഞ്ഞാൽ വേർഡ്സിനെയും കൂടെ റെപ്രസെൻറ്റ് ചെയ്താണ് ലെക്സിക്കോൺ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? ഇതിൻ്റെ ആൻസർ ലെക്സിക്കോൺ ആണ് കേട്ടോ. ലെക്സിക്കോൺ ആണ്. ഇനി അടുത്ത് വൺ ഹൂ ടേക്സ് പർട്ടിക്കുലർ പ്ലഷർ ഇൻ ഫൈൻ ഫുഡ് ആൻഡ് ഡ്രിങ്ക്. നല്ല ഫുഡും ഡ്രിങ്കും കിട്ടിയാൽ ആസ്വദിച്ച് കഴിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത്രയും പ്ലഷർ, ഫുഡ് കഴിക്കാനും ഡ്രിങ്ക്സ് കുടിക്കാനും അത്രയും ഇഷ്ടമാണ്. അതിപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയാണ് അല്ലേ? എന്നാലും അത്രയും ഇഷ്ടമുള്ള ആൾക്കാരെ പറയുന്ന പേര്. അപ്പോൾ നമ്മളെല്ലാവരും എന്തായിരിക്കും? നമുക്ക് എന്ത് ക്യൂറാണ്? എപ്പിക്യൂർ ആണ്. എപ്പിക്യൂർ എന്തോ നമുക്ക് ഒരു അസുഖം പോലെയാണ് അല്ലേ? നമുക്ക് എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. എപ്പിക്യൂർ. നമുക്ക് അസുഖം ഇപ്പം മാറണം, ആ ക്യൂർ മാറണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഫുഡ് കഴിക്കണം. എപ്പിക്യൂർ ആണ് അല്ലേ? നമ്മുടെ ക്യൂർ എന്തിലാണ്? ഫുഡ് ആൻഡ് ഡ്രിങ്കിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ആലോചിച്ച് എപ്പിക്യൂർ ആണ്. വൺ ഹൂ ടേക്സ് പർട്ടിക്കുലർ പ്ലഷർ ഇൻ ഫുഡ് ആൻഡ് ഡ്രിങ്ക്. ഇനി അടുത്ത് ഡെലൂജ് എന്ന് പറഞ്ഞാൽ ഡെലൂജ് ഹ്യൂജ് ആയിട്ട് വരുന്ന സാധനം. ഡെലൂജ് നമ്മൾ പറഞ്ഞില്ലേ, ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡെയിലി വരുന്നത് എപ്പോഴും. എന്താണ്? സിവിയർ ആയിട്ടുള്ള ഫ്ലഡാണ്. സിവിയർ ആയിട്ടുള്ള ഫ്ലഡ്, വെള്ളപ്പൊക്കത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെല്യൂജ്. ഭയങ്കര ഹ്യൂജ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാണ്? വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്ന ആ ഒരു അവസ്ഥേനെയാണ്, സിവിയർ ഫ്ലഡിനെയാണ് നമ്മൾ ഡെല്യൂജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡെല്യൂജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ക്രെഡുലസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ എന്താണ്? ട്രസ്റ്റബിൾ ആണ്. ഭയങ്കര ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് ട്രസ്റ്റബിൾ എന്ന് പറയുന്നത്. ഓവർ ട്രസ്റ്റബിൾ ആണ്, കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ആൾക്കാർ. ഫെനറ്റിക്. എന്താണ് ഫെനറ്റിക് എന്ന് പറയുന്നത്? ഫെനറ്റിക് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഫെനറ്റിക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി എന്തൂസിയാസ്റ്റിക് ഫാനാണ്. എന്തെങ്കിലും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബൈഗോട്ട് എന്ന് പറഞ്ഞില്ലേ? ബൈഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
എന്തിനെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നു അതിൽ അത്രയും ഞാൻ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ഇത്രയും പോരാടും, ഞാൻ അതിന് എഗെയിൻസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ബൈഗോട്ടുകളാണ് അവർ. എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെനറ്റിക്കാണ്, ഭയങ്കരമായിട്ടും എഗെയിൻസ്റ്റ് ആയിട്ട്, ഭയങ്കരമായിട്ട് ഒരു അതിതീവ്രമായ ഇഷ്ടം ഒരു സാധനത്തിനോട്, ഞാൻ അതിന് എഗെയിൻസ്റ്റ് നിൽക്കാനാണ് എൻ്റെ ഇഷ്ടം, ഞാൻ എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് നിൽക്കാനാണ് എൻ്റെ ഇഷ്ടം. അങ്ങനെ ഭയങ്കരമായിട്ടും ആ ഒരു തോട്ട് പ്രോസസ്സിൽ ഭയങ്കര നെഗറ്റീവ് തോട്ട് പ്രോസസ്സുള്ള കുറേ എന്താണ് ഫെനറ്റിക്കുകളെന്ന് നമ്മൾ പറയും. ഫാനായിട്ട് നിൽക്കുക. ഇപ്പോൾ ഇതിൽ തന്നെ ആലോചിക്കുക, ഫെനറ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാൻ, ആഗ്രഹമാണ് അത്ര, ആ ഫാൻ ബേസിൽ നമ്മൾ നിൽക്കുക എന്നുള്ള മീനിങ് ആണ് ഫെനറ്റിക്കിന് വരുന്നത് കേട്ടോ. ഫാൻ ബേസിൽ ഭയങ്കരമായിട്ടും ആ എക്സ്ട്രീമിലി ആ ഒരു ആളെ അത്രത്തോളം കണ്ണടച്ച് വിശ്വസിക്കുക, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ അവർക്ക് എന്താണ് ഭയങ്കരമായിട്ടും തീവ്രമായിട്ടുള്ള ഒരു എന്താണ് അമിതമായിട്ടുള്ള ഒരു ഇഷ്ടം അതിനോട് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈഗോട്ട്. അല്ലെങ്കിൽ ഇതിൽ കൂടെ തന്നെ നിങ്ങൾ പറയുക, ഫെനറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈഗോട്ടാണ്. ഇതെല്ലാം വന്നിട്ടുള്ള വേർഡ്സ് ആണ്, ബൈഗോട്ടാണ്. സീലോട്ടാണ്, ZEALOT, ഇതൊക്കെ എന്താണ് ഫെനറ്റിക്കിൻ്റെ അർത്ഥമാണ്. ഭയങ്കരമായിട്ട് ഫാൻ, അതിയായ അതിനോടുള്ള ആസക്തിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെനറ്റിക് എന്ന് പറയുന്നത്. ഇനി അവസാനം, സോൾവിങ് പ്രോബ്ലംസ് ഇൻ എ റിയലിസ്റ്റിക് ആൻഡ് സെൻസിബിൾ വേ. ഒരു കാര്യത്തിന് ഭയങ്കര സെൻസിബിൾ വേയിൽ, നമ്മൾ പ്രാക്ടിക്കൽ വേയിൽ ചെയ്യുന്നതിനെയാണ്, ഭയങ്കര റിയലിറ്റിക് വേയിൽ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, പ്രാഗ്മാറ്റിക് എന്ന് പറയുന്നത്. പ്രാക്ടിക്കലായിട്ട്, പ്രാഗ്മാറ്റിക് ആയിട്ട് ചെയ്യുക, ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതിനെയാണ് പ്രാഗ്മാറ്റിക് അല്ലെങ്കിൽ സോൾവിങ് പ്രോബ്ലംസ് ഇൻ എ റിയലിസ്റ്റിക് വേ എന്ന് പറയുന്നത്. ഭയങ്കര കൃത്യമായ ഒരു റിയൽ ആയിട്ടുള്ള രീതിയിൽ നിന്ന് ഉപദേശിച്ച് പറഞ്ഞു കൊടുക്കുന്നതിനാണ് പ്രാഗ്മാറ്റിക് എന്ന് പറയുന്നത്. ഇനി അടുത്ത് എനിഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് മാത്രമുള്ള കാര്യങ്ങൾ. എനിഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമുള്ള കാര്യം, അതെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം അറിയേണ്ട കാര്യങ്ങൾ, ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കൂല, എനിക്ക് മാത്രം മതി എന്നുള്ള അർത്ഥമാണ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സാധനം. എനിഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ മിസ്റ്റീരിയസ്, ഭയങ്കരമായിട്ട് നമ്മൾ ഒളിപ്പിച്ചു വെച്ച് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിസ്റ്റീരിയസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ എനിഗ്മാറ്റിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. എനിക്ക് മാത്രം അറിയുന്ന കാര്യങ്ങൾ, എനിഗ്മാറ്റിക്, എനിക്ക് മാത്രം അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ സീക്രട്സ് ആയിട്ട് പറയുക, മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത യുട്ടോപ്പിയൻ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, യുട്ടോപ്പിയൻ ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കണം ജീവിതം, പക്ഷെ അത് ഒരിക്കലും എന്താണ് നടക്കാത്ത കുറേ സ്വപ്നങ്ങൾ അല്ലേ, എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഗോൾസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യുട്ടോപ്പിയൻ ഐഡിയാസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ യുട്ടോപ്പിയൻ എന്ന് പറഞ്ഞാൽ ബ്ലിസ്ഫുൾ ആയിട്ടുള്ള, എയിമിങ് ഫോർ സംതിങ്, ഒരു പെർഫെക്റ്റ് സൊസൈറ്റി, നല്ലൊരു സൊസൈറ്റിയെ നമുക്ക് എയിം ചെയ്യാമെന്നുള്ള ഒരു ദീർഘവിഷൻ നമുക്ക് ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ, അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, സ്വപ്നം കാണാം അല്ലേ. അതായത് പറയുകയാണെങ്കിൽ പാരഡൈസിക്കൽ ആയിട്ടുള്ള കാര്യം, നമ്മൾ അങ്ങനെ സ്വർഗതുല്യമായിട്ടുള്ള ഒരു ഭൂമിയെ നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കൂ, അത് നടക്കുന്നില്ല. പക്ഷെ അതെന്താണ്, ഒരു യുട്ടോപ്പിയൻ ഐഡിയ ആണ്. വേണമെങ്കിൽ നടത്താം, പക്ഷെ എന്താണ് അതിന് അതിൻ്റെതായ കുറേ ചാലഞ്ചസ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് നടത്താൻ പറ്റാത്ത ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് യുട്ടോപ്പിയൻ ഐഡിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും, നമുക്ക് വേണ്ടത് പ്രോബ്ലംസിൻ്റെ സെൻസിബിൾ വേ ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ പറഞ്ഞു പ്രാഗ്മാറ്റിക്. ഐഡിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐഡിയലിസ്റ്റിക് ചിന്താഗതിയാണ്, ഇന്നത് ഇങ്ങനെയാണ് നടക്കേണ്ടത്, ഇത്രയും ഒരു ഐഡിയലിക് രീതിയിലാണ് പോവേണ്ടത്, അങ്ങനെയൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്നേ ഉള്ളൂ, ഐഡിയലിസ്റ്റിക് ചിന്താഗതിയാണെന്ന് നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. പക്ഷെ അത് പോസിബിൾ ആക്കാൻ കുറച്ച് പാടാണെന്നുള്ള കാര്യം. പ്രാക്ടിക്കൽ അല്ല, ഐഡിയലിസ്റ്റിക് ആണ്, അങ്ങനെ ആവാം. പക്ഷെ അതെന്താണ്, അത്രയും ആ ഒരു ഓരോ വ്യക്തികളുടെ അഭിപ്രായം അനുസരിച്ചിരിക്കും, അവരുടെ തോട്ട് പ്രോസസ്സ് അനുസരിച്ചായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, സോൾവിങ് പ്രോബ്ലംസ് ഇൻ ഇതെന്ന് പറഞ്ഞാൽ പ്രാഗ്മാറ്റിക് ആണ്. ഓക്കെ, അത്രയാണ് അതിൽ പറയാനുള്ളത്. ഇനി അടുത്ത ഫ്രേസസ് നോക്കാം. നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഫ്രേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോമൺ വേർഡ്സ്, കുറച്ച് പ്രിപ്പോസിഷൻ ഒക്കെ ചേർത്ത് ഉപയോഗിക്കുന്ന ഒരു കോമൺ വേർഡ്സിനെയാണ് പറയുന്നത്. ഇവിടെ എന്താണ്, കുറച്ച് അപ്പിൽ അവസാനിക്കുന്ന, അപ്പ് എന്ന് പറയുന്ന വേർഡിൽ അവസാനിക്കുന്ന കുറച്ച് ഫ്രേസസ് ആണ് എടുത്തിട്ടുള്ളത്. 10 ഫ്രേസസ് ആണ് എടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. ക്യാച്ചപ്പ് ചെയ്യുക, ഒരു സാധനത്തിന് ക്യാച്ചപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം, ടു റീച്ച് ദ സെയിം ലെവൽ സംബഡി അഡ്വാൻസ്ഡ്. ക്യാച്ചപ്പ് ചെയ്യും, ഞാൻ ക്യാച്ചപ്പ് ചെയ്തോളാം, നീ പറഞ്ഞോ ഞാൻ ക്യാച്ചപ്പ് ചെയ്ത് എടുത്തോളാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ, നീ ക്ലാസ്സിൽ വന്നിട്ട് കുറച്ച് ദിവസമായി, നീ എങ്ങനെ ഇനി ഇത് ക്യാച്ചപ്പ് ചെയ്തെടുക്കും, അതൊക്കെ ഞാൻ ക്യാച്ചപ്പ് ചെയ്യാം, കുഴപ്പമില്ല, ഞാൻ കുറച്ച് ദിവസം വന്ന് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ക്യാച്ചപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ അഡ്വാൻസ് ആയി കഴിഞ്ഞു, മറ്റൊരു ആ ആളുടെ ഒപ്പം എത്താനുള്ള ആ ഒരു ക്യാച്ചപ്പ്, ഞാൻ ഓടി എത്തും എന്നുള്ളൊരു മീനിങ് ഇല്ലേ, ക്യാച്ച് ചെയ്ത് എത്തുക, ആ ഒരു സാധനത്തിനോട് നമ്മൾ അടുത്തെത്തുക. ഒരാൾ അപ്പോൾ എന്താണ്, റീച്ച് ദ സെയിം ലെവൽ ആ സംബഡി അഡ്വാൻസ്ഡ്, അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് നമ്മൾ എത്താനുള്ള ആ ഒരു പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ, ക്യാച്ചപ്പ് ചെയ്തെടുക്കുക, ആ ഒരു മീനിങ് ആണ് കേട്ടോ. ഐ വിൽ ക്യാച്ചപ്പ് ലേറ്റർ എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഞാനത് ക്യാച്ചപ്പ് ചെയ്തെടുത്തോളാം എന്നുള്ള മീനിങ് ഒക്കെ അതിൽ വരും. ഇനി അടുത്ത് ക്ലാം അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെഫ്യൂസ് ടു സ്പീക്ക് ആണ്.
സ്പീക്ക് ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുക, ക്ലാം അപ്പ് ചെയ്ത് വയ്ക്കുക, വാ അടച്ചു വെച്ചുകൊണ്ടിരിക്കുക. സ്പീക്ക് ചെയ്യാൻ ക്ലാം അപ്പ് ചെയ്യുക, ഒരു ക്ലാപ്പ് ഇത് ക്ലിപ്പ് ഇട്ട് വയ്ക്കുക അല്ലെന്നോ അല്ലെങ്കിൽ ക്ലാം ചെയ്ത് വയ്ക്കുക എന്നുള്ള മീനിങ് തന്നെ എന്താണ്? ഒന്നും പറയാണ്ട് അല്ലെങ്കിൽ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക, റെഫ്യൂസ് ചെയ്യുക, ക്ലാം ചെയ്ത് വെച്ചിരിക്കുക, റെഫ്യൂസ് ടു സ്പീക്ക് ആണ്. ഇനി അടുത്ത് ചിയറപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ചിയറപ്പ്, യു ക്യാൻ വിൻ ദ ഗെയിം അല്ലെങ്കിൽ യു ക്യാൻ പാസ് ദ എക്സാമിനേഷൻ. ചിയറപ്പ് എന്ന് വെച്ചാൽ ബിക്കം ഹാപ്പിയർ, നീ ചിയറപ്പ് ആവ്, നീ നന്നായിട്ട് ചിയറപ്പായിട്ട് വാ, നീ തിരിച്ചു വാ എന്നുള്ള മീനിങ്ങിൽ പറയില്ലേ, ഹാപ്പി ആയിട്ടിരിക്കുക, നിനക്ക് പറ്റും നിന്നെ കൊണ്ടെന്നുള്ള ചിയറപ്പ് ചെയ്തെടുക്കുക, ബിക്കം ഹാപ്പിയർ ആക്കുക എന്നുള്ള മീനിങ്. ഇനി ഗെറ്റപ്പ് ചെയ്യുക, ഗെറ്റ് ഔട്ട് ഓഫ് ബെഡിൽ നിന്ന് എണീക്കുക, ഗെറ്റപ്പ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഗെറ്റപ്പ് ഫ്രം യുവർ ബെഡ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് എണീക്കുക എന്നുള്ള മീനിങ് ആണ്. ഗിവ് അപ്പ് ചെയ്യുക, ക്വിറ്റ് ചെയ്യുക അല്ലേ, ഒരു സാധനം നമ്മൾ ഗിവ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്വിറ്റ് ചെയ്യുക, വേണ്ടെന്ന് വെക്കുക, ഗിവ് അപ്പ് ദിസ് ടാസ്ക് എന്നുള്ള രീതിയിൽ പറയാം. ഇനി മേക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻവെൻറ്റ് ചെയ്യുക, പുതിയൊരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനകത്ത് ഇൻവെൻറ്റ് ചെയ്ത് വെക്കുകയാണ് അല്ലേ, പുതിയ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്ത്, ആ ഒരു മീനിങ്ങിൽ മേക്കപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ലൈ അബൌട്ട് സംതിങ്, മേക്കപ്പ് ചെയ്യുക, ഞാൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മേക്കപ്പ് ചെയ്തെടുക്കാം, നീ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള രീതി പറയത്തില്ല, കള്ളത്തിന് നമ്മൾ മേക്കപ്പ് ചെയ്യുക, ഒരു കാര്യം ഉണ്ടതിനെ അതിനെ മറച്ചു വെച്ചിട്ട് ഒരു കാര്യം കൊണ്ട് അതിനെ മേക്കപ്പ് ചെയ്യുക, ഒന്ന് മറച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മളെ പാട് കുരുവൊക്കെ മേക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സാധനമൊക്കെ മാറ്റി നമ്മളെ ഫേസ് ഒന്ന് ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മേക്കപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് ലൈ അബൌട്ട് സംതിങ് ആണ്, ഉള്ള ഒരു സാധനത്തിന് ലൈ ചെയ്യുന്ന രീതിക്കാണ് മേക്കപ്പ് പറയുന്നത് കേട്ടോ. ഇൻവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈ അബൌട്ട് സംതിങ് ആണ്. ഇനി അടുത്ത് പിക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിക്കപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചെടുക്ക്, ലേൺ ക്വിക്ക്ലി. പിക്കപ്പ് എന്നുള്ള മീനിങ് പറഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചെടുക്ക്, പിക്കപ്പ് ചെയ്തെടുക്കുമല്ലോ, നീ പെട്ടെന്ന് പിക്കപ്പ് ചെയ്തെടുക്കാൻ നിനക്ക് പറ്റുമല്ലോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ ടീച്ചേഴ്സ്. അപ്പോൾ പിക്കപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറയാണ്. സ്ക്രൂ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ സ്ക്രൂ അപ്പ് ചെയ്തു എന്നാൽ എന്താണ്? സ്ക്രൂ ചെയ്ത, എനിക്ക് ആകെ ഞാൻ തെറ്റ് ചെയ്തല്ലോ, മേക്ക് എ മിസ്റ്റേക്ക് എന്നുള്ള മീനിങ് ആണ് സ്ക്രൂ അപ്പ് ചെയ്യുക. മൊത്തത്തിൽ ഞാൻ ആ ഒരു സംഭവത്തിനെ ഇല്ലാണ്ടാക്കി, അത് മിസ്റ്റേക്ക് വരുത്തി അതിനെ ആകെ തരിശാക്കി എന്നുള്ള മീനിങ് ആണ് സ്ക്രൂ അപ്പിന് വന്നത്. തെറ്റ് ചെയ്തു എന്നുള്ള മീനിങ് ആണ് സ്ക്രൂ അപ്പ് എന്നുള്ള രീതിയിൽ പറയണം, മേക്ക് എ മിസ്റ്റേക്ക് ആണ്. ഷോ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അറൈവ് ആവുക, ഷോ ബിഫോർ ദ കോട്ടോ, അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും എത്തിച്ചേരുക, അറൈവ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് ഷോപ്പിന് പറഞ്ഞാൽ. ടേക്കപ്പ് യുവർ പൊസിഷൻ, സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ പറയില്ലേ. ടേക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള മീനിങ്. ഇനി ഒന്നേന്ന് ടേക്ക് ചെയ്ത് ഉൾക്കൊള്ളിച്ചെടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. ഇനി അടുത്ത് ടിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിച്ചു കീറുക എന്ന് പറഞ്ഞാൽ ടിയർ ചെയ്യുക. അപ്പോൾ എന്താണ്? ഡിസ്ട്രോയ് ഓർ ഡാമേജ് സംതിങ്, ഒരു സാധനത്തിനെ ഡിസ്ട്രോയ് അല്ലെങ്കിൽ ഡാമേജ് ചെയ്യുന്നതിനാണ് നമ്മൾ ടിയർ അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വേർഡ്സ് ആണ് അപ്പിൻ്റെ ഫ്രേസിൽ വരുന്നത്. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള വേർഡ്സ് തന്നെയാണ്. സ്ക്രൂ അപ്പ് മാത്രം ശ്രദ്ധിക്കുക, മേക്ക് എ മിസ്റ്റേക്ക്, ബാക്കിയെല്ലാം അത്യാവശ്യം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റിലേക്ക് പോവാം. എന്താണ് സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്? ഇങ്ങനെ ഒരു നമുക്ക് ഒരു ഫില്ലപ്പിൻ്റെ ഒരു സാധനം തന്നിരിക്കും, അതിൽ എന്ത് ചെയ്യണം? വേറൊരു വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നോ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് സമാധാനിക്കുക. ഇനി അടുത്തപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റിൽ വരുന്നതെന്ന്. എ ഡിയർ ഈസ് ലൈക്ലി ടു അറ്റാക്ക് ബൈ ലയൺസ് ഓർ ടൈഗേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫിൽ എന്താണ്? ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫിൽ ഒരു എന്ത് ചെയ്യുകയാണ്? ഒരു ഡിയറിനെ ആര് പിടിക്കുമെന്നാണ്? ലയൺ അല്ലെങ്കിൽ ടൈഗർ എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ലൈക്ലി ടു അറ്റാക്ക് ആണോ? എന്തായാലും പിടിക്കും അല്ലേ? ഡിയറിനെ ആരാണ് വേട്ടയാടി ജീവിക്കുന്നത്? നമ്മുടെ ടൈഗറും ലയണൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ലൈക്ലി എന്ന് പറഞ്ഞൊരു പ്രയോഗം അവിടെ ഉപയോഗിക്കാൻ നമുക്ക് പാടില്ല. ലൈക്ലി എന്ന് പറഞ്ഞൊരു ഉപയോഗം അവിടെ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഡിയറിനെ എന്തായാലും ഉറപ്പായിട്ടും ആര് പിടിക്കും? ലയണും ടൈഗറും പിടിക്കും ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ്. അപ്പോൾ ലൈക്ലി എന്ന് പറഞ്ഞൊരു വേർഡ് അവിടെ നിന്ന് മാറ്റണം. അപ്പോൾ എന്ത് വേണം? സബ്സ്റ്റിറ്റ്യൂഷൻ വേണം, അതായത് സെൻറ്റൻസിന് ഇംപ്രൂവ്മെൻറ്റ് വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നോ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ആ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തു. നമുക്ക് എന്ത് വേണം? സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. ഇനി അടുത്ത ഓക്കെയാണ്. എ ഡിയർ ഈസ് ഗോയിങ് ടു അറ്റാക്ക് ബൈ ലയൺസ് ഓർ ടൈഗേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ്. ഗോയിങ് ടു അറ്റാക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പോകുന്നു, ഗോയിങ് ടു അറ്റാക്ക്. ഇത് നടക്കാൻ പോകുന്ന കാര്യമാണോ? ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നതാണ്. ഗോയിങ് ടു അറ്റാക്ക് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പറയാൻ പറ്റത്തില്ല. 2+ അറ്റാക്ക് ഒക്കെ അതൊക്കെ കറക്റ്റ് ചെയ്യണം. 2 കഴിഞ്ഞ് എപ്പോഴും ഒന്നേ വരാവൂ. 2+ V1 ഫോം തന്നെയാണ് വരേണ്ടത്, അതൊക്കെ കറക്റ്റാണ്. വിൽ ബി ലൈക്ലി അറ്റാക്ക്ഡ് എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല.
ഓക്കെ, വിൽ ബി ലൈക്ലി. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ടു എന്ന് പറയുന്ന ഒരു മോഡൽ വെർബ്, ടു എന്ന് പറയുന്ന മോഡൽ വെർബിൻ്റെ ഒപ്പം വെർബിൻ്റെ ഫസ്റ്റ് ഫോമേ ഉപയോഗിക്കാവൂ. വെർബിൻ്റെ ഫസ്റ്റ് ഫോമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ടു കഴിഞ്ഞ് അറ്റാക്ക് വരുന്നത് കറക്റ്റ് തന്നെയാണ്, ടു കഴിഞ്ഞ് അറ്റാക്ക് വരാം, അത് ഒരു കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഗോയിങ് എന്ന് പറഞ്ഞൊരു വേർഡ് ഇവിടെ യൂസ് ചെയ്യാം. ഡിയർ ഈസ് ഗോയിങ് ടു ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ നമുക്ക് ഈസ് ഗോയിങ് എന്നുള്ള രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്താണ്, ഓട്ടോമാറ്റിക്കലി അതൊരു മിസ്റ്റേക്ക് ആയിട്ട് തന്നെയാണ് മാറുന്നത്. ഇനി അടുത്ത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ വിൽ ബി ലൈക്ലി അറ്റാക്ക്ഡ് എന്നുള്ളൊരു കാര്യമാണ്. A deer is likely to attack by lions. Will be likely attacked. Will beയും likelyയും ഒരുമിച്ച് വരാറില്ല. Will beയും likelyയും ഒരുമിച്ച് വരാറില്ല. Will beയും will be, അതായത് വില്ലിൻ്റെ മീനിങ് തന്നെ എന്താണ്, നടക്കാൻ പോകുന്നത്. വില്ലിൻ്റെ കൂടെ എന്ത് ചേരത്തില്ല, ലൈക്ലി ചേരൂല. വില്ലിൻ്റെ കൂടെ ലൈക്ലി ചേരൂല. അതായത് നമ്മൾ ഈ പറയാറില്ലേ മേ എന്ന് പറയണം, മേ മൈറ്റിൻ്റെ കൂടെ എന്ത് ചേരാത്ത പോലെ, മേ മൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു പോസിബിലിറ്റിയാണ്, അതിൻ്റെ കൂടെ പോസിബിൾ ചേരാത്തത് പോലെ ഏതും ചേരത്തില്ല, പോസിബിൾ ചേരത്തില്ല. അതുപോലെ തന്നെയാണ് ഏതിൻ്റെ കൂടെ, വില്ലിൻ്റെ കൂടെ ലൈക്ലി ചേരൂല. അപ്പോൾ ഇതും എന്തായി, തെറ്റായിട്ട് മാറി. ഓക്കെ, ഇതും തെറ്റായി മാറി. ഇനി ഇവിടെ എന്താണ്, വിൽ ബി അറ്റാക്ക്ഡ്. എ ഡിയർ ഈസ് ഡിയർ വിൽ ബി, ഇത്രയുമാണ് കേട്ടോ ഡേഷ്. അപ്പം ഡിയർ ഈസ് ലൈക്ലി ടു അറ്റാക്ക് ബൈ, അപ്പോൾ ഡിയർ വിൽ ബി അറ്റാക്ക്ഡ് ബൈ ലയൺസ് ഓർ ടൈഗേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ്. ഓക്കെ, ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫാണ്. അപ്പം വിൽ ബി അറ്റാക്ക്ഡ് ആണ് അവിടെ കറക്റ്റായിട്ട് വരേണ്ടത്. കാരണം ഇത്രയും ഇതിന് ഡാഷ് ഉണ്ട്, അതുകൊണ്ടാണ് ഈസ് തൊട്ട് നമ്മൾ മാറ്റി തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈസ് തൊട്ടേ മാറ്റി തുടങ്ങിയാണ്. അപ്പോൾ വിൽ ബി അറ്റാക്ക്ഡ് ആണ് അവിടെ വരേണ്ടത്. അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, വില്ലിൻ്റെ കൂടെ എപ്പോഴും എന്ത് വരില്ല, ലൈക്ലി വരത്തില്ല. അതിന് രണ്ടിനും സെയിം മീനിങ് ആണ് വരുന്നത്. മേ അല്ലെങ്കിൽ മൈറ്റിൻ്റെ കൂടെ പോസിബിൾ ഒരിക്കലും വരാൻ പാടില്ല. ഇനി അടുത്ത് ക്യാൻ അല്ലെങ്കിൽ കുഡിൻ്റെ കൂടെ, ക്യാൻ അല്ലെങ്കിൽ കുഡിൻ്റെ കൂടെ എന്ത് പറയല, ഐ ക്യാൻ. ഐ ക്യാൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്, എബിലിറ്റിയെ പറയുന്നത്. ഐ ക്യാൻ ഡൂ ദ വർക്ക്, ഐ ക്യാൻ പ്രിപ്പയർ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് ചേർക്കാൻ പാടില്ല, ഏബിൾ ചേർക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വേർഡ്സ് കണ്ടു കഴിഞ്ഞാൽ വില്ലിൻ്റെ കൂടെ ഒരിക്കലും ലൈക്ലി വരത്തില്ല, മേ അല്ലെങ്കിൽ മൈറ്റിൻ്റെ കൂടെ പോസിബിൾ വരത്തില്ല, ക്യാൻ അല്ലെങ്കിൽ കുഡിൻ്റെ കൂടെ ഏബിൾ വരത്തില്ല. ഇത്രയും കാര്യം നിങ്ങൾ ഒരുമിച്ച് പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങളിവിടെ മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ്. ബൈ ഉള്ള സെൻറ്റൻസിൽ പിന്നെ ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് വരാം, എപ്പോഴും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്, എപ്പോഴും ഡൗട്ട് വരുന്ന കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ഓപ്ഷനും അല്ല, കാരണം സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായാലും വരണം. ഇനി അടുത്ത് ഈ ഒരു ഓപ്ഷനും അല്ല, വില്ലുണ്ടെങ്കിൽ ലൈക്ലി വരില്ല. അപ്പോൾ ആ രണ്ട് ഓപ്ഷൻ അല്ല. ഇനി നിങ്ങൾക്ക് രണ്ടെണ്ണമാണ് ഡൗട്ട് വരുന്നത്, ഇതും ഇതും. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ബൈ ആണോടാ നമുക്കിവിടെ വേർഡിങ് വന്നിരിക്കുന്നത്. ബൈ അതെന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ പാസീവാണ്. അതായത് നമ്മൾ ആക്റ്റീവും ഉണ്ട് പാസീവ് വോയിസും ഉണ്ട്. ഓക്കെ, ഇത് അറിയാത്തവരാണെങ്കിൽ അത് മനസ്സിലാക്കുക. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ട് നടക്കുന്ന കാര്യം, പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ മുന്നേ നടന്ന കാര്യം, നമ്മൾ പറയുന്ന കാര്യം. അപ്പോൾ ഈ ബൈ എന്ന് പറഞ്ഞ ഒരു സംഭവം, ബൈ എന്ന് പറയുന്ന ഒരു വേർഡിങ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതെന്ത് വോയിസാണ്, പാസീവ് വോയിസ് ആണ്. പാസീവായിട്ട് നടന്ന കാര്യം, മുന്നേ നടന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. എപ്പോഴും പാസീവ് വോയിസിൽ എന്ത് വെർബേ വരാവൂ, പാസീവ് വോയിസിൽ എന്ത് വെർബേ വരാവൂ, V3 വെർബ് മാത്രമേ വരാവൂ. വെർബിൻ്റെ തേർഡ് ഫോം മാത്രമേ വരാവൂ. അപ്പോൾ ഇവിടെ നോക്കി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസ് ലൈക്ലി ടു അറ്റാക്ക്, ബൈ ഉണ്ടെങ്കിൽ എന്താണ് അതിൽ, അതിന് മുമ്പ് എന്തേ വരാവൂ, വെർബിൻ്റെ തേർഡ് ഫോമേ വരാവൂ. അറ്റാക്കല്ലേ കിടക്കുന്ന, എന്ത് വരണം, അറ്റാക്ക്ഡ് വരണം. അറ്റാക്ക്ഡ് ആ ഒരു രീതിക്കാണ് എന്ത് പോകുന്നത്, വെർബിൻ്റെ തേർഡ് ഫോം പോകുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഡിയർ ഈസ് ലൈക്ലി ടു അറ്റാക്ക്ഡ് ബൈ ലയൺസ് എന്നേ പറയാവൂ. കാരണം ബൈ ഉള്ളത് കൊണ്ട് നമുക്ക് V3 ഫോമാണ് വേണ്ടത്. V3 ഫോം, അതാണ് ശ്രദ്ധിക്കേണ്ട. ബൈ ഉണ്ടെങ്കിൽ V3 ഫോമാണ്. അപ്പോൾ നമ്മൾ ഈ നോക്കുമ്പോൾ ഗോയിങ് ടു അറ്റാക്ക് എന്ന് പറയുന്നത് എന്താണ്, അറ്റാക്ക്ഡ് ആയിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ശരി കൊടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, അറ്റാക്കാണ് വന്നത്. ഒരിക്കലും V1 ഫോം എന്തിൻ്റെ കൂടെ വരത്തില്ല, ബൈയിൻ്റെ കൂടെ വരത്തില്ല. അപ്പോൾ ആ ഓപ്ഷനും നമ്മൾ ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണ് ലാസ്റ്റ് ആൻസർ എത്ര വന്നതാണ് നമുക്ക്, വിൽ ബി അറ്റാക്ക്ഡ് ആയിട്ട് വന്നത്. ആ ഒരു കാര്യം മനസ്സിലായോ, വിൽ ബി അറ്റാക്ക്ഡ് എന്ന് വന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ കേട്ടോ, വിൽ ബി അറ്റാക്ക്ഡ്. ഓക്കെ, അടുത്ത് ഡസ് ദിസ് പ്ലാൻ ബി കെപ്റ്റ് ഇൻഡോഴ്സ്. ഡസ് ദിസ് പ്ലാൻ ബി കെപ്റ്റ് ഇൻഡോഴ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. കെപ്റ്റ് എന്താടാ, കെപ്റ്റ് എപ്പോഴും എന്തിൽ ഫോമിലാണ് കിടക്കുന്നത്, V2 ഫോമിലാണ് കിടക്കുന്നത് അല്ലേ, V2 ഫോമിൽ. കെപ്റ്റ്, കീപ്പ്, കെപ്റ്റ് ആ ഒരു രീതിയിൽ, കീപ്പ്, കെപ്റ്റ്. അപ്പോൾ എന്താണ്, V2 ഫോമാണ്. ഡസ് V2 ഫോമാണോ, ഡു ഓർ ഡസ് എന്ന് പറയുന്നത് എന്താണ്,
ഡു ഓർ ഡസ് എന്ന് പറയുന്നത് എന്താണ്? V1 ഫോമാണ്. V1 ഫോമാണ്. അപ്പോൾ ഡസ് ദിസ് പ്ലാൻ ബി കെപ്റ്റ് ഇൻഡോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരണം നമുക്ക്? ഡു ഡസ് ഡിഡ് ഒക്കെ എന്താണ്? V1 ഫോമിൻ്റെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡു ഡസ് ഡിഡ് ഒക്കെ V1 ഫോമിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഡസ് വരുമോ? ഇവിടെ V2 ഫോം ഉപയോഗിച്ചുകൊണ്ട് വെർബിൻ്റെ രണ്ടാമത്തെ ഫോം ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കില്ല? ഡു ഡസ് ഡിഡ് ഉപയോഗിക്കില്ല. ഡു ഡസ് ഡിഡ് ഉപയോഗിക്കൂല അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഡിഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഡു പ്ലസ് V2 ആയിട്ടാണ് പറയുന്നത് ഡിഡ്. അതുകൊണ്ട് നമുക്ക് ഡിഡും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഡസ് ഡിഡ് ഡു നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല? V2വിൻ്റെ ഫോമിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഏതേ ഉപയോഗിക്കാൻ പറ്റൂ? ക്യാൻ. ക്യാൻ ദിസ് പ്ലാൻ ബി കെപ്റ്റ് ഇൻഡോഴ്സ്? നമ്മൾ ചോദിക്കുകയാണ് ക്യാൻ ദിസ് പ്ലാൻ ബി കെപ്റ്റ് ഇൻഡോഴ്സ്? ആ ഒരു രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ നോ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്യാനും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻ കൊടുക്കുമ്പോൾ പക്ക അതെന്താണ്? കറക്റ്റ് ആണ് അല്ലേ? ക്യാൻ ദിസ് പ്ലാൻ ബി കെപ്റ്റ് ഇൻഡോഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ് അവിടെ എന്ത് വരുന്നത്? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. The crisis was averted due to timely intervention by the government. The crisis was averted due to timely intervention by the government. നമ്മൾ പറഞ്ഞു ബൈ ആണെങ്കിൽ ബൈ കണ്ടാൽ എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? പാസീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ആദ്യമേ ഫിക്സ് ചെയ്തു. പാസീവാണ്. പാസീവ് ആണെങ്കിൽ വെർബ് എന്തായിരിക്കണം? V3 ഫോം തന്നെ ആയിരിക്കണം അല്ലേ? വെർബിൻ്റെ തേർഡ് ഫോം ആയിരിക്കണം. അവേർട്ടഡ് V3 ഫോം തന്നെയാണ് വന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ബൈ വന്നു, പാസീവാണ്, V3 ഫോമാണ്. കറക്റ്റ്. ഇനി അടുത്ത് അപ്പോൾ എന്താണ് അവിടെ തെറ്റ്? ഇവിടെയാണ് നമുക്ക് ഡാഷ് വന്നിരിക്കുന്നത്. വാസ് ബീൻ അവേർട്ടഡ് ആണോ? അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് നോക്കണമല്ലോ. ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വാസ് അവേർട്ടഡ് എന്ന് പറയുമ്പം അത് കറക്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. വാസ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താണ്? V3 ഫോം തന്നെയാണ് പാസീവ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ നോക്കുകയാണ് വാസ് ബീൻ അവേർട്ടഡ് ആണോ? അല്ല. കാരണം എപ്പോഴും എന്താണ്? ബീൻ വരുന്നത് ഹാസ് ഓർ ഹാവിൻ്റെ കൂടെ അല്ലേ? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ എന്നുള്ള രീതിയിലാണ്. ഹാസ് ഓർ ഹാവ് അല്ലെങ്കിൽ ഹാഡ് പ്ലസ് ബീൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ വാസിൻ്റെ കൂടെ ബീൻ വരുമോ? ഇല്ല, തെറ്റ്. ഇനി അടുത്ത് ദ ക്രൈസിസ് ബി അവേർട്ടഡ്. ബി അവേർട്ടഡ് എന്ന് ഉപയോഗിക്കുമോ? ബി എന്തെങ്കിലും ഒരു വേർഡ് ഇല്ലാതെ ടു ബി എന്ന് പറഞ്ഞൊരു വേർഡ് ഇല്ലാണ്ട് ബി ഉപയോഗിക്കുമോ? അല്ലെങ്കിൽ വിൽ ബി എന്ന് പറയാണ്ട് നമുക്ക് മോഡൽ വെർബായ ബി ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അതും എന്തായി? തെറ്റായി. ബി അവേർട്ടഡ് ഉപയോഗിക്കാൻ പാടില്ല. ഈസ് അവേർട്ടിങ് നമ്മൾ പറഞ്ഞു വെർബിൻ്റെ തേർഡ് ഫോം മാത്രമേ വരാവൂ. അപ്പോൾ ഇത് വരുമോ? ഇതും വരത്തില്ല. അപ്പോൾ എന്താണ് ആൻസർ? വാസ് അവേർട്ടഡ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നോ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് റിക്വയർഡ്. നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്? ബൈ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെർബിൻ്റെ തേർഡ് ഫോം ആയിരിക്കണം. വാസ് കഴിഞ്ഞാൽ ഏത് തന്നെ ആയിരിക്കണം വരേണ്ടത്? വെർബിൻ്റെ തേർഡ് ഫോം തന്നെ ആയിരിക്കണം വരേണ്ടത്. ആ ഒരു പോയിന്റ് മനസ്സിലാക്കിയെടുക്കുക. ഇനി അടുത്ത് മൈ പാരൻസ് യൂസ്ഡ് ടു എൻകറേജ് മീ ടു ഡിവോട്ട് മോർ ടൈം ടു സ്റ്റഡി. മൈ പാരൻസ് യൂസ്ഡ് ടു എൻകറേജ്ഡ് മീ ടു. യൂസ്ഡ് ടു എൻകറേജ്ഡ് എപ്പോഴും മനസ്സിലാക്കുക. ടു കണ്ടു. ഇവിടെ ബൈ കണ്ട V3 ഫോം. ഇവിടെ ടു കണ്ട ടു പ്ലസ് എപ്പോഴും എന്താണ്? V1 ഫോം. ബൈ വന്ന V3 ഫോം, ടു വന്ന V1 ഫോം. അപ്പോൾ ഇവിടെ എന്താണ്? മൈ പാരൻസ് യൂസ്ഡ് ടു എൻകറേജ്ഡ് മീ. എൻകറേജ്ഡ് എന്ന് പറയുന്നത് എന്താണ്? വെർബിൻ്റെ തേർഡ് ഫോമാണ്. എൻകറേജ്, എൻകറേജ്ഡ്, എൻകറേജ്ഡ്. അപ്പോൾ V2 അല്ലെങ്കിൽ V3 ഫോമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്താണ് വേണ്ടത്? V1 ഫോമാണ്. അപ്പോൾ എന്ത് വേണം? സബ്സ്റ്റിറ്റ്യൂഷൻ ഉറപ്പായിട്ടും വേണം, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉറപ്പായിട്ടും വേണം. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി അടുത്ത് പറയുന്നത് യൂസ്ഡ് ടു പ്ലസ് എന്താണ്? വെർബിൻ്റെ 1th ഫോം, ഫസ്റ്റ് ഫോമാണ്. യൂസ്ഡ് ടു എൻകറേജ് മീ ടു. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ട കാര്യം എൻകറേജിങ് മീ ടു ഡിവോട്ടിങ്. എൻകറേജിങ് മീ ടു ഡിവോട്ടിങ് എന്ന് പറയുന്നത് തെറ്റാണ്. വെർബിൻ്റെ ഫസ്റ്റ് ഫോം മതി, ING ഫോം എന്ന് പറയുന്നില്ല. അപ്പോൾ അത് തെറ്റി. ING ഫോമാണ് രണ്ടിടത്തും വന്നത്, അത് തെറ്റ്. ഇനി അടുത്ത് എൻകറേജസ് മീ ടു ഡിവോട്ട്. എൻകറേജസ് മീ ടു മൈ പാരൻസ് ആണ്. പാരൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടുപേരുണ്ടല്ലേ? രണ്ടുപേരുണ്ട്. അപ്പോൾ എന്താണ്? പ്ലൂറലാണ് അല്ലേ? ഇത് പ്ലൂറലാണ്. പ്ലൂറൽ വെർബിൻ്റെ കൂടെ എന്തേ വരാവൂ? പ്ലൂറലേ വരാവൂ. എൻകറേജ് ആണ്. എൻകറേജസ് എന്താണ്? സിംഗുലാർ ആണ്. സിംഗുലാർ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ആൻസർ എൻകറേജ് മീ ടു എന്നുള്ള രീതിയിലേക്ക് മാറും. ഓക്കെ, എൻകറേജ് മീ ടു ഡിവോട്ട് എന്ന രീതിയിലേക്ക് മാറും. ഓക്കെ, എൻകറേജ് മീ ടു ഡിവോട്ട് മോർ ടൈം ടു സ്റ്റഡി. പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറൽ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എസ്സും കൂടെ ചേർന്ന് അത് എന്തായി മാറും? സിംഗുലാറായി മാറും. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി അടുത്ത് വാച്ച് യുവർ സ്റ്റെപ്പ്. ഓക്കെ, വാച്ച് യുവർ സ്റ്റെപ്പ്. ദ തേർഡ് സ്റ്റെയർ ഹാവ് എ ബ്രോക്കൺ ത്രെഡ്.
സ്റ്റെപ്പ് വാച്ച് ചെയ്യുക. ദ തേർഡ് സ്റ്റെയർ ഹാവ് എ ബ്രോക്കൺ ത്രെഡ്. ഇവിടെ എവിടെയാണ്? ഹാസ് എ ബ്രേക്കിലാണ് ഇതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? വാച്ച് യുവർ സ്റ്റെപ്പ്. ദ തേർഡ് സ്റ്റെയർ എടുത്തു പറഞ്ഞിട്ടില്ലേ? ഇപ്പം നമ്മൾ എത്ര സ്റ്റെയർ ഉണ്ടെങ്കിലും ആ നമ്പർ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? മൂന്നാമത്തെ സ്റ്റെയർ. അപ്പോൾ എന്തേ ഉള്ളൂ? മൂന്നാമത്തെ സ്റ്റെയർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? അത് സിംഗുലാറാണ്. മൂന്നാമത്തെ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഹാവിന് പകരം എന്ത് വരണം? ഹാസ്. മനസ്സിലായോ? ഹാസ് ആണ് വരേണ്ടത്. ഹാസ് എ ബ്രോക്കൺ ത്രെഡ്. ഓക്കെ അവിടെ ഒരു ബ്രോക്കൺ ഇതുണ്ട്. അപ്പോൾ എന്താണ്? ഹാവ് എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. ഹാസ് ആണ് കറക്റ്റ് അവിടെ എന്ത് വരേണ്ടത്. തേർഡ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ സിംഗുലാർ ആണ്. ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഹാസ് എ ബ്രേക്ക് ആണ് കറക്റ്റ് ആൻസർ. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഹാസ് എ വാച്ച് യുവർ സ്റ്റെപ്പ്. ദ തേർഡ് സ്റ്റെയർ ഹാവ് എ ബ്രോക്കൺ ത്രെഡ്. ഹാസ് എ ബ്രോക്കൺ ത്രെഡ്. ഹാസ് വന്നു കഴിഞ്ഞാൽ എന്തേ വരാവൂടാ? ഹാസ് ഓർ ഹാവ് പ്ലസ് എന്താണ്? V3 ഫോം. നമ്മൾ പറഞ്ഞിട്ടില്ലേ? V3 ഫോമാണ്. വെർബിൻ്റെ തേർഡ് ഫോമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡു, ഡസ്, ഡിഡിൻ്റെ കൂടെ എന്ത് വരണം? V1 ഫോം വരണം. ആ രീതിക്ക് തന്നെയാണ് ഇത് പറയണത്. ഓക്കെ, വാസ് ഓർ വെയർ പ്ലസ് എന്ത് വരണം? ING ഫോം വരണം. ആ ഒരു രീതിയിൽ വെർബിൻ്റെ ING ഫോം. ഈ ഒരു രീതിക്ക് തന്നെയാണ്. ഹാസ് കഴിഞ്ഞ് എന്തേ വരാവും? ഹാസ് എ ബ്രോക്കൺ. ബ്രോക്ക് എന്താണ്? ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. അപ്പോൾ എന്താണ് അത് വരുന്നത്? V1, V2, V3. അപ്പോൾ എന്താ വരേണ്ടത്? നമുക്ക് ബ്രോക്കൺ ആണ് വരേണ്ടത്. അപ്പോൾ ഹാസ് എ ബ്രോക്കൺ ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. വാച്ച് യുവർ സ്റ്റെപ്പ്. ദ തേർഡ് സ്റ്റെയർ ഹാവ് എ ബ്രോക്കൺ. ഹാസ് എ ബ്രോക്കൺ. ഓക്കെ, ഹി വെൻറ്റ് ടു ഫോറിൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഇത് കുറച്ച് അങ്ങോട്ടായിപ്പോയി കേട്ടോ. ഹി വെൻറ്റ് ടു ഫോറിൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷന് വേണ്ടി അവൻ പോയി എന്നുള്ള കാര്യം. ഹി വെൻറ്റ് ടു ഫോറിൻ അങ്ങനെ പറയാറുണ്ടോ നമ്മൾ? വെൻറ്റ് ടു ഫോറിൻ എന്ന് എവിടെയെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? പറയാറില്ല. എന്തേ പറയത്തുള്ളൂ? ഫോറിൻ കൺട്രിയിലേക്ക് പോയെന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷേ ഇതെന്താണ്? സ്റ്റഡീസിന് വേണ്ടി പോകുമ്പോൾ എന്താണ്? വെൻറ്റ് ടു എന്തേ പറയുള്ളൂ? നമ്മൾ എബ്രോഡ് എന്നല്ലേ പറയത്തുള്ളൂ. ഹി വെൻറ്റ് ടു എബ്രോഡ് എന്നല്ലേ പറയത്തുള്ളൂ. ഹി വെൻറ്റ് എബ്രോഡ് എന്നേ പറയത്തുള്ളൂ. കാരണം ടു എന്ന് പറയുന്ന ഒരു യൂസേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ടു പ്ലസ് എന്താണ്? നൗൺ എന്ന് പറഞ്ഞൊരു വേർഡിങ്ങിലോട്ടാണ് പോവേണ്ടത് കേട്ടോ. നൗൺ, ടു പ്ലസ് നൗൺ എന്നുള്ള രീതിയിൽ. എബ്രോഡ് ശരിക്കും എന്താണ്? എബ്രോഡിൽ വർക്ക് ചെയ്യുക. അത് നമ്മൾ കറക്റ്റ് ഒരു നൗൺ ഫോമിൽ പറയുന്നതല്ല. അതെന്താണ്? അഡ്ജക്റ്റീവ് പോലെയാണ്. അഡ്ജക്റ്റീവാണ് കേട്ടോ. ടു പ്ലസ് നൗൺ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഒരു ടു പ്ലസ് എപ്പോഴും എന്തേ ഉപയോഗിക്കാവൂ? നൗണേ ഉപയോഗിക്കാവൂ. ഇവിടെ ടു പ്ലസ് എന്താണ്? എബ്രോഡ് എന്ന് പറയുന്നത് ഒരിക്കലും നൗൺ അല്ല, അതൊരു അഡ്ജക്റ്റീവാണ്. അപ്പോൾ ഇതെന്താണ്? ഇത് തെറ്റാണ്. ഹാസ് ഗോൺ ടു ഫോറിൻ. ഫോറിൻ വന്നാലേ കംപ്ലീറ്റ് തെറ്റ്. നോ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് തെറ്റ്. അപ്പോൾ എന്ത് വരണം? വെൻറ്റ് എബ്രോഡ്. ടു കഴിഞ്ഞാൽ നൗൺ ഉപയോഗിക്കണം. ടു ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡയറക്റ്റ്ലി അഡ്ജക്റ്റീവ് ആയിട്ടുള്ള എബ്രോഡ് ഉപയോഗിക്കാം. ആ ഒരു കോൺസെപ്റ്റ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. കോൺസെപ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഹി വെൻറ്റ് എബ്രോഡ് എന്നുള്ള രീതിയിലേക്ക് മാറും. വെൻറ്റ് എബ്രോഡ് എന്ന രീതിയിലേക്ക് മാറും കേട്ടോ. ഇനി അടുത്ത ഐ ഹാഡ് ടു ഗോട്ട് അപ്പ് ഇയർലി സോ ഐ ഹാവ് ബീൻ ഇൻ എ ഡേയ്സ് ഓൾ മോർണിംഗ്. ഐ ഹാഡ് ടു ഗോട്ട് അപ്പ് ഇയർലി. ഹാഡ് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? നമ്മൾ വീണ്ടും പറയാണ്. ടു കഴിഞ്ഞാൽ എന്തേ വരാവും? പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം. എന്താണ് ഗോട്ടിൻ്റെ ഫസ്റ്റ് ഫോം? ഗെറ്റ് ഗോട്ട് എന്നല്ലേ? ഗെറ്റ് ഗോട്ട്. അപ്പോൾ ഗെറ്റാണ് വരേണ്ടത്. അപ്പോൾ ഐ ഹാഡ് ടു ഗെറ്റ് അപ്പ് ഇയർലി. അതല്ലേ വരേണ്ടത്? ടു കഴിഞ്ഞാൽ എപ്പോഴും എന്തേ വരാവൂ? ഹാഡ് ആയതുകൊണ്ട് V3 ഉപയോഗിക്കുന്നത് ശരി തന്നെയാണ്. പക്ഷെ ടു കഴിഞ്ഞാൽ നമുക്ക് എന്തേ ഉപയോഗിക്കാൻ പാടുള്ളൂ? വെർബിൻ്റെ ഫസ്റ്റ് ഫോം. അപ്പോൾ ഹാഡ് ടു ഗെറ്റ് അപ്പ് ആണ് കറക്റ്റ് ആൻസർ. സോ ഐ ഹാവ് ബീൻ ഇൻ എ ഡേയ്സ് ഓൾ മോർണിംഗ്. അപ്പോൾ എന്താ വരേണ്ടത്? ഹാഡ് ടു ഗെറ്റ് അപ്പ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഹാഡ് ടു ഗെറ്റ് അപ്പ്. ഇനി അടുത്ത് യു മസ്റ്റ് ബി ക്വൈറ്റ് ഗുഡ് അക്വൈൻറ്റഡ് വിത്ത് ദ ടെറൈൻ ഇൻ ദിസ് ജംഗിൾ. ഗുഡ് അക്വൈൻറ്റഡ് എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? എവിടെയെങ്കിലും നിങ്ങൾ ഗുഡ് എന്ന് പറഞ്ഞൊരു വേർഡ് ഇങ്ങനെ ഉപയോഗിക്കാറുണ്ടോ? ഇത് അക്വൈൻറ്റഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെർബിൻ്റെ തേർഡ് ഫോമാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് നമ്മൾ പറയും. അതെന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാണ്. എപ്പോഴും ഒരു അഡ്ജക്റ്റീവായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു അഡ്ജക്റ്റീവിന് മുമ്പിൽ എപ്പോഴും ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു
പ്രോനൗൺ അല്ലെങ്കിൽ ഒരു രീതിക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മുന്നിൽ അഡ്ജക്റ്റീവിൻ്റെ മുമ്പിൽ എപ്പോഴും എന്തേ വരാവൂ? ആഡ് വെർബേ വരാവൂ. ഇവിടുത്തെ ആഡ് വെർബ് ഗുഡ് അല്ല ശരിക്കും പറഞ്ഞാൽ. ഗുഡിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. വെൽ അക്വൈൻറ്റഡ് ആണോ, ബെറ്റർ അക്വൈൻസ് ആണോ, ബെസ്റ്റ് അക്വൈൻഡ് ആണോ? എന്താ വരത്തുള്ളൂടാ? വെൽ അക്വൈൻറ്റഡേ വരത്തുള്ളൂ. യു മസ്റ്റ് ബി ക്വൈറ്റ് ഗുഡ്. അക്വൈൻറ്റഡിന് പകരം എന്ത് വരണം? വെൽ വരണം. കാരണം ഇതൊരു അഡ്ജക്റ്റീവാണ്. അപ്പോൾ അഡ്ജക്റ്റീവിന് മുമ്പിൽ ആഡ് വെർബ് ആയിട്ടുള്ള വെൽ അക്വൈൻറ്റഡ്. നിങ്ങളിപ്പം സെൻറ്റൻസിൻ്റെ സുഖം നോക്കി പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് എന്തേ വരത്തുള്ളൂ? ക്വൈറ്റ് ഗുഡ് അക്വൈൻറ്റഡ് അല്ല, വെൽ അക്വൈൻറ്റഡ്. നല്ല രീതിക്ക് വെൽ എന്നുള്ള രീതിയിൽ. ഓക്കെ, വെൽ എന്നുള്ള മീനിങ് ആണ് വരേണ്ടത് കേട്ടോ. വെല്ല് അതായത് നമ്മളിപ്പോൾ പറയുമ്പോൾ എനഫ്, ടു, വെരി ഓഫൺ എന്നൊക്കെ ഉള്ളൊരു വേർഡ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആഡ് വെർബ് ആയിട്ടുള്ള സെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ക്ലാസ്സസിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി എന്താണ്? ഗുഡ് അക്വൈൻറ്റഡിന് വരെ ഇവിടെ എന്തേ വരത്തുള്ളൂ? വെൽ അക്വൈൻറ്റഡ്. ബെറ്റർ എന്നൊന്നും ഒരിക്കലും പറയത്തില്ല. കമ്പാരിറ്റീവ്, സൂപ്പർലൈറ്റീവ് ഡിഗ്രിയിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്തേ വരത്തുള്ളൂ? വെൽ അക്വൈൻറ്റഡ് എന്നേ വരത്തുള്ളൂ കേട്ടോ. ബെസ്റ്റ് അക്വൈൻറ്റഡ് എന്നൊന്നും ഒരിക്കലും വരത്തില്ല. യു മസ്റ്റ് ബി ഗുഡ് വെൽ അക്വൈൻറ്റഡ് എന്ന് മാത്രമേ വരത്തുള്ളൂ. Practicing max sum in so many periods over time is better than in long periods at a time for effective learning. Practicing max sum in so many periods. So many periods. അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് മെനി എന്ന് പറയുന്ന വേർഡിൻ്റെ ഒരു എന്താണ് ഡിഫറൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്? മെനി പീരീഡ്സ്. മെനി എന്ന് പറഞ്ഞാൽ അതായത് മച്ചിൻ്റെയും മെനിയുടെ യൂസേജ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടും എന്താണ്? പല പല കാര്യത്തിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. മച്ച് ആൻഡ് മെനി ബോത്ത് ഡിറ്റർമിനേറ്റ് എന്താണ്? ലെസ് ആണോ, കൂടുതലാണോ, ഗ്രേറ്റ് ക്വാണ്ടിറ്റി ആണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് ലെസ് ക്വാണ്ടിറ്റി ആണോ, ഗ്രേറ്റ് ക്വാണ്ടിറ്റി ആണോ എന്നൊക്കെ അളക്കാൻ വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ മച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവാണ്. മച്ച് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവും മെനിയും എന്താണ്? ഒരു അഡ്ജക്റ്റീവായിട്ട് തന്നെയാണ് നമ്മൾ. പക്ഷേ ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? അൺകൗണ്ടബിൾ നോൺസ്. മച്ച് സ്റ്റാൻഡ്, മച്ച് മണി, ആ ഒരു രീതിയിൽ, മച്ച് വാട്ടർ എന്നൊക്കെ ഉള്ള രീതിയിൽ കണ്ടോ. ഇവിടെ ഫ്രൂട്ട്സ് എല്ലാം ചാർജ് മീൻ മച്ച് മണി എന്ന് വെച്ചാൽ നമുക്ക് എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിൻ്റെ മുന്നിലാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? മച്ച് ചേർക്കുന്നത്. ഓക്കെ, യൂസ്ഡ് ഫോർ അൺകൗണ്ടബിൾ നൗൺസിനാണ്. അത് മാത്രമല്ല എന്തും കൂടെ സിംഗുലാർ ഫോം. സിംഗുലാർ ഫോമിൻ്റെ കൂടെ എന്താണ് ഉപയോഗിക്കുന്നത്? മച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സോ മെനി പീരീഡ്സ് ഓവർ ടൈം എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോ മെനി ടൈംസ് നമുക്ക് മാറ്റണോ എന്ന് നോക്കണം. ഇവിടെ മച്ച് വന്നു. എപ്പോഴും നമ്മൾ പറഞ്ഞു മച്ചിൻ്റെ കൂടെ മച്ച് കഴിഞ്ഞ് എന്ത് വരണം? സിംഗുലാർ വരണം. ഇവിടെ പീരീഡ്സ് എന്താണ്? പീരീഡ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. പ്ലൂറലിൻ്റെ മുന്നിൽ പ്ലൂറലിൻ്റെ കൂടെ എന്തേ വരാവൂ? മെനിയേ വരത്തുള്ളൂ. അപ്പം കൊടുത്തിരിക്കുന്നത് ഏകദേശം ശരിയല്ല, പക്ഷെ നമുക്കിവിടെ ഒരു കണക്ഷൻ കിട്ടിയില്ല. ഓവർ ടൈം ഈസ് ബെറ്റർ ദാൻ ഇൻ ലോങ് പീരീഡ്സ്. സോ മെനി പീരീഡ്സും ലോങ് പീരീഡ്സും ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ഒരു വേഴ്സറ്റാലിറ്റി കിട്ടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസിലേക്ക് നോക്കുകയാണ്. എന്തായാലും മച്ച് വരത്തില്ല. മച്ച് വരാത്ത എന്തുകൊണ്ടാണ്? മച്ചെന്ന് പറയുന്നത് എപ്പോഴും സിംഗുലാർ വെർബിൻ്റെ ഒപ്പോഴും ചേർക്കത്തുള്ളൂ. സിംഗുലാർ ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ പീരീഡ്സ് പ്ലൂറൽ ആയതുകൊണ്ട് നമുക്ക് മെനി തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ എന്താണ് ഇവിടെ നോക്കുമ്പോൾ ലോങ് പീരീഡ്സ് എന്ന് ചോദിക്കുന്നതിന് ഒരു ഓപ്പോസിഷൻ അത് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ എന്തുണ്ട്? ഷോർട്ട് പീരീഡ് എന്നുണ്ടായിരുന്നു. അതായത് ഈ ലോങ് പീരീഡ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലോങ് പീരീഡ് ആണെങ്കിൽ അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഷോർട്ട് പീരീഡ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇവിടെ. സോ സം ഇൻ ഷോർട്ട് പീരീഡ്സ്. കാരണം പീരീഡ്സ് രണ്ടിടത്ത് റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഒരിടത്ത് ലോങ് പീരീഡ്സ് ആണെങ്കിൽ മറ്റിടത്ത് എന്ത് വരണം? ഷോർട്ട് പീരീഡ് വരണം. അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ യൂസേജ് നിങ്ങൾ മനസ്സിലാക്കണം. കൗണ്ടബിൾ മെനി എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റുന്ന കാര്യങ്ങൾ. കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയും പ്ലൂറൽ നൗൺസിൻ്റെ കൂടെയാണ് നമ്മൾ മെനി ചേർക്കുന്നത്. മച്ച് ചേർക്കുന്നത് സിംഗുലറിൻ്റെ കൂടെ, അൺകൗണ്ടബിളിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇത്ര എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിൽ പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വായിച്ച് നോക്കാം. മെനി റിവേഴ്സ്, മെനി സ്കൂള്, ഇതൊക്കെ എന്താണ്? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ? മെനി ഗോൾസ്, മെനി ഇയേഴ്സ്, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് മെനി കൗണ്ടബിളിൻ്റെ കൂടെയും പ്ലൂറലിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റ് സിംഗുലറിൻ്റെ കൂടെ, അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് സമയമായി എന്നാലും പറയുകയാണ്. മച്ച് ടൈംസ് ഐ ഹാവ് ഫെൽറ്റ് ദ കോൺവെർസേഷൻ ലൈക്ക് ദീസ് മസ്റ്റ് ടേക്ക് പ്ലേസ് ഇൻ പേഴ്സൺ. അപ്പോൾ ഇവിടെ എന്താണ്? മച്ച് ടൈം എന്നാണ് വന്നത്. മച്ച് ടൈംസ് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, എപ്പോഴും മച്ച് എന്ന് പറയുന്ന വേർഡ് എന്തിനെ ഫോളോ ചെയ്യുകയുള്ളൂ? മച്ച് പ്ലസ് സിംഗുലാർ ആണ്. മച്ച് എന്താണ്? സിംഗുലാർ ആണ്. സിംഗുലാർ മച്ച് സിംഗുലാർ ആണ്. മെനി ആണ് എന്തെന്ന് പറയുന്നത്? പ്ലൂറൽ എന്ന് പറയുന്നത്. ഇവിടെ ടൈംസ് ആണ് തന്നിരിക്കുന്നത്. നേരത്തെ പീരീഡ്സ് തന്ന പോലെ ഇവിടെ എന്താണ്? ടൈംസ്, ഒരുപാട് ടൈംസ്. അപ്പം ടൈംസിൻ്റെ അർത്ഥം എന്തിൻ്റെ കൂടെ വരത്തുള്ളൂ? ശരിക്കും പറഞ്ഞാൽ ടൈംസിൻ്റെ അവിടെ എന്താ വരേണ്ടത്? നമുക്ക്
ടൈംസിൻ്റെ അവിടെ മെനി ടൈംസ് ആണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ നോക്കുമ്പോൾ മെനി എ ടൈം ഉണ്ട്, മെനി ടൈംസ് ഉണ്ട്, മെനി എ ടൈംസ് ഉണ്ട്, കറക്ഷൻ റിക്വയർഡ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റ് ടൈംസ് എന്ന് പറയുമോ? ഒരിക്കലും പറയൂല. അപ്പോൾ നമുക്ക് ചേഞ്ച് ഉണ്ടാക്കണം. മെനി എ ടൈംസ്, മെനി എ ടൈംസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും പറയുന്നത് മെനി എ ബോയ്സ്, എ ചേർത്തിട്ട് എയുടെ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? മെനി ബോയ്സിന്, മെനി എ ബോയ്സ് എന്ന് പറഞ്ഞാൽ എ കഴിഞ്ഞാൽ, അതായത് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയുകയാണ് എ എന്ന് പറഞ്ഞ വേർഡ് എന്താണ്? സിംഗുലാർ ആണ്, സിംഗുലാർ. അപ്പം എ പ്ലസ് എന്താണ്? ബോയ് ആണ് വരേണ്ടത്. എ ബോയ് അല്ലെങ്കിൽ ഗേൾ ആണ് വരേണ്ടത്. മെനി എ ബോയ് എന്ന് പറഞ്ഞാൽ, മെനി എ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മെനി ബോയ്സ് എന്നാണ് അർത്ഥം. ഒരുപാട് ബോയ്സ് എന്നുള്ള അർത്ഥമാണ്. അപ്പം ഇവിടെ പറയുകയാണെങ്കിൽ മെനി എ ടൈംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മെനി എ ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ടൈംസ് എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും വരത്തില്ല. എ കഴിഞ്ഞ് ഒരിക്കലും പ്ലൂറൽ വരില്ല. എ കഴിഞ്ഞ് ഒരിക്കലും പ്ലൂറൽ വരൂല. എ കഴിഞ്ഞ് പ്ലൂറൽ വരില്ല. എ കഴിഞ്ഞ് എ എന്താണ്? സിംഗുലാറാണ്. അപ്പോൾ സിംഗുലറേ വരാവൂ. അപ്പോൾ മെനി എ ടൈംസ് തെറ്റ്. മെനി ടൈം ശരിയാണോ? മെനി ടൈം എന്ന് പറയുന്നത് ശരിയാണോ? മെനി എന്ന് പറഞ്ഞാൽ ഒരുപാട്. അപ്പോൾ ടൈം എന്താണ് അവിടെ? സിംഗുലാറാണ്, സിംഗുലാർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്ത് വരണമായിരുന്നു? മെനി ടൈംസ് വരണമാണ്. അപ്പോൾ അതും എന്തായി? തെറ്റായി. ഇനി അടുത്ത് മെനി എ ടൈം, അതല്ലേ ഇവിടെ പറഞ്ഞത്? മെനി എ ടൈം എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? മെനി ടൈംസിന് തുല്യമാണ്. മെനി എ ടൈം എന്ന് പറഞ്ഞാൽ മെനി ടൈംസിന് തുല്യമാണ്. അതുകൊണ്ട് ആൻസർ എന്താണ്? മെനി ടൈംസ് ആണ്. ഓക്കെ, ആ ഒരു രീതിക്ക് ആലോചിക്കുക. മെനി എ ടൈം, എ കഴിഞ്ഞാൽ നമുക്ക് സിംഗുലറേ വരാവൂ. സിംഗുലർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ടോട്ടൽ സെൻസ് എന്തായിട്ട് മാറും? മെനി ടൈംസ് ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വരും? മെനി ടൈംസ് എന്ന് വരും. ഇത് എത്ര ഓടിച്ച് വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരുപാട് സമയമായി, ഇത്രയും നേരം നിങ്ങൾ കൂടെ ഇരുന്നു. എന്തായാലും നന്നായിട്ട് പഠിക്കുക, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു രീതിയിൽ തന്നെ പഠിച്ച് ഓരോ സെക്ഷനായിട്ട് തിരിച്ച് എന്ത് ചെയ്യുക? മോക്കൊക്കെ ചെയ്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് സമയമേ ഉള്ളൂ, അതിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.